Good evening. Good evening. Kalkalo. Hello. Start ചെയ്യാം നമുക്ക്. സോ നമ്മുടെ ടൈറ്റൻസ് ബാച്ച്, നമ്മുടെ പേപ്പർ 3 അതിലെ ബിസിനസ് മാത്തമാറ്റിക്സ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഒരു ബിസിനസ് മാത്തമാറ്റിക്സിൽ നമ്മുടെ ടൈറ്റൻസ് ബാച്ചിൽ കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ പറയാം ആദ്യം. സോ നമ്മുടെ ഫസ്റ്റ് സെഷൻ, അതായത് നമ്മൾ ആദ്യം വരുന്നത് റാപ്പിഡ് റിവിഷനാണ് നമ്മൾ വരുന്നത്. അതായത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ എന്താണ് തിയറിയും പ്ലസ് പ്രോബ്ലംസും എല്ലാം. സോ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമ്മൾ എത്ര സമയം കുറച്ച് അല്ലെങ്കിൽ സ്റ്റെപ്സ് കുറച്ചുകൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. നമ്മളൊരു റിവിഷൻ സെനാരിയോയിലോട്ട് നിങ്ങൾ എല്ലാവരും കടന്നിട്ടുണ്ടാവും. സോ ആ റിവിഷനെ ഹെൽപ്പ് ചെയ്യാനും കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് റൈറ്റ് ക്വസ്റ്റ്യൻസ് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ പിന്നീട് രണ്ടാമത്തെ സെഷൻ, സോ റാപ്പിഡ് റിവിഷനിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ റിവൈസ് ചെയ്യും. പ്ലസ് പിന്നീട് മോക്ക് ടെസ്റ്റ് പേപ്പർ MTP, 2 MTP ഡിസ്കഷനാണ് വരുന്നത്. 2 MTP ഡിസ്കഷൻ നമ്മൾ ഇതേപോലെ തന്നെ ലൈവ് സെഷനിൽ ഉണ്ടാവും. പിന്നീട് നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് സൂപ്പർ 100 എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ കൂടെ നമ്മൾ എക്സാമിന് മുമ്പായിട്ട്, എക്സാമിന് വളരെ അടുത്ത് നിങ്ങളെല്ലാം റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് ഈ QAയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ മൊത്തത്തിൽ മാത്സിനെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും കൂടെ എടുത്ത് നമ്മൾ ഒരു ഡിസ്കഷൻ ഉണ്ടാകും. ദെൻ അതിനു മുമ്പ് നിങ്ങൾക്കറിയാവുന്നതാണ്, പുതിയ ഒരു സിലബസ് ചേഞ്ച് വന്നിട്ട് വരുന്ന ആദ്യത്തെ ഒരു എക്സാമാണ് നിങ്ങളുടെ മെയിലെ സ്റ്റുഡൻസ് ജേണലിൽ നമുക്കൊരു കറക്റ്റായിട്ടൊരു വെയിറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെയിറ്റേജിൻ്റെ ഇതിലാണ് നമ്മൾ നമ്മുടെ ഒരു ക്ലാസ് റാപ്പിഡ് റിവിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിൽ ഏറ്റവും വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് 14 മാർക്സിനാണ് പറഞ്ഞിരിക്കുന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് 14 മാർക്സ്. ദെൻ ഫസ്റ്റ് ചാപ്റ്റർ റേഷ്യോ, പ്രപ്പോർഷൻ, ഇൻഡീസസ് ആൻഡ് ലോഗരിതംസ് 5 മാർക്സിന്. ദെൻ തേർഡ് സെക്കൻഡ് ചാപ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻസ് 5 മാർക്സിന്. ദെൻ APGP സീക്വൻസ് ആൻഡ് സീരീസ് 4 മാർക്സ്. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അപ് ടു ദിസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് ഏരിയാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നീട് പറഞ്ഞിരിക്കുന്നത് 7th ചാപ്റ്റർ സെറ്റ്സ്, റിലേഷൻസ്, ഫങ്ഷൻസ്. സോ അവിടെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ന്യൂലി ഇൻസെർട്ടഡ് ആയിട്ടുള്ള ഒരേ ഒരു ഏരിയ വരുന്നത് നമ്മുടെ 7th ചാപ്റ്ററിലാണ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഏരിയ, അത് 4 മാർക്സിന്. ദെൻ ലീനിയർ ഇൻഇക്വാളിറ്റീസ് 1 മാർക്ക്. ദെൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ 4 മാർക്സ്. ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ് 3 മാർക്സ്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ് എന്നായിരുന്നു നമുക്ക് ഓൾഡ് സിലബസിൽ ഈ ഒരു ചാപ്റ്ററിന് പേരുണ്ടായിരുന്നത്. സോ റൈറ്റ് നൗ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ് എന്ന് മാറ്റിയിട്ട് എക്സ്ട്രാ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഡിഫറൻസിയേഷനെയും ഇൻ്റഗ്രേഷനെയും ആപ്ലിക്കേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു സെറ്റ് നമ്മുടെ വർക്ക് ബുക്ക് സ്റ്റഡി മെറ്റീരിയലിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെയും സോൾവ് ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റ് സോൾവ് ചെയ്തിട്ടുള്ള ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന ആഴ്ച തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് മാത്രമാണ്. ആപ്ലിക്കേഷൻ, അതായത്
ഡിഫറൻസിയേഷനെയും ഇൻ്റഗ്രേഷനെയും ആപ്ലിക്കേഷൻ വരുന്ന ആ ക്വസ്റ്റ്യൻസും നമ്മൾ അങ്ങനെയും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ 4th ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കാം, മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. സോ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നോർമലി ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ടൈം എടുക്കുന്നത്. ക്വസ്റ്റ്യൻ എൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഏരിയാസ് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് വായിക്കണം, ദെൻ ഉടനടി ഏത് ഫോമുല അപ്ലൈ ചെയ്യണം, ദെൻ വിത്തിൻ സെക്കൻഡ്സ്, ദാറ്റ് മീൻസ് നമുക്കൊരു 30 സെക്കൻഡ്സിൽ എങ്ങനെ, അല്ലെങ്കിൽ ലെസ് ദാൻ 1 മിനിറ്റ് നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. റിവിഷൻ പ്ലസ് ആ ഒരു സ്പീഡിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്, മാക്സിമം നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് റാപ്പിഡായിട്ട് നമുക്ക് തിയറി ആദ്യം ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഇവിടെ നോക്കാം, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് 14 മാർക്സ് എന്ന് പറയുന്നു. അതിനകത്ത് നമ്മൾ 2 സെഷനായിട്ടാണ് മേജർലി നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഇൻട്രസ്റ്റ്, ഓക്കെ, ഇൻട്രസ്റ്റ്, അതിനകത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ്, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ അടുത്തത് സെക്കൻഡ് പാർട്ട് ആനുവിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, അതിനകത്ത് ഫ്യൂച്ചർ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇത്രയും ഏരിയാസിൽ നിന്നാണ് നമുക്ക് ഒരു 14 മാർക്സ് ക്വസ്റ്റ്യൻ വരുന്നത്. 14 മാർക്സ്. സോ 14 to 15 ആയിരുന്നു നമ്മുടെ ഒരു സ്റ്റുഡൻസ് ജേണലിൽ മെയിൽ വന്നിരിക്കുന്ന, നിങ്ങളുടെ സ്റ്റുഡൻസ് ജേണലിലാണ് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്ര കറക്റ്റായിട്ട് എക്സ്പെക്റ്റഡ് മാർക്ക് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. സോ ജനറലി അത് ഏകദേശം ഫോളോ ചെയ്യാനാണ് ചാൻസ്. ദെൻ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് ഇൻട്രസ്റ്റ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദെൻ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് വെച്ചുള്ള വേറൊരു കോൺസെപ്റ്റ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഉണ്ടോ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമുക്കൊരു 7 മാർക്സ് വരെ വെയിറ്റേജ്, പകുതി ഔട്ട് ഓഫ് 14 നമുക്കൊരു 7 മാർക്സ് വരെ വെയിറ്റേജ് പ്രതീക്ഷിക്കാവുന്ന ഏരിയയാണ് ഇൻട്രസ്റ്റ്. അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇവിടെ നോക്കാം, എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞത്. നമുക്ക് നോർമലി അറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് മീൻസ് എന്താണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് computed on the principal for the entire period of borrowings. Entire period of borrowings, that is, it is calculated on outstanding principal balance and not on interest previously earned. That is, no interest is paid on interest earned during the period. So that means നമ്മൾ എത്രയാണോ നമ്മളൊരു ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ലോൺ എടുത്തു, സോ ഒരു 5,000 rupees ലോൺ എടുത്തു, 10% ഇൻട്രസ്റ്റ് റേറ്റിൽ 5 വർഷത്തേക്കാണ്, അല്ലെങ്കിൽ 5,000 rupees ഇൻവെസ്റ്റ് ചെയ്തു, 5 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് ഓരോ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഓരോ വർഷവും കിട്ടുന്നത് ഈ 5,000-ൻ്റെ മുകളിൽ 10%. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇയറിൽ എത്ര കിട്ടും? 5,000-ൻ്റെ 10% 500 ആണ്. 500 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് നോർമലി വരുന്ന ഒരു തോന്നലാണ്, നമുക്ക് ഫസ്റ്റ് ഇയറിൽ 500 rupees ഇൻട്രസ്റ്റ് കിട്ടിയല്ലോ. സോ ദാറ്റ് മീൻസ് ഓൾറെഡി ഞാൻ 5,000 rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ 500 കൂടെ ചേർത്ത് എനിക്ക് അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് കിട്ടണ്ടേ എന്ന് നോർമലി ഒരാൾക്ക് തോന്നുന്നതാണ്. സോ ഞാൻ 5,000 ആണല്ലോ ഇട്ടത്, നിങ്ങൾ 10% എനിക്ക് ഇൻട്രസ്റ്റ് തരുന്നല്ലോ, ആദ്യത്തെ വർഷം എനിക്ക് 500 രൂപ നിങ്ങൾ തന്നു, സോ രണ്ടാമത്തെ വർഷം 5,500 അവിടെ ഇല്ലേ. പക്ഷേ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, എന്താണ് എത്ര വർഷത്തേക്ക് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്താലും, എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും എന്തിൻ്റെ പുറത്ത് മാത്രം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതിനാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇനീഷ്യലി എത്രയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ പുറത്തുണ്ടോ, എത്ര വർഷത്തേക്ക്, 5 വർഷം 10 വർഷം എത്ര വർഷമാണെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എത്രയായിരിക്കും? തേർഡ് ഇയർ. അങ്ങനെ നോക്കിയാലും 500. ദാറ്റ് മീൻസ് ഒരു കോൺസെപ്റ്റ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്തായിരിക്കും? സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കും, സെയിം എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എല്ലാ വർഷവും കിട്ടുന്നുണ്ടോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണത്. ഡെഫിനിഷനായിട്ട് നമുക്ക് ചോദിക്കില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് മീൻസ് എന്താണ്, എത്ര വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും പ്രിൻസിപ്പൽ ആദ്യം ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് മാത്രം എല്ലാ പീരീഡിലും അല്ലെങ്കിൽ എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കിട്ടുന്നതിനാണ് എന്ത് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. അതാണ് കോൺസെപ്റ്റ്. ദെൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ 2 ഡയറക്റ്റ് ഫോർമുല. സോ എന്താണ് ഫസ്റ്റ് വൺ? I is equal to PIT. So where capital I,
നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയലിലെ ഫോമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. I is equal to PIT, ക്യാപിറ്റൽ I is equal to PIT. സോ ഇവിടെ ക്യാപിറ്റൽ I സ്റ്റാൻഡ്സ് ഫോർ സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട്, P പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, I ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം ഇൻ ഡെസിമൽസ്, T ടൈം പീരീഡ് ഇൻ ഇയേഴ്സ്. ദെൻ നെക്സ്റ്റ് ഒരു ഫോമുലയും കൂടാണ് നമ്മൾ ഡയറക്റ്റ് ഫോമുല അറിഞ്ഞിരിക്കേണ്ടത്. അക്യൂമുലേറ്റഡ് എമൗണ്ട്. അക്യൂമുലേറ്റഡ് എമൗണ്ട് ദാറ്റ് മീൻസ് P പ്രിൻസിപ്പൽ മീൻസ് എന്താണ്? പ്രിൻസിപ്പൽ മീൻസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ അക്യൂമുലേറ്റഡ് എമൗണ്ട് മീൻസ് എന്താണ്? ഇവിടെ ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ എടുക്കുകയാണെങ്കിൽ 5,000 rupees ഇൻവെസ്റ്റ് ചെയ്തു, 10% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. 5 വർഷത്തേക്കാണെങ്കിൽ എനിക്കുണ്ടോ ഫസ്റ്റ് ഇയറിൽ 500 ഇൻട്രസ്റ്റ് കിട്ടി, സെക്കൻഡ് ഇയറിൽ 500, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയറിൽ 500 ഉണ്ടോ. സോ അങ്ങനെ 5 വർഷം എത്രയാണ്? 500 rupees വെച്ചിട്ട് 5,000 rupees. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ വരുന്ന എമൗണ്ടിനാണ്. ദാറ്റ് മീൻസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ പ്ലസ് എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ഇതെല്ലാം കൂടെ ചേർന്ന്, അതായത് പ്രിൻസിപ്പൽ പ്ലസ് എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, അതിനെയാണ് എനിക്ക് എന്താണ്? ദാറ്റ് മീൻസ് ഞാൻ ഇനീഷ്യലി പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? തിരിച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി. അറ്റ് ദ എൻഡ് ഓഫ് സോ ആൻഡ് സോ പീരീഡ് എനിക്ക് എന്ത് തിരിച്ച് കിട്ടണം? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പലും കിട്ടണം, എനിക്ക് തന്ന ഇൻട്രസ്റ്റ് രണ്ടും കൂടെ ചേർത്ത് കിട്ടുന്ന ആ എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ അതിന് ഏത് ഫോമുല ചോദിക്കാം? ഏത് ഫോമുല എടുക്കാം? ഉണ്ടോ നമുക്ക് ജനറലി എന്ത് പറയാം? P+I. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് P+I അല്ല യൂസ് ചെയ്യേണ്ടത്. 2 ഫോമുല ഉണ്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താണ്? ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടില്ല ഇൻ ബിറ്റ്വീൻ പീരീഡ്. ദാറ്റ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ പുറത്ത് മാത്രമേ ഇൻട്രസ്റ്റ് കിട്ടൂ. അങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചോട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെൻ ഫസ്റ്റ് ഫോമുല സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോമുല I is equal to PIT, P into IT. ദെൻ അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ നമുക്ക് എന്താണ്? പ്രിൻസിപ്പലിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് P plus PIT. P കോമൺ എടുത്ത് എന്ത് വരും? P into 1 plus IT. ഉണ്ടോ നമ്മൾ 2 ഫോമുല എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടോ. കോൺസെപ്റ്റ് എല്ലാം നമുക്കറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് അറിയാം. ദെൻ 2 ഡയറക്റ്റ് ഫോമുല. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്തൊക്കെയായിരിക്കും അത്? I equal to ക്യാപിറ്റൽ I, ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് is equal to PIT. Then accumulated amount is equal to P into 1 plus IT. ക്ലിയർ? നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഫോമുല അത്രത്തോളം നമ്മൾ മെമ്മറൈസ് ചെയ്യണം. സോ നമ്മുടെ ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് ആൻസർ ചെയ്ത് എക്സാക്ട്, അതായത് കറക്റ്റ് ആൻസർ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അത്രത്തോളം കോൺഫിഡൻസ് ലെവലിലായിരിക്കണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടത്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോമുല 2 ഡയറക്റ്റ് ഫോമുല. I is equal to ക്യാപിറ്റൽ I is equal to PIT and A is equal to P into 1 plus IT. ദെൻ നമുക്ക് ഇതിനകത്ത് ഷോർട്ട് കട്ട് ഫോമുല ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മെയിൻലി 4 ഫോമുലയാണ്. ദെൻ നോക്കാം. ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഒരു സം ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഗീവൺ. ദെൻ ഒരു സമ്മ് ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം, അതിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഫോമുലയാണെന്ത്? 100 divided by I years. സോ ഇൻട്രസ്റ്റ് റേറ്റ് I നമുക്ക് ഗീവൺ ആണ്. ദെൻ സം ഓഫ് മണി ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം എന്താണ് ഫോമുല? 100 divided by I. ഇവിടെ ഷോർട്ട് കട്ട് ഫോമുലയാണ്. ദാറ്റ് മീൻസ് നമുക്കിവിടെ 7% ആണെങ്കിൽ I എന്നുള്ള എന്തായിട്ട് എടുക്കും? 7. I 10% നമുക്ക് ആ ഡെസിമലിലേക്കല്ല, ഷോർട്ട് കട്ട് ഫോമുലയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്, സമ്മ് ഡബിൾ ആകാൻ മീൻസ് എന്താണ്? എനിക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ടിനെ എന്താണ് വിളിക്കുന്നത്? അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ ഞാൻ P ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് തിരിച്ച് 2P കിട്ടാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ എടുക്കുന്ന ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നേരെ വേറെ ഒന്നിലേക്കും പോകരുത്. ഷോർട്ട് കട്ട് ഫോമുല എന്താണ്? 100 divided by I years. ദെൻ വേറൊരു ഫോമുല നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടോ. ഇൻട്രസ്റ്റിന് പകരം എന്ത് തന്നിരിക്കുന്നു? നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് നോൺ അല്ലെങ്കിൽ ഗിവൺ. ദെൻ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ ഡാഷ് റേറ്റ്. സം ഓഫ് മണി ഡബിൾ ആകാനായിട്ട് ഇത്ര വർഷം കൊണ്ട്, ഇത്ര പീരീഡ് കൊണ്ട്, ഇത്ര വർഷം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ സമ്മ് ഡബിൾ ആകും. ദാറ്റ് മീൻസ് ഇത്ര P ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് തിരിച്ച് കിട്ടുക മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട് 2P കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫോമുല ഷോർട്ട് കട്ട് ഫോമുല 100 divided by T. അത്രയും പെർസെൻറ്റേജ്. 100 divided by T പെർസെൻറ്റേജ്. ഓക്കെ. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട് ഫോമുല. 2
ഡയറക്റ്റ് ഫോമുല, 4-5 ഷോർട്ട് കട്ട് ഫോമുല. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റിലാകെ ഒറ്റ ഒരു കോൺസെപ്റ്റ്. എല്ലാ വർഷവും കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? സെയിം എമൗണ്ട് ആയിരിക്കും. ഈ 4 ഇത്രയും കോൺസെപ്റ്റ് അറിയാമെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഏത് ക്വസ്റ്റനും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ബട്ട് യൂസ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ട് സം ഓഫ് മണി ഡബിൾ ആകാൻ ജനറൽ മെത്തേഡിലേക്ക് പോകരുത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ട് സം ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം പീരീഡ് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ I, അത്രയും ഇയേഴ്സ്. ദെൻ ടൈം പീരീഡ് ആണ് തന്നിരിക്കുന്നത്. സം ഓഫ് മണി ഡബിൾ ആകാൻ വേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? 100 ഡിവൈഡഡ് ബൈ T, അത്രയും പെർസെൻറ്റേജ്. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് നോൺ. സോ ഡബിൾ ആകുന്ന മാത്രമാണോ? അല്ല. സോ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഗിവൺ, സം ഓഫ് മണി ബിക്കംസ് n ടൈംസ്. സോ ഞാൻ P ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് 5P കിട്ടണമെങ്കിൽ 5P കിട്ടണം. ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ എടുക്കുന്ന ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താണ്? n-1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ I, അത്രയും ഇയേഴ്സ്. n-1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ I, അത്രയും ഇയേഴ്സ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് തന്നാൽ സം ഓഫ് മണി ഇത്ര n ടൈംസ് ആകാൻ എടുക്കുന്ന ടൈം എത്രയാണ്? n-1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ I, അത്രയും ഇയേഴ്സ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോമുല, സം ഓഫ് മണി ബിക്കംസ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു സം n1 ടൈംസ് ആകാനായിട്ട് T1 ഇയേഴ്സ് n1 ടൈംസ് ആകാനായിട്ട് T1 ഇയേഴ്സ് എടുക്കുന്നു. n2 ടൈംസ് ആകാനായിട്ട് T2 ഇയേഴ്സ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. n1 ടൈംസ് ആകാനായിട്ട് T1 ഇയേഴ്സ്, n2 ടൈംസ് ആകാനായിട്ട് T2 ഇയേഴ്സ്. ദെൻ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് മിസ്സിംഗ് ഫിയർ, അല്ലെങ്കിൽ n1 ടൈംസ് ആകാൻ ഇത്രയും ടൈം എടുക്കുന്നു, n2 ടൈം ആകാനായിട്ട് എത്ര ടൈം എടുക്കുന്നു എന്നാൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ഫിഗർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി ചോദിക്കുന്നതാണ്. അവിടെ ഓരോന്നും കണ്ടുപിടിച്ച് സമയം കളയരുത്. അവിടെ യൂസ് ചെയ്യാവുന്ന നമ്മുടെ ഷോർട്ട് കട്ട് ഫോമുല എന്താണ്? T1 ഡിവൈഡഡ് ബൈ T2 വിൽ ബി ഈക്വൽ ടു n1 മൈനസ് 1 ഡിവൈഡഡ് ബൈ n2 മൈനസ് 1, n1 മൈനസ് 1 ഡിവൈഡഡ് ബൈ n2 മൈനസ് 1. ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമുല. സോ കോൺസെപ്റ്റ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് മീൻസ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് പ്രിൻസിപ്പളിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്. ഓരോ വർഷം പീരീഡിൽ ഇൻ ബിറ്റ്വീൻ പീരീഡ് അവർ തരുന്ന ഇൻട്രസ്റ്റിന് പുറത്ത് വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടില്ല. ദാറ്റ് മീൻസ് അവിടുന്ന് ഒരു കോൺസെപ്റ്റ് എന്താണ്? എല്ലാ വർഷവും കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെൻ 2 ഡയറക്റ്റ് ഫോമുല എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോമുല I ഈസ് ഈക്വൽ ടു PIT, ദെൻ അക്യൂമുലേറ്റഡ് എമൗണ്ട് A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് IT. ദെൻ ഷോർട്ട് കട്ട് ഫോമുല ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ സം ഡബിൾ ആകാൻ എടുക്കുന്ന ഇയേഴ്സ് എത്രയാണ്? 100 ഡിവൈഡ് ബൈ I ഇയേഴ്സ്. ദെൻ ടൈം പീരീഡ് ആണ് അറിയാമെങ്കിൽ സം ഡബിൾ ആകാൻ എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 100 ഡിവൈഡ് ബൈ T പെർസെൻറ്റേജ്. ദെൻ സം n ടൈംസ് ആവുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ ടൈം പീരീഡ് എത്ര വരും? n-1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ I ഇയേഴ്സ്. ദെൻ n1 ടൈംസ് ഒരു സം n1 ടൈംസ് ഇൻ T1 ഇയേഴ്സ് ആൻഡ് n2 ടൈംസ് ഇൻ T2 ഇയേഴ്സ്. ദെൻ വി ക്യാൻ യൂസ് ദ ഷോർട്ട് കട്ട് ഫോമുല T1 ഡിവൈഡഡ് ബൈ T2 ഈസ് ഈക്വൽ ടു n1 മൈനസ് 1 ഡിവൈഡഡ് ബൈ n2 മൈനസ് 1. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റിൽ. നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഒരേ ഒരു കോൺസെപ്റ്റ്, 2 ഡെഫിനിഷൻ, ദെൻ ഒരു കോൺസെപ്റ്റ്, 2 ഡയറക്റ്റ് ഫോമുല, 4-5 ഷോർട്ട് കട്ട് ഫോമുല. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഡിസ്കസ് ചെയ്തിട്ട് രണ്ടിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. ദെൻ നമുക്ക് അടുത്ത ഒരു സെഷനായിട്ട് ആനുവിറ്റി. ഓക്കെ, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ? സിമ്പിൾ ഇൻട്രസ്റ്റ് നോർമലി സ്റ്റുഡൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് ഡിഫറൻസ് ഉണ്ടോ? സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ പറഞ്ഞു എന്തിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടൂല. നമ്മളിപ്പോൾ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അവർ തരുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പീരീഡ് നമ്മളൊരു ലോങ് പീരീഡിലേക്കാണ് ഇടുന്നതെങ്കിൽ ഇൻ ബിറ്റ്വീൻ പീരീഡിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് എന്ത് തരില്ല? ഇൻട്രസ്റ്റ് തരില്ല. ബട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നത് പെർ ആനം ആയതുകൊണ്ട് ഇയർലി ആയിരുന്നു കോൺസെപ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ആക്ച്വലി ഇയർലി എന്നൊരു കോൺസെപ്റ്റേ ഇല്ല. അവിടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവിടെ ആക്ച്വലി സംടൈംസ് ഇയർലി വരാം, ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് എ ഇൻട്രസ്റ്റ് ദാറ്റ് അക്രൂസ് വെൻ ഏർണിംഗ്സ് ഫോർ ഈച്ച് സ്പെസിഫൈഡ് പീരീഡ് or conversion period. Each specified period or conversion period. Each specified period or conversion period. ഓരോ specified periodilum conversion period of time added to principal, thus increasing the principal base on which subsequent interest is computed. So that means
കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താണ്, ഓരോ കൺവേർഷൻ പീരീഡിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ഓരോ കൺവേർഷൻ പീരീഡിലേക്ക് ഇൻട്രസ്റ്റിനെ കൊണ്ടുവരണം. നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നത് ഇയർലി ആയിരിക്കാം, ബട്ട് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം, കൺവേർഷൻ ഉണ്ടാവും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്ത് കോൺസെപ്റ്റ് ഇല്ല, ഇയർലി എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. സംടൈംസ് ഇയർലി ആകാം. അതെന്താണ്, കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ് ഇയർലി ആകുമ്പോഴാണ് നമ്മൾ എന്തെടുക്കുന്നത്, ആ ഒരു ഇയർലി റേറ്റ് എടുക്കുന്നത്. നോർമലി എന്താണ്, മോർ ദാൻ വൺസ് ഇൻ എ ഇയർ, ദാറ്റ് മീൻസ് കോമ്പൗണ്ടഡ്. എന്താണ് കോമ്പൗണ്ട് ചെയ്യുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന എപ്പോഴാണ്, ഈച്ച് സ്പെസിഫൈഡ് പീരീഡ്, ഓരോ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് എന്താണ്, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് അടുത്ത കൺവേർഷൻ പീരീഡിലേക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന എന്തിൻ്റെ പുറത്തായിരിക്കും, ഈ ഇൻക്രീസ് ചെയ്ത പ്രിൻസിപ്പലിൻ്റെ പുറത്ത്. അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ ഈസ് കോമ്പൗണ്ടഡ്. ദാറ്റ് മീൻസ് ഓരോ ഇയർ അല്ല, ഓരോ കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡിലും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് എന്ത് കണ്ടുപിടിക്കും, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇവിടെ അപ്പോൾ ഒരു തോന്നൽ വരാം, എന്താണ് ഈ കൺവേർഷൻ പീരീഡ്? ദ പീരീഡ് അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ്. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കോമ്പൗണ്ടിങ്. സോ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്ന ആ പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്, കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, പ്രിൻസിപ്പൽ റിമൈൻസ് ദ സെയിം ത്രൂ ഔട്ട് ദ പീരീഡ്. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് മാത്രമാണ്. ബട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോഴോ ഉണ്ടോ, ഇയർ എന്നൊരു വേർഡ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. ഓരോ കൺവേർഷൻ പീരീഡിലും ഓരോ സ്പെസിഫൈഡ് പീരീഡിലും നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും. എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യും, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻക്രീസ് ചെയ്ത പ്രിൻസിപ്പലിൻ്റെ പുറത്ത് എന്താണ്, അടുത്ത കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ദെൻ അതെന്ത് ചെയ്യും, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കേസ് തന്നെ 5,000 rupees 5,000 at 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി എന്നാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ആനുവലി അതായത് ഉണ്ടോ, ഇവിടെ കോമ്പൗണ്ട് ചെയ്യുന്ന എപ്പോഴാണ്, ഉണ്ടോ, കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ് മീൻസ് എന്താണ്, ദ പീരീഡ് അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ്. ഇവിടെ കോമ്പൗണ്ട് ചെയ്യുന്നതാണ് ഓരോ വർഷത്തിലാണ്. ദാറ്റ് മീൻസ് ഒരു വർഷമാണ് ഇവിടുത്തെ കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ്. സോ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്, ജസ്റ്റ് ഒരു സെനാരിയോ പറയുകയാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടും, 10% ഉണ്ട്. ഒരു വർഷത്തേക്ക് കണ്ടുപിടിക്കുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് എത്രയാണ്, 500 കിട്ടി ഉണ്ടോ, നമ്മൾ നേരത്തെ ഇതുപോലെ. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റിൽ അടുത്ത വർഷവും എന്തിൻ്റെ പുറത്ത് തന്നെയായിരുന്നു നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചത്, 5000. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് കൺവേർഷൻ പീരീഡിൽ എത്ര കിട്ടും, 5000 + 500. ഇതിൻ്റെ 10% ആയിരിക്കും അടുത്ത പീരീഡിൽ കിട്ടുന്നത്. 5500-ൻ്റെ 10%. സോ 5000 സെക്കൻഡ് ഇയറിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കിട്ടും, 5500-ൻ്റെ 10% 550. സോ 550 എന്ത് ചെയ്യും, ഈ 5500-ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യും. 5500-ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഇൻക്രീസ് ചെയ്ത പ്രിൻസിപ്പലിൻ്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് പോകും. അതാണ് എന്ത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്താണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്, എന്തിൻ്റെ പുറത്താണ്, ഓരോ സ്പെസിഫൈഡ് പീരീഡിലും എന്താണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് തൊട്ട് മുമ്പുള്ള വാല്യൂ അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അടുത്ത പീരീഡിലേക്ക് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, അടുത്ത കൺവേർഷൻ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ക്ലിയർ? സോ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആണോ? ദെൻ ഇനി നമുക്ക് ഫോർമുലയിലേക്ക് വരാം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് A is equal to P into 1 plus I the whole raised to n. A is equal to P into 1 plus I the whole raised to n. A is equal to P into 1 plus I the whole raised to n. So ഇവിടെ A എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അക്യൂമുലേറ്റഡ് എമൗണ്ട്.
സോ പി എന്താണ് പ്രിൻസിപ്പൽ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം പ്രിൻസിപ്പൽ ഇൻ ദ സെൻസ് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ദെൻ 1 + i ദ ഹോൾ റേഷ്യോ n. ഇവിടെ ഐയും എന്നും ആണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കട്ടെ, ഒരേ ഒരു കാര്യമാണ് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ. അതായത് കോമ്പൗണ്ടഡ് ആനുവലി ആണോ, കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണോ, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണോ, അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് മന്ത്ലി ആണോ. സോ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, ഐയും എന്നും തീരുമാനിക്കുന്നത്. സോ ഐ ഫോമുല എന്താണ്, ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ് ഇൻ എ ഇയർ. ദാറ്റ് മീൻസ് നമുക്ക് കണ്ടോ, നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന വർഷത്തിലേക്കല്ല, ഒരു കൺവേർഷൻ പീരീഡിലാണ്. കണ്ടോ, എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നത് പെർ ആനം 10% പെർ ആനം. ബട്ട് കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ നമുക്ക് 6 മാസത്തെ ഇൻട്രസ്റ്റ് വേണം. ദാറ്റ് മീൻസ് എന്താണ്, ഒരു വർഷത്തേക്ക് 10% ആണെങ്കിൽ 6 മാസത്തെ കണ്ടുപിടിക്കേണ്ട എന്താണ്, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതേപോലെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ്. അതെങ്ങനെ കണ്ടുപിടിക്കും, തന്നിരിക്കുന്ന പീരീഡ് അല്ലെങ്കിൽ ഇയേഴ്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തെ കൺവേർഷൻ പീരീഡ്സിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, n കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കേട്ടോ, ഈ ഐയും എന്നും മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് എന്തിൻ്റെ ബേസിസിലാണ്, ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ. സോ അതാണ് തൊട്ട് താഴെ തന്നിരിക്കുന്നത്. നമുക്ക് 2 ഫോമുല ശ്രദ്ധിക്കാം. എ ഈസ് ഈക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ 2 സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പോലെ 2 ഫോമുല. എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i ദ ഹോൾ റേഷ്യോ n. ദെൻ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് എക്സ്ട്രാ കിട്ടിയ ബെനിഫിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ്. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എന്താണ്, ഇനീഷ്യലി ഉണ്ടോ, അതിനകത്ത് കോമ്പൗണ്ട് ചെയ്യുന്നത് ഞാൻ ഓരോ തവണ എടുത്തിട്ടല്ല, ആ ഇൻട്രസ്റ്റ് റേറ്റ് അവർ തന്നെയാണ് എന്ത് തരുന്നത്, ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് തരുന്നത്. ദാറ്റ് മീൻസ് എനിക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ട് മൈനസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതാണല്ലോ എൻ്റെ എക്സ്ട്രാ ബെനിഫിറ്റ്. ഇവിടെ നമുക്ക് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ ഇവിടെ എങ്ങനെ എഴുതാതെ, എ എന്ന് പറഞ്ഞാൽ ഫോമുല എന്താണ്, പി ഇൻറ്റു 1 + i ദ ഹോൾ റേഷ്യോ n മൈനസ് പി. സോ ദാറ്റ് മീൻസ് പി കോമൺ എടുത്താൽ എന്ത് വരും, 1 + i ദ ഹോൾ റേഷ്യോ n മൈനസ് 1. 1 + i ദ ഹോൾ റേഷ്യോ n മൈനസ് 1. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്താണ്, ഓരോ കൺവേർഷൻ പീരീഡിലും ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുള്ളതാണ് കോൺസെപ്റ്റ്. ദെൻ 2 ഡയറക്റ്റ് ഫോമുല എന്താണ്, എ ഈസ് ഈക്വൽ ടു അക്യൂമുലേറ്റഡ് എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i ദ ഹോൾ റേഷ്യോ n. സോ എ എന്താണ്, അക്യൂമുലേറ്റഡ് എമൗണ്ട്, പി പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഏറ്റവും ഇനീഷ്യലി ഉള്ള എമൗണ്ട്, 1 + i എപ്പോഴും നമുക്ക് എന്താണ്, നമ്മൾ ഇയർലി അല്ല, ഇയർലി എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം എത്ര കോമ്പൗണ്ടഡ് ആനുവലി ആണോ, സെമി ആനുവലി ആണോ, ക്വാർട്ടർലി ആണോ, അതനുസരിച്ച് എന്ത് ചെയ്യണം, ഐയും എന്നും നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ അതാണ് തൊട്ട് താഴെ തന്നിരിക്കുന്നത് നമ്മുടെ ഫോമുല. ഇഫ് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്, ഇയർലി ആണെങ്കിൽ ഉണ്ടോ. സോ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ് ഇയർലി ആവുകയാണെങ്കിൽ എന്ത് വരും നമ്മുടെ ഫോമുല, എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i ദ ഹോൾ റേഷ്യോ 1 × t. ഇവിടെ i/1, അതുകൊണ്ട് ഒരു ചേഞ്ചും വരത്തില്ല, ആസ് ഇറ്റ് ഈസ്. ബട്ട് കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ എങ്ങനെ മാറും, എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i/2 ദ ഹോൾ റേഷ്യോ 2t. 2 തവണ. സോ നമ്മൾ എത്ര ഉണ്ട്, കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ് എത്ര ഉണ്ടാവും, 6 മാസത്തെ 2 പീരീഡ് അല്ലേ. സോ നമുക്ക് ഐ എപ്പോഴും തരുന്നത് വർഷത്തിലേക്കാണ്, നമുക്ക് 6 മാസത്തേക്ക് വേണം. അതുകൊണ്ട് നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദ ഹോൾ റേഷ്യോ നമുക്കിപ്പോൾ ഇത്ര ടി ഇയേഴ്സ് തന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് എന്താണ്, ഇയേഴ്സ് അല്ല വേണ്ടത്, ടോട്ടൽ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഫോമുല എന്ത് വന്നു, കോമ്പൗണ്ടഡ് സെമി ആനുവൽ ആണെങ്കിൽ ഫോമുല എങ്ങനെ മാറണം, എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i/2 ദ ഹോൾ റേഷ്യോ 2t. ദെൻ നെക്സ്റ്റ് വൺ, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ട്, 4 ക്വാർട്ടർ അല്ലേ. സോ 3 മാസത്തിൻ്റെ 4 ക്വാർട്ടർ. ക്വാർട്ടർലി ആണെങ്കിൽ നമുക്ക് 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. സോ അതുകൊണ്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 12 മന്ത്സ് അല്ലേ ഒരു വർഷത്തിൽ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ എങ്ങനെ മാറും ഫോമുല, എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i/4 ദ ഹോൾ റേഷ്യോ 4t. ടി എ ടൈം പീരീഡിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4 ഉണ്ട്. ദെൻ കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിൽ നമുക്ക് ഇയർലി ഐ എപ്പോഴും തരുന്നത് പെർ ആനം ഇയർലി ആണ്. നമുക്ക് എന്താണ്, കോമ്പൗണ്ട് ചെയ്യുന്ന ഓരോ മാസമാണ് കോമ്പൗണ്ട് മന്ത്. ദാറ്റ് മീൻസ് ഓരോ മാസത്തെയും ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ എത്രയാണ്, അത്രയും പീരീഡ്സ് കഴിയുമ്പോൾ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്ത് വരും, എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i/12 ദ ഹോൾ റേഷ്യോ 12t. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട്
ഏത് ഫോമുല എടുക്കണം? സോ കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ നോ ചേഞ്ച്, എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i ദ ഹോൾ റേസ് ടു ടി അല്ലെങ്കിൽ എന്നും സെയിം എടുക്കാം. കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ എങ്ങനെ മാറും? എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i/2 ദ ഹോൾ റേസ് ടു 2t. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിലോ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ റേസ് ടു 4t. ദെൻ കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിൽ a is equal to p into 1 + i/12 the whole raised to 12t. Okay, so ഇത്രയേ ഉള്ളൂ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഡയറക്റ്റ് ഫോമുല. 2 ഫോമുല. a is equal to p into 1 + i the whole raised to n. i യും n ഉം ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചേഞ്ച് ആകും. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല p into 1 + i the whole raised to n - 1. ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തേക്കണം, അല്ലാണ്ട് a മൈനസ് പി എന്നൊക്കെ എഴുതി സമയം കളയരുത്. ഇതിലേതെങ്കിലും എല്ലാം തന്നിരിക്കും, ഒരെണ്ണം മിസ്സിംഗ് ഫിയർ ആയിരിക്കും. നമുക്ക് ലെസ് ദാൻ 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സ്, അര മിനിറ്റിൽ താഴെ ചെയ്യണം. നോക്കട്ടോ, 14 ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഫോമുലാസ് കോൺസെപ്റ്റ് പ്ലസ് ഫോമുല അറിയാമെങ്കിൽ ലെസ് ദാൻ 30 സെക്കൻഡ്സ് എന്നാലും ചെയ്യാം. നമുക്ക് 7 മിനിറ്റ് മതി നമുക്ക് 14 മാർക്ക് സ്കോർ ചെയ്താൽ. ഒബ്വിയസ്ലി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അത്രയും ടൈം കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ വേറെ ഏതെങ്കിലും വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ആഡിക്വേറ്റ് ടൈം യൂസ് ചെയ്ത് ചെയ്യാം. ഒരിക്കലും നമുക്ക് എന്താണ് ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞൊരു ആൻസർ പിക്ക് ചെയ്യേണ്ടി വരില്ല. ആഡിക്വേറ്റ് ടൈം നമുക്ക് കിട്ടും. അതിന് ഉണ്ടാവേണ്ടത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി പ്ലസ് ഫോമുലയിൽ അത്രത്തോളം ഗ്രിപ്പ്. കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി ഫോമുല മെമ്മറൈസ് ചെയ്യാം. ക്ലിയർ അല്ലേ ഫോമുല? ദെൻ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഷോർട്ട് കട്ട് ഫോമുലാസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുണ്ട്. നോക്കാം. സം ഓഫ് മണി ബിക്കംസ് n ടൈംസ്. സമ്മ് എത്രയാവും? n ടൈംസ് ഇൻ t ഇയേഴ്സ്. ദെൻ ഈ സം തന്നെ സം ബിക്കംസ് n റേസ്ഡ് ടു n ടൈംസ്, n റേസ്ഡ് ടു m ടൈംസ് ഇൻ ആണ്. നമുക്കുണ്ടോ ഇത് ഈ ഒരു ഷോർട്ട് കട്ട് ഫോമുല അറിഞ്ഞിരിക്കണം. അത്രത്തോളം നമുക്ക് തവണ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ സമ്മ് n ടൈംസ് ആകുന്ന t ഇയേഴ്സ് കൊണ്ടാണെങ്കിൽ n റേസ്ഡ് ടു m ടൈംസ് ആകാനായിട്ട് എടുക്കുന്ന ടൈം എന്താണ്? m ഇൻറ്റു t, അത്രയും ഇയേഴ്സ്, m ഇൻറ്റു t ഇയേഴ്സ്. സം ഓഫ് മണി ബിക്കംസ് n ടൈംസ് ഇൻ t ഇയേഴ്സ്, ദെൻ n റേസ്ഡ് ടു m ടൈംസ് ഇൻ m ഇൻറ്റു t ഇയേഴ്സ്. ദെൻ അതാണ് നമുക്ക് ഫസ്റ്റ് ഷോർട്ട് കട്ട് ഫോമുല. ദെൻ ഒബ്വിയസ്ലി നമുക്ക് ചോദിക്കുന്നത് ഡിപ്രീസിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ. നിങ്ങൾ ഓൾറെഡി അക്കൗണ്ടിങ്ങിൽ പഠിച്ചാണ്. നമ്മളിവിടെ ചോദിക്കുന്നത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അല്ല, ഡിപ്രീസിയേഷൻ കുറച്ച് വരുന്ന ഡിമിനിഷിങ് മെത്തേഡ്. ദാറ്റ് മീൻസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഫോമുല c ഇൻറ്റു 1 + i. സോ ഒരു കോസ്റ്റ് ഉള്ള ഒരു അസറ്റ് വാങ്ങിച്ചു, ഡിപ്രീസിയേഷൻ റേറ്റ് i ആണെങ്കിൽ n ഇയേഴ്സ്, അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോഴുള്ള സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഷോർട്ട് കട്ട് ഫോമുല എന്താണ്? സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ WDV is equal to c ഇൻറ്റു 1 - i the whole raised to n. ദാറ്റ് മീൻസ് ഓരോ പീരീഡിലും എങ്ങനെ കിട്ടും എന്ന്, ഓരോ പീരീഡിലും കുറഞ്ഞു വരുന്നത്. സോ ക്വസ്റ്റ്യൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ സെറ്റിൻ്റെ PDF ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ CA ഫൗണ്ടേഷൻ ടൈറ്റൻ ബാച്ച് ജൂൺ 24 ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമുക്കുള്ളത് ഫസ്റ്റ് ഷോർട്ട് കട്ട് ഫോമുല n ടൈംസ് ഇൻ t ഇയേഴ്സ്, ദെൻ n റൈസ് ടു m ടൈംസ് ഇൻ m ഇൻറ്റു t ഇയേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഇസ് ഈക്വൽ ടു c കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 1 - i ദ ഹോൾ റേസ് ടു n, 1 - i ദ ഹോൾ റേസ് ടു n. ദെൻ ഇനിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻ. ഇതും കൂടെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളുള്ള. ആക്ച്വലി കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നു, ബട്ട് ആക്ച്വലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ഷോർട്ട് ചെയ്യാം. ദെൻ റിലേഷൻ ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ ഫസ്റ്റ് ഇയറിൽ വരികയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു വർഷത്തേക്കുണ്ട്. എപ്പോഴും നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ട്രിക്ക്, അതായത് ഒരു വർഷത്തേക്ക്
സിമ്പിൾ ഇൻട്രസ്റ്റോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരു ഫോമുലയും യൂസ് ചെയ്യേണ്ട, പി ഇൻറ്റു ഐ. ദാറ്റ് മീൻസ് എത്രയാണോ പ്രിൻസിപ്പൽ അതിനെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു വർഷത്തേക്ക് കേട്ടോ, ഒരു വർഷത്തേക്ക്. സോ ദാറ്റ് മീൻസ് അതോ ആ വർഷത്തിൻ്റെ തുടക്കമുള്ള അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള പ്രിൻസിപ്പൽ എത്രയാണോ അതേ ഇൻറ്റു ഐ. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്കറിയാം എല്ലാ വർഷവും സെയിം എമൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്താണ് പി ഇൻറ്റു ഐ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ വരുന്നത്. ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇയറിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും നമ്മൾ ഡിഫറൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റും ഇല്ല. ബട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താണ്? ഇത് ഇപ്പോൾ ഈ പറയുന്ന റിലേഷൻ എല്ലാം തന്നെ കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലാണ് കേട്ടോ. കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലാണ് ഈ പറയുന്ന റിലേഷൻ എല്ലാം വരുന്നത് കോമ്പൗണ്ടഡ് ആനുവലി. സോ ഫസ്റ്റ് ഇയറിൽ രണ്ടും സെയിം ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മളുടെ ഡിഫറൻസ്, ഒബ്വിയസ്ലി നമ്മൾ അവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് എടുക്കാൻ കാര്യം രണ്ടാമത്തെ വർഷത്തേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ. ബിക്കോസ് ഫസ്റ്റ് കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ കിട്ടിയ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആ ഇൻക്രീസ് ചെയ്തതിൻ്റെ പുറത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ദെൻ ഫോർ 3 years ആണെങ്കിലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻ. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമ്മൾ 3 ഷോർട്ട് കട്ട് ഫോർമുലാസ് ആണ് പറയുന്നത്. Sum of money becomes n times in t years, then n raised to m times in m into t years, then WDV അല്ലെങ്കിൽ scrap value of an asset C into 1 minus I the whole raised to n, where C is the cost of asset, നമ്മൾ പർച്ചേസ് ചെയ്ത കോസ്റ്റ്, I depreciation rate of depreciation, n life of asset. Then compound interest and simple interest നമ്മൾ relation if compounding is done annually. ഫസ്റ്റ് ഇയറിൽ രണ്ടും സെയിം ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് ഉണ്ടോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വലുതായതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years ഫോമുല എന്തോരും ഷോർട്ട് കട്ട് ഫോമുല പി ഐ സ്ക്വയർ. ദെൻ 3 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് ഫോർ 3 years വിൽ ബി പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. ഓക്കെ, സോ ഇത്രയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ റിലേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ ആണോ? ദെൻ ഒരേ ഒരു കാര്യം കൂടാണ് നമുക്ക് ഇൻട്രസ്റ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ അതിന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മളൊരു ഫോമുല നമ്മൾ തിയററ്റിക്കലി നമ്മൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദ ആനുവൽ ഇക്വലന്റ് റേറ്റ്. ദാറ്റ് മീൻസ് ഒരു വർഷം ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്താൽ ഒരു കോമൺ മാൻ, ഒരു സാധാരണക്കാരന് ആക്ച്വലി എനിക്ക് എത്ര ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടിയെന്നല്ല, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് തന്നു എന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണെന്ത്. അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. സോ അവരോട് സാധാരണക്കാരനോട് വന്നിട്ട് വി ആർ ഗീവിങ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. അയാൾ ചോദിക്കും എനിക്ക് ഒരു വർഷം നിങ്ങൾ എത്ര ശതമാനം ഇൻട്രസ്റ്റ് തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്യുന്നതിന് ഒരു വർഷത്തെ ഈക്വലൻ്റ് ആക്കി മാറ്റുന്ന ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരൊറ്റ ഫോമുല ഇ ഈസ് ഈക്വൽ ടു 1 plus I the whole raised to n minus 1 into 100. E is equal to 1 plus I the whole raised to n minus 1 into 100. E is equal to 1 plus I the whole raised to n minus 1 into 100 എടുക്കുന്നത്. അണ്ട് നമുക്ക് ഡെസിമലിൽ കിട്ടും. ഈ എഫക്റ്റീവ് റേറ്റ് നമുക്കൊരു പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്റു 100. ക്ലിയർ? ഇത്രേ ഉള്ളൂ. കോൺസെപ്റ്റ് വൈസും ഫോമുല വൈസും ഉണ്ട്. ആകെ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിൽ നിന്നാണ് 7 മാർക്ക് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ഇത്രയും കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടി ഫോമുല മെമ്മറൈസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം? 7 മാർക്ക് സ്കോർ ചെയ്യാം. സോ 7 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എന്താണ്? പ്രോബ്ലത്തിലെ സ്പീഡാണ് വേണ്ടത്. നമ്മളിനി പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്,
എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഡെഫിനിഷൻ പ്ലസ് ഒരു കോൺസെപ്റ്റ് ഡെഫിനിഷൻ ദെൻ കോൺസെപ്റ്റ് എന്താണ്, എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും, സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് സെയിം ആയിരിക്കും. ദെൻ 2 ഡയറക്റ്റ് ഫോമുല, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമുലയും അക്യൂമുലേറ്റഡ് എമൗണ്ടിൻ്റെ ഫോമുലയും. ദെൻ 4 ഷോർട്ട് കട്ട് ഫോമുല, അതേപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഡെഫിനിഷൻ, ദെൻ 2 ഡയറക്റ്റ് ഫോമുല, 4 ഷോർട്ട് കട്ട് ഫോമുല, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഒരു ഫോമുല. ക്ലിയർലി? സോ ഇതിൻ്റെ പ്രോബ്ലംസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ക്വസ്റ്റ്യൻ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈം നമുക്ക് എപ്പോഴും ആവരുണ്ടോ. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കഴിയുന്നതും നിങ്ങളത് പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ ഏരിയ ഉണ്ടോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ അത് മനസ്സിലാക്കണം ഉണ്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ, ഒരു സിംഗിൾ ഫോമുല അപ്ലൈ ചെയ്യാൻ വേണം. ക്വസ്റ്റ്യനിൽ നിന്ന് വാല്യൂസ് പെറുക്കി അതിനകത്തേക്ക് ഇടണം. ദെൻ ആൻസർ, കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ആൻസർ. അതാണ് നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ പ്രാക്ടീസ് ചെയ്യുള്ളൂ. വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി, ഒരു ഫോമുല ഉണ്ട്, അതെനിക്കറിയാം, അപ്ലൈ ദാറ്റ് ഫോമുല അല്ലെങ്കിൽ അപ്ലൈ ദാറ്റ് കോൺസെപ്റ്റ്, ദെൻ കാൽക്കുലേറ്ററിൽ മാത്രം ആൻസർ. നോക്കാം. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. Then നോക്കാം. A sum of rupees 720 amounts to rupees 1044 in 5 years. What is the rate of interest percentage per annum? കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. What sum will amounts to rupees 2363.50 in 7 years at the same rate. ഇവിടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ ചേർത്തേക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് ഈ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം നമുക്ക്. എന്താണ് 720 rupees amounts to 1044. ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, 720 amounts to, ദാറ്റ് മീൻസ് ഞാൻ 720 ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ട് 1044. തിരിച്ച് കിട്ടുന്ന അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പീരീഡിൻ്റെ എൻഡിൽ എനിക്ക് തിരിച്ച് കിട്ടുന്നത് 1044 മീൻസ് എന്താണ്, എൻ്റെ അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ്. എമൗണ്ട്സ് ടു, എനിക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ട് എന്താണ്, അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോമുല എന്താണ്, ഒരു സിംഗിൾ ഫോമുല A is equal to P into 1 plus IT. ഓക്കെ, നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. A എത്രയാണ് ഇവിടെ, 1044 ഈക്വൽ ടു 720 ഇൻറ്റു 1 പ്ലസ് 5i. I കണ്ടുപിടിക്കണം. കാൽക്കുലേറ്ററിൽ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണം. സോ എങ്ങനെയാണ് കാൽക്കുലേറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്നത്? 1044നെ 720 ഡിവൈഡ് ചെയ്യണം. അതെത്രയാണ് വാല്യൂ എന്നൊന്നും പേർക്ക് എഴുതാൻ നിൽക്കരുത്. നേരെ എന്ത് ചെയ്യുക, 1044 ഡിവൈഡഡ് ബൈ 720. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഇങ്ങോട്ട് വന്നു. ദെൻ പിന്നീട് എന്താണ് മിച്ചമുള്ളത്, 1 പ്ലസ് 5i ആണ്. 1 LHSലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് പ്ലസ് ആയതുകൊണ്ട് എന്താവും, -1. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5i കിട്ടി. i കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ഇപ്പോൾ കിട്ടിയ കാൽക്കുലേറ്ററുള്ള വാല്യൂവിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ എത്ര കിട്ടും ആൻസർ, i is equal to 0.09 എന്ന് കിട്ടണം. കാൽക്കുലേറ്ററിൻ്റെ ഒറ്റ സ്ട്രെച്ചിൽ, അല്ലാണ്ട് ഇൻ ബിറ്റ്വീൻ വാല്യൂ എഴുതി നമുക്ക് സ്റ്റെപ്പിന് നമുക്ക് ഒരു മാർക്കും ഇല്ല. ഇൻ ബിറ്റ്വീൻ വാല്യൂ എഴുതി സമയം കളയരുത്. 0.09 ദാറ്റ് മീൻസ് 9%. നമുക്കൊരു ആൻസർ കിട്ടി. 9% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 9%. ദെൻ നോക്കാം, നമുക്ക് 9% ഉള്ള 2 ചോയ്സ് ഉണ്ട്. ഒരു ചോയ്സേ ഉള്ളൂവെങ്കിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ചോയ്സ് പിക്ക് ചെയ്യാമായിരുന്നു. അതൊക്കെ നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. ബട്ട് നമുക്ക് 9% രണ്ട് ചോയ്സ് വന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് സം വിൽ എമൗണ്ട്സ് ടു 2363.50 in 7 years at the same rate of interest. ഏതാണ് ഈ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇൻട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. എന്താണ്, ഒരു കാര്യം കണ്ടുപിടിക്കണം, അത് യൂസ് ചെയ്ത്
ഒരു വാല്യൂയും കൂടെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സ്ഥിരമായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മേജർലി സിമ്പിൾ ഇൻട്രസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് യൂസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? പ്രിൻസിപ്പൽ ദാറ്റ് സം കണ്ടുപിടിക്കണം. എന്താണ്? 7 വർഷം കൊണ്ട് ആ സം എത്രയാകും? എമൗണ്ട്സ് ടു 2363 പോയിന്റ്. ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് ഏതോ ഒരു സം ഇൻവെസ്റ്റ് ചെയ്താൽ എമൗണ്ട്സ് ടു അക്യൂമുലേറ്റഡ് എമൗണ്ട്, അതായത് 2363.50 കിട്ടും. ഏതോ ഒരു സമ്മ് 1 പ്ലസ് ഐ എത്രയാണ്? നമുക്കിവിടെ 0.09 എത്ര 7 ഇയേഴ്സിലേക്ക്. പി കണ്ടുപിടിക്കണം. ഒറ്റയടിക്ക് ചെയ്യണം കാൽക്കുലേറ്ററിൽ. എങ്ങനെയാണ്? സോ ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ കണ്ടുപിടിക്കണം. പി മീൻസ് എന്താണ്? ഇതിനെ ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് 0.09 into 7. സോ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ 0.09 into 7 then പ്ലസ് 1 ഈക്വൽ അടിക്കേണ്ട 1.63 എന്ന് വരും. അത് വാല്യൂ എഴുതാൻ നിൽക്കരുത്, അത് നേരെ എം പ്ലസ് ചെയ്യുക. 2363.5 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ എത്ര കിട്ടും? 1450. therefore ആൻസർ 1450. 9% and 1450. ഓക്കെ, കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. സ്പീഡിൽ ചെയ്യുക. നിങ്ങൾ തന്നെ ചെയ്യണം. എൻ്റെ ഒരു ഇൻപുട്ടോടുകൂടി നിങ്ങൾക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടണം. ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ഇത്രയും ചുരുങ്ങിയ ടൈമിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. At what rate will a sum of money double itself with simple interest in 16 years? നമ്മുടെ ഷോർട്ട് കട്ട് ഫോർമുല ഏതോ ഒരു സം ഓഫ് മണി ഡബിൾ ആകാനായിട്ട് 16 വർഷം. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചോദിച്ചിരിക്കുന്നു. നമുക്ക് ഏത് ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യാം? 100 ഡിവൈഡഡ് ബൈ ഇയർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് അത്രയും പേഴ്സൻറ്റേജ് ഇത്രയാണ്. ഇവിടെ യൂസ് ചെയ്ത ഫോർമുല 100 ഡിവൈഡഡ് ബൈ ടി അത്രയും പേഴ്സൻറ്റേജ് എത്ര കിട്ടും? 100 ഡിവൈഡഡ് ബൈ 16 എത്ര കിട്ടി? ആൻസർ 6.25%. 6.25%. ഓക്കെ, കിട്ടിയ ആൻസർ 6.25% ഉണ്ടോ? വിത്തിൻ സെക്കൻഡ്സ്. അതർവൈസ് നമ്മൾ നോർമൽ ജനറൽ മെത്തേഡൊക്കെ അപ്ലൈ ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്കുണ്ടോ സം ഓഫ് മണി ഡബിൾ ആകുവാണെങ്കിലും ട്രിപ്പിൾ ആകുവാണെങ്കിലും n ടൈംസ് ആകുവാണെങ്കിലും എല്ലാം നമുക്കറിയാം. ഇൻട്രസ്റ്റ് ആണ് തരുന്നെങ്കിൽ 100 ഡിവൈഡഡ് ബൈ ഐ അത്രയും ഇയേഴ്സ്. ടൈം പീരീഡ് ആണ് തരുന്നെങ്കിൽ 100 ഡിവൈഡഡ് ബൈ ടി ടൈം അത്രയും പെർസെൻറ്റേജ്. ദെൻ നെക്സ്റ്റ് വൺ, sum of money triples itself in 80 years. In how many years? It will be 5 times simple interest. Now sum of money triples. So that means okay, n1 എത്രയാണ്? 3 times in 8 t1 8 years and എത്രയാണ് sum of money? n2 how many years? It will be 5 times in t2 കണ്ടുപിടിക്കണം. നമുക്കിതിന് ഏത് ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യാം? t1 ഡിവൈഡഡ് ബൈ t2 is equal to n1 minus 1 divided by n2 minus 1. n1 minus 1 divided by n2 minus 1. So that means നമുക്ക് എന്താണ്? t1 അറിയാം 8, t2 കണ്ടുപിടിക്കണം. n1 അറിയാം 3 minus 1, n2 അറിയാം 5 minus 1. So that means 8 divided by t2 is equal to 2 by 4. 2 by 4 means 1 by 2. Cross multiply ചെയ്യുക. Cross multiply ചെയ്യുമ്പോൾ എന്താണ്? t2 into 1 is equal to 8 into 2. That implies time period എത്ര കിട്ടും? 16 years. 16 years. Clear? Then next one. Find the rate per annum if 2 lakh rupees 2 lakh amounts to rupees 2,31,521 in 1.5 years if interest being compounded ഹാഫ് ഇയർലി. കോമ്പൗണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ മാറി. ഇതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ? 3 കാര്യങ്ങളേ ഉള്ളൂ. 3 കാര്യങ്ങളെ എന്തിലുള്ളൂ? ഇൻട്രസ്റ്റിലുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഫൈൻഡ് ദ റേറ്റ് പെർ ആനം ഇഫ് rupees 2 lakh amounts to that means accumulated amount. സോ ഇൻട്രസ്റ്റ് റേറ്റ് 2 lakh എന്താണ്? പി ആണ്. ഇതെന്താണ്? എ ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇൻ 1.5 years ഇൻട്രസ്റ്റ് ബീങ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി.
സോ ഹാഫ് ഇയർലി എന്നാണ്ടോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഒരേ ഒരു കാര്യമാണ് നമ്മൾ ആ ക്വസ്റ്റിനിൽ ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ക്രിപ്ഷൻ ഹാഫ് ഇയർലി വന്നു കഴിഞ്ഞാൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് ഫോർമുല എന്താണ്? എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 plus I by 2 because compounded half yearly the whole raised to 2t. So A അറിയാൻ നമുക്ക് എത്രയാണ്? 2,31,525 is equal to 2 lakhs into 1 plus 1 plus I എത്രയാണ്? I ആണ് കണ്ടുപിടിക്കേണ്ടത്. I divided by 2 the whole raised to 2 into t എത്രയാണ്? 1.5 years. That means 1.5. 2,31,525 equal 2 lakhs into 1 plus I by 2 the whole raised to 3. The whole raised to 3. So that means നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് വരും. ഈ 2 lakh ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ 2 lakh ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരും. സോ വാല്യൂ കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. 2,31,525 divided by 2 lakhs 30. 1.157625 equal to 1 plus I by 2 the whole raised to 3. So that implies 1 plus I by 2 equal to നമുക്ക് എങ്ങനെ എഴുതാം? 1.157625 the whole raised to 1 by 3. The whole raised to 1 by 3. The whole raised to 1 divided by 3. Then so നമുക്ക് എന്ത് ചെയ്യണം? തേർഡ് റൂട്ട് 1 പ്ലസ് ഐ ബൈ 2 കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് തേർഡ് റൂട്ട്? സോ അതിൽ കാൽക്കുലേറ്റർ ട്രിക്ക് നമുക്കറിയാം. തേർഡ് റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ആ നമ്പർ അടിക്കുക 1.157625 then root of 15 times 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 then minus 1 divided by 3 then plus 1 into equal to 15 times 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. So 30 equal to 1.04999 round off ചെയ്യുമ്പോൾ 1.05. So I by 2 1 അപ്പറേ പോകുമ്പോൾ എന്ത് കിട്ടും? 0.05. I equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.10. I 0.10 മീൻസ് എത്ര പെർസെൻറ്റേജ്? 10%. ഇൻറ്റു 100 എടുക്കുമ്പോൾ 10%. സോ യൂസ് ചെയ്യേണ്ട ഫോർമുല കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് കണ്ടുകൊണ്ട് A is equal to P into 1 plus I by 2 the whole raised to 2t. Then use calculator മാത്രം യൂസ് ചെയ്ത് ആൻസറിലേക്ക് വരിക. ക്ലിയർ? കിട്ടിയ ആൻസർ? സോ നിങ്ങൾക്കെല്ലാം nth റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാമെന്ന് വിചാരിക്കുന്നു. nth റൂട്ട് ഓഫ് എം ഫസ്റ്റ് എം എന്തിനാണ് റൂട്ട് കണ്ടുപിടിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക. ദെൻ റൂട്ട് 15 ടൈംസ് then minus 1 then divide by എത്രാമത്തെ റൂട്ടാണോ വേണ്ടത് then plus 1 then into equal to 15 times. ഇതാണ് നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് കാൽക്കുലേറ്റർ ട്രിക്ക്. ഓക്കെ അല്ലേ? then next question. What annual rate of interest compounded annually doubles an investment in 7 years? അണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആകുക മീൻസ് ഞാൻ പി ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ച് എനിക്ക് എത്ര കിട്ടണം? 2p. തിരിച്ച് കിട്ടുന്ന എമൗണ്ടിനെ ഞാൻ എന്ത് വിളിക്കുന്നത്? അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോർമുല എന്താണ്? സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ A is equal to P into 1 plus I the whole raised to n. A എത്രയാവും എന്ന് പറഞ്ഞാൽ പി ഇൻവെസ്റ്റ് ചെയ്താൽ എ എത്രയാവും? ഇതിന് ഡബിൾ. ദാറ്റ് മീൻസ് എ എത്ര വരണം? 2p വരണം. സോ നമുക്ക് എങ്ങനെ എഴുതാം? 2p is equal to P into 1 plus I. Interest compound annual doubles an investment 1 plus I the whole raised to 7. സോ നമുക്ക് എന്ത് ചെയ്യാം? p get cancel. ഇതൊന്ന് 2 equal 1 plus I the whole raised to 7. നമ്മൾ ഇൻഡീസസിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ 1 plus I എന്ന് പറയുന്നത് വരും 2 raised to 1 by 7. ഉണ്ടോ? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തരും. അത് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. സോ ദാറ്റ് മീൻസ് 1 plus I equal 1.104090. That implies I equal 0.10409. That means 0.1041 10 കൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പെർസെൻ്റ് ആക്കുമ്പോൾ 10.41%. 10.41%. ക്ലിയർ?
ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് വെച്ചുള്ള ക്വസ്റ്റ്യൻ. The difference between compound interest and simple interest on a sum of money is ₹40 for first 2 years. 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് നമുക്കറിയാം. ഫോർമുല എന്താണ്? PI². അത് എത്രയാണ്? 40 ആണ് തന്നിരിക്കുന്നു. ഫസ്റ്റ് 2 years ആൻഡ് ₹122 ഫോർ ദ ഫസ്റ്റ് 3 years. ഫസ്റ്റ് 3 ഇയേഴ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെയും ഷോർട്ട് കട്ട് ഉണ്ട്. അത്രത്തോളം ഗ്രിപ്പ് ഉണ്ടാകണം നമുക്ക് ഷോർട്ട് കട്ട് ഫോർമുലാസിൽ. നമുക്ക് എങ്ങനെ എഴുതാം? PI² ഇൻറ്റു I+3 ഈക്വൽ ടു എത്രയാണ്? 122. സോ ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ നമുക്കറിയാം. നോക്കിയേ PI² 40 അല്ലേ? നോക്കിയുണ്ടോ? ഇതിന് പകരം ഇക്വേഷൻ 2ൽ ഈ PI² പകരം 40 ഇട്ട് കൊടുക്കാമല്ലോ. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? സോ ദാറ്റ് ഇംപ്ലൈസ് 40 ഇൻറ്റു I+3 ഈക്വൽ ടു 122. സോ ദാറ്റ് ഇംപ്ലൈസ് I+3 ഈക്വൽ, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം, 122 ഡിവൈഡഡ് ബൈ 40 എത്രയിട്ടും? 3.05. 3.05. Therefore, that means I equal to എന്ത് കിട്ടും? 3 അപ്പറേ പോകുമ്പോൾ -3 ആവും. 0.05. that means 5%. നമുക്ക് I ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല. തന്നിരിക്കുന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? I കണ്ടുപിടിച്ചു. ദെൻ I കിട്ടിയാൽ നമ്മൾ എന്തിലേക്ക് വരണം? ഫൈൻഡ് ദ സം ഇഫ് ദ റേറ്റ് ഈസ് സെയിം ഇൻ ബോത്ത് കേസ്. അതുകൊണ്ട് I നമ്മൾ കണ്ടുപിടിച്ചു 5%. നേരെ എന്ത് ചെയ്യാം? ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുക്കാം. P ഇൻറ്റു 0.05 സ്ക്വയർ ഈക്വൽ ടു 40. ദെയർഫോർ P എത്ര കിട്ടും? 40 ഡിവൈഡ് ബൈ 0.05. ഒന്നുകൂടെ 40 ഡിവൈഡ് ബൈ 0.05 ഈക്വൽ അടിക്കുക. ഒന്നുകൂടി ഈക്വൽ അടിക്കുക. നമുക്ക് എത്ര കിട്ടും? 16,000. കാൽക്കുലേറ്ററിൽ രണ്ട് രീതിയിൽ ചെയ്യാം. 0.05 സ്ക്വയർ എടുത്തിട്ട് അത് എംപ്ലസ് ചെയ്യാൻ ബെറ്റർ. കാൽക്കുലേറ്ററിൽ എന്താണ്? 40 ഡിവൈഡ് ബൈ 0.05 ഉണ്ടോ? 2 തവണ അല്ലേ? ഉണ്ടോ? ഒരു തവണ ഈക്വൽ അടിക്കുമ്പോൾ 0.05 കൊണ്ട് ഒരു തവണ ഡിവൈഡ് ചെയ്തു. ഒന്നുകൂടി ഈക്വൽ അടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 തവണ ഡിവൈഡ് ചെയ്യുന്ന കിട്ടും. എക്സാക്ട്ലി എത്ര കിട്ടും? 16,000. ഓക്കെ, 16,000. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The compound interest on a certain sum for 2 years is 71.40. Simple interest is for the same period. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 ഇയേഴ്സിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 71.40. 2 ഇയേഴ്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് 70.00 അല്ലെങ്കിൽ 70. സോ ദാറ്റ് മീൻസ് 2 വർഷത്തെ ഡിഫറൻസ് എത്ര കിട്ടും? 1.40. ദാറ്റ് മീൻസ് PI² ഈക്വൽ ടു 1.40 ആണോ? ഇവിടെ നോക്കി നമുക്ക് പിയും തന്നിട്ടില്ല, ഐയും തന്നിട്ടില്ല. നോർമലി നമുക്ക് ഏതെങ്കിലും ഒന്ന് തരും, ഐ അല്ലെങ്കിൽ പി തന്നിട്ട് ബാക്കി അപ്പുറയുള്ള മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കാനാണ് ചോദിക്കാറ്. ബട്ട് ഈ കേസിൽ ഒന്നുമില്ല. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം? ഇവിടെയാണ് നമുക്ക് കോൺസെപ്റ്റ് യൂസ് ചെയ്യാവുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, കോൺസെപ്റ്റ് യൂസ് ചെയ്യാവുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞായിരുന്നു. 2 വർഷം കൊണ്ട് ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 70 ആണ്. 2 ഇയേഴ്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് 70 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 2 വർഷം കൊണ്ട് 70 കിട്ടണമെങ്കിൽ എത്ര വെച്ച് കിട്ടണം? ഓരോ വർഷവും പകുതി വെച്ചിട്ട് അല്ലേ? 35 വെച്ചിട്ട്. ദെൻ ഉണ്ടോ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ ഒരു തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു. ഒരു പ്രത്യേകത ഉണ്ട്. ഉണ്ടോ? ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റിനായിരിക്കും ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 35 തന്നെ ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന എന്താണ്? ഈ 35 രൂപയുടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്കതെങ്ങനെ ചെയ്യാം? 35 ഇൻറ്റു I ആണ് നമുക്ക് ഈ എക്സ്ട്രാ കിട്ടുന്ന 1.40. therefore I ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 1.4 ഡിവൈഡഡ് ബൈ 35, 0.04 അല്ലെങ്കിൽ 4%. 0.04 അല്ലെങ്കിൽ 4% നമ്മൾ കോൺസെപ്റ്റുവലി ചെയ്യാം. സോ ദാറ്റ് മീൻസ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷം കൊണ്ട് 70 രൂപ കിട്ടിയാൽ ഓരോ വർഷവും 35 വെച്ച്. ബിക്കോസ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എല്ലാ വർഷവും കിട്ടുന്ന എമൗണ്ട് എന്താണ്? സെയിം എമൗണ്ട് ആണ്.
ഓരോ വർഷവും 35 വെച്ച എന്നുള്ള രീതിയിലെടുത്തു. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ വർഷം ഉണ്ടോ, മൂന്നാമത്തെ വർഷം പോലെ ഇങ്ങനല്ല, രണ്ടാമത്തെ വർഷം അഡീഷണൽ ആയിട്ട് കിട്ടുന്ന എന്താണ്, ഓൾറെഡി ഞാൻ ഇട്ട പ്രിൻസിപ്പലിൻ്റെ പുറത്തുണ്ട്, എക്സ്ട്രാ കിട്ടുന്ന എന്താണ്, ആദ്യത്തെ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ കോമ്പൗണ്ടിങ് പീരീഡ് കഴിയുമ്പോൾ എനിക്കൊരു 35 റുപ്പീസ് ഞാൻ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്യേണ്ടതാണ് എനിക്ക് എക്സ്ട്രാ കിട്ടിയത്. അത് എത്രയാണെന്ന് നമുക്കറിയാം, 1.4 ഉണ്ടോ. ഒരു വർഷത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു വർഷത്തേക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും PI എടുത്താൽ മതിയാകും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 4%. ഉണ്ടോ. ഇത് കോൺസെപ്ച്വലി. അല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് പിന്നീടാണ്, PI² ഈസ് ഈക്വൽ ടു 1.40. നിങ്ങൾ ഈ കോൺസെപ്ച്വൽ മെത്തേഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് സിമ്പിളി ചെയ്യാൻ പറ്റുന്നത് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുണ്ട്. ഫോമുല എന്താണ്, PIT അല്ലേ, P ഇൻറ്റു I ഇൻറ്റു 2. 2 വർഷത്തേക്ക് എത്രയാണ്, 70 സോ ദാറ്റ് മീൻസ് PI ഈക്വൽ ടു 70 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും, 35. ഈ PI² നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, PI ഇൻറ്റു I ഈക്വൽ ടു 1.40. PIക്ക് പകരം ഈ 35 ഇട്ട് കൊടുത്ത് നോക്കാം. 35 ഇൻറ്റു I ഈക്വൽ ടു 1.40 ഉണ്ടോ. എക്സാക്ട്ലി എന്ത് തന്നെ കിട്ടി, കോൺസെപ്ച്വലി ചെയ്തപ്പോൾ കിട്ടിയ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കഴിയുമ്പോൾ കിട്ടുന്നത്. ദെയർഫോർ ആൻസർ എന്ത് കിട്ടും, I ഈക്വൽ ടു 4%. I ഇസ് ഈക്വൽ ടു 4%. ക്ലിയർ ആണോ? കിട്ടിയ ആൻസർ? Then next question, difference between compound interest and simple interest on a sum of money for 3 years. 3 yearsൻ്റെ ഫോമുല എന്താണ്, PI² ഇൻറ്റു I പ്ലസ് 3 ഉണ്ടോ. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു ഷോർട്ട് കട്ട് ഫോമുല അല്ലെങ്കിൽ ഫോമുല എന്താണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ആൻസർ അത് എത്രയാണ് തന്നിരിക്കുന്നു, 248. ഇവിടെ എന്തുമാത്രം തന്നിരിക്കുന്നു, I 10% തന്നിരിക്കുന്നു. സോ P ഇൻറ്റു 0.10² ഉണ്ടോ. I എപ്പോഴും 10% മീൻസ് 10 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 3.10 ഈക്വൽ ടു 248. therefore P കണ്ടുപിടിക്കാൻ ഒറ്റയടിക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുക. 248 ഡിവൈഡ് ബൈ 3.1 ഡിവൈഡ് ബൈ 0.1 ഡിവൈഡ് ബൈ 0.1 കിട്ടും. P ഇസ് ഈക്വൽ ടു 8000. എത്ര സെക്കൻഡ്സ് വേണം നമുക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്തു. ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഉടനെ തന്നെ ഫോമുല കറക്റ്റായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ ആൻസർ 8000. കിട്ടിയോ? Then next one, the value of a residential flat constructed at a cost of rupees 1 lakh is depreciating at the rate 10% per annum. Its value after 3 years of construction. That means നമ്മൾ diminishing written down value. നമുക്കൊരു ഫോമുല അറിയാം, എന്താണ്, WDV അല്ലെങ്കിൽ depreciated value. WDV ഫോമുല എന്താണ്, C ഇൻറ്റു 1 മൈനസ് I the whole raised to n. So WDV ഈക്വൽ ടു C എത്രയാണ്, 1 lakhs ഇൻറ്റു 1 minus 0.10 raised to 3. That means calculator 1 lakh into 0.90 raised to 3. Calculator test 0.3 into equal to 2 times into 3 times or equal to 3 times into 1 lakh equal to 3 to 72,900. 72,900. 72,900. 72,900. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പലതവണ എക്സാമിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് 2000 ഇഫ് ദ ആനുവൽ ബർത്ത് റേറ്റ്. സോ പോപ്പുലേഷൻ 2000 തന്നിരിക്കുന്നു. ആനുവൽ ബർത്ത് റേറ്റ് എത്രയാണ്, 4%. ആനുവൽ ഡെത്ത് റേറ്റ് 2%. ഇത് തമ്മിൽ നെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആനുവൽ ഗ്രോത്ത് റേറ്റ്, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. ആനുവൽ ഗ്രോത്ത് റേറ്റ് എത്ര കിട്ടും,
2% കിട്ടും. ആനുവൽ ഗ്രോത്ത് റേറ്റ് 2%. ദെൻ പോപ്പുലേഷൻ എപ്പോഴും ഇപ്പോഴുള്ള പോപ്പുലേഷൻ ഉണ്ടോ ഫ്യൂച്ചറിലെ പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ കിട്ടിയ ആനുവൽ ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യും. സോ ഫ്യൂച്ചർ പോപ്പുലേഷൻ വിൽ ബി ഇപ്പോഴത്തെ പോപ്പുലേഷൻ ഇൻറ്റു 1 പ്ലസ് ഈ ആനുവൽ ഗ്രോത്ത് റേറ്റ് ഇവിടെ എത്രയാണ് 0.02 ദ ഹോൾ റേസ് ടു എത്ര വർഷം കഴിയുമ്പോഴാണ് ആഫ്റ്റർ 2 years. സോ പി എത്രയാണ് നമുക്ക് 20,000 തന്നിട്ടുണ്ട്. 1.02 എന്താണ് ആനുവൽ ബർത്ത് റേറ്റും ആനുവൽ ഡെത്ത് റേറ്റും കൂടെ നെറ്റ് ചെയ്ത് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ എടുത്തു. ദെൻ പി ഇൻറ്റു 20,000 ഇൻറ്റു 1.02 ദ ഹോൾ റേസ് ടു 2 1.02 ദ ഹോൾ റേസ് ടു 2. സോ എത്ര കിട്ടും 20,000 ഇൻറ്റു 1.02 ദ ഹോൾ റേസ് ടു 2 1.02 ഇൻറ്റു ഈക്വൽ ടു ഇൻറ്റു 20,000 എത്ര കിട്ടും 20,808 20,808. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ഫൈൻഡ് ദ എഫക്റ്റീവ് റേറ്റ്. ഉണ്ടോ എഫക്റ്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോമുല എന്താണത് ഇ ഈസ് ഈക്വൽ ഉണ്ടോ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് കിട്ടി ഇ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n മൈനസ് 1 ഇൻറ്റു 100. ഉണ്ടോ ഐയും എന്നും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ചേഞ്ച് ആക്കണം. ഇവിടെ എന്താണ് 8% കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. സോ ഐ എത്രയായിട്ട് മാറും ഐ 0.08 ഡിവൈഡഡ് ബൈ 4 എന്തോരും 0.02 എന്നോ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആയതുകൊണ്ട് 4 കിട്ടും. നേരെ ഇട്ട് കൊടുക്കുക ഇ ഈസ് ഈക്വൽ ടു 1.02 the whole raised to 4 minus 1 into 100. Calculate, use calculator and answer 1.02 into equal to 2 times 3 4 minus 1 into 100 30 8.24%. The effective rate of interest കണ്ടതും നമ്മൾ ഏത് ഫോമിൽ എടുത്തു E is equal to 1 plus I the whole raised to n. ഐയും എന്നും ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. ഒരു വർഷത്തേക്കാണ് 8%, നമുക്ക് 3 മാസത്തേക്കാണ് വേണ്ട 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു 0.02 ദെൻ n 4 ഒരു വർഷത്തേക്ക് 4 ക്വാർട്ടർ. നേരെ ഇട്ട് കൊടുത്തു ആൻസർ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കറസ്പോണ്ടിങ് ടു എ റേറ്റ് ഓഫ് 10% per annum if interest is compounded half yearly. ഹാഫ് ഇയർലി ആണെങ്കിൽ ഫോമുല എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒറ്റ ഫോമുലയുള്ള ഇ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n മൈനസ് 1 ഇൻറ്റു 100. ഇവിടെ ഐ എത്രയായിട്ട് മാറും 0.10 ഡിവൈഡഡ് ബൈ 2 0.05 എന്നോ 2. നേരെ ഇട്ട് കൊടുക്കുക ഇ ഈസ് ഈക്വൽ ടു 1.05 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 100. 1.05 ഇൻറ്റു ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു 100 കിട്ടും 10.25%. 10.25%. Clear? Then next one. The difference between simple interest and compound interest on a certain sum for 3 years at 5% per annum. So 3 years 5% per annum ഒറ്റ 3 വർഷത്തെ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ എഴുതാം പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3 ആണ് എത്ര 228.75 228.75 നമുക്ക് ഐ തന്നിട്ടുണ്ട് 5%. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദ സം ഫോർ 2 years. നമുക്ക് ഐ വെച്ചിട്ട് പി കണ്ടുപിടിക്കണം. ദെൻ ആ പി യൂസ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ല. ശ്രദ്ധിക്കുക, നോക്കട്ടെ, നല്ലൊരു ക്വസ്റ്റൻ ആണ്. സോ ഇവിടെ നമുക്ക് ഐക്ക് പകരം ഐക്ക് എന്ത് കൊടുക്കാം പി ഇൻറ്റു 0.05 സ്ക്വയർ 3.05 ഈക്വൽ ടു 228.75. പി കണ്ടുപിടിക്കുക. വരും 228.75 ഡിവൈഡഡ് ബൈ 3.05 ഡിവൈഡഡ് ബൈ 0.05 ഡിവൈഡ് ബൈ 0.05. പി എത്ര കിട്ടും 30,000 എന്ന് പി കിട്ടും. പി അല്ല നമുക്ക് ചോദിച്ചിരിക്കുന്നുണ്ട്. നോർമലി പി ചോദിക്കേണ്ടതാണ്. ബട്ട് നമുക്ക് പി യൂസ് ചെയ്ത ഈ ഇൻട്രസ്റ്റ് റേറ്റിലെ 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ല. ഇവിടെയാണ് നോർമലി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോമുല എന്താണ് പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n മൈനസ് 1 ആണ്. അക്യൂമുലേറ്റഡ് എമൗണ്ടിൽ നിന്ന് പി കുറയ്ക്കണ്ടേ. സോ ദാറ്റ് മീൻസ് 30,000 ഇൻറ്റു 1.05 റേസ്ഡ് ടു
minus 1. ബ്രാക്കറ്റ് വിട്ടു പോരുത്. സോ ദാറ്റ് മീൻസ് ബ്രാക്കറ്റിനകത്ത് 1.05 ഇൻറ്റു ഈക്വൽ അടിക്കുമ്പോൾ സ്ക്വയർ കിട്ടി -1 ഇൻറ്റു 30,000. എത്ര കിട്ടി? 3,075. 3,075. 3,075 കിട്ടിയില്ലേ? 33,075 അക്യൂമുലേറ്റ് ഉണ്ടോ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഉണ്ടോ? നമ്മുടെ നോർമലി തന്നിട്ടില്ല, ബട്ട് അവർ പർപ്പസ്ഫുള്ളി ഡി എന്ന് പറയുന്ന ചോയ്സ് 33,075 തന്നാൽ നമുക്ക് അക്യൂമുലേറ്റ് എമൗണ്ട് അല്ല ചോദിച്ചിരിക്കുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ? അവിടെ നമുക്കുണ്ടോ ചെറിയൊരു നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് 33,075 എന്നൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയത്. ബട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അക്യൂമുലേറ്റ് എമൗണ്ട് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. therefore നമ്മുടെ ആൻസർ 3,075. ക്ലിയർ അല്ലേ? Then next one. The rate of simple interest on a sum of money. The rate of simple interest on a sum of money. The rate of simple interest on a sum of money is 6% per annum for the first 3 years, 8% per annum for the next 3 years, and 10% for period beyond 8 years. The simple interest accrued by sum for a period of 10 years. ആദ്യത്തെ 3 വർഷം 6%, പിന്നത്തെ 5 വർഷം 8%, 8 വർഷത്തിന് മുകളിലാണെങ്കിൽ എത്രയാണ്? 10%. ടോട്ടൽ 10 വർഷം എന്ന് പറയുന്നു. ടോട്ടൽ അക്രൂഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് 1,560 ആണെങ്കിൽ പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ പി ആയിട്ട് എടുക്കാം. പി ഇൻറ്റു ആദ്യത്തെ 3 വർഷത്തെ പി ഐ ടി അല്ലേ, 0.06 ഇൻറ്റു 3 പ്ലസ് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് സെയിം പ്രിൻസിപ്പലിൻ്റെ പുറത്ത് പിന്നത്തെ 5 വർഷത്തെ പ്ലസ് സെയിം പ്രിൻസിപ്പലിൻ്റെ പുറത്ത് പിന്നത്തെ 2 വർഷത്തെ ഈക്വൽ ടു 1,560. സോ എത്ര കിട്ടും? 0.18p പ്ലസ് 0.40p പ്ലസ് 0.20p is equal to 1,560. So 60, 0.78p equal 1,560. Therefore p equal 1,560 divided by 0.78. Right? 2,000. Clear ആണോ? 2,000. Then next question. A sum of money doubles itself in 10 years. Then the number of years it would be triple itself. Simple interest. So നമുക്ക് ഏത് ഫോമിൽ എടുക്കാം? Sum of money doubles itself. T1 divided by T2 is equal to N1 minus 1 divided by N2 minus 1. So that ഇവിടെ നമുക്ക് നോർമലി സിമ്പിൾ ഇൻട്രസ്റ്റ് തരും. അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടത് ഡബിൾ ആകുക മീൻസ് 2 times. നമുക്ക് പിന്നെ ചോദിക്കുന്നത് ട്രിപ്പിൾ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 2 raised to something എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടാവുന്ന ഒരു ക്ലൂ ആണ്. നോർമലി ഒരു 98% നമ്മുടെ ക്വസ്റ്റ്യനിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് പറയും. സോ ഇവിടെ നമുക്ക് എന്തെടുക്കാം? T1 എത്രയാണ്? സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 10 years. 10 ഡിവൈഡഡ് ബൈ T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 10 years. വാട്ട് ടൈം? ഇറ്റ് വുഡ് ബി ട്രിപ്പിൾ ഇറ്റ് സെൽഫ്. ദാറ്റ് മീൻസ് T2 ഈക്വൽ ടു എത്ര കിട്ടും? That means 10 divided by T2 is equal to 1 by 2. Cross multiplyable T2 20 years. 20 years. 20 years. 20 years. Okay. Clearly? The next question. A sum of money amounts to rupees 6,300 in 2 years and 7,875 in 3 years and 9 months at simple interest. Now, simple interest എന്ന് പറഞ്ഞിരിക്കുന്നു. So that means sum of money becomes amounts to, that means 6,300 and amounts to, that means accumulated amount എത്രയാണ്? P into 1 plus എത്രയാണ്? 2 years 2i. ഇതിന് equation 1 എന്ന് കൊടുക്കാം. Then 7,875 in 3 years and 9 months means 3.75. ഇതിന് 2 എന്ന് കൊടുക്കാം. Equation 2 divided by equation 1 എങ്ങനെ എടുക്കാം? 7,875 divided by 6,300 equal P into 1 plus 3.75 IA divided by
പി ഇൻറ്റു 1 പ്ലസ് 2i. സോ എന്ത് ചെയ്യാം നമുക്ക് പി ഗെറ്റ് ക്യാൻസൽഡ്, പി ഗെറ്റ് ക്യാൻസൽ. 7875 ഡിവൈഡഡ് ബൈ 6300 കിട്ടും 1.25 ഈക്വൽ 1 പ്ലസ് 3.75 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2i ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 1 പ്ലസ് 3.75 ഈക്വൽ ചെയ്യുമ്പോൾ 1.25 പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.50i. സോ ഐ ടേംസിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ 3.75 മൈനസ് 2.50i ഈക്വൽ 1.25 മൈനസ് 1. സോ ദാറ്റ് ഇംപ്ലൈസ് 3.75 minus 2.5, 1.25i equal 0.25. Therefore, I equal 0.25 divided by 1.25, 0.2. That means 20%. 20%. Okay. Then next question. Rupees 1000 be invested at the rate of 5%. Interest is added to the principal every 10 years. Then the number of years in which it will amount to rupees 2000. By question ശ്രദ്ധിക്കുക. 10 വർഷം കൂടുമ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. 10 വർഷം കൂടുമ്പോൾ കിട്ടിയ പ്രിൻസിപ്പൽ എന്താ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടോ? നോർമലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്ത് പറയത്തേയില്ല, ആഡ് ചെയ്യുമെന്ന് പറയത്തേയില്ല. അതുകൊണ്ട് തന്നെ 10 വർഷം കഴിയുമ്പോൾ ആഡ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതെന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ദാറ്റ് മീൻസ് 10 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ത് കിട്ടും? 1000 ഇൻറ്റു 5% ഇൻറ്റു 10 എത്ര കിട്ടും? 10 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 1000 ഇൻറ്റു 0.05 ഇൻറ്റു 10 എത്രയാണ്? 500 കിട്ടും. 10 വർഷം കഴിയുമ്പോൾ എന്താണ്? പ്രിൻസിപ്പലും ഈ 500 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1500 10 വർഷം കഴിയുമ്പോഴുള്ളത്. ഇനി ഇത് എത്ര ആകണം? 2000 ആകണം. ദാറ്റ് മീൻസ് എമൗണ്ട്സ് ടു, അതായത് അക്യൂമുലേറ്റഡ് എമൗണ്ട് 2000 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോർമുല എന്താണ്? എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് IT. സോ എത്ര ആകണം? 2000 ആകണം. പ്രിൻസിപ്പൽ എത്രയാണ്? 1500 ഇൻറ്റു 1 പ്ലസ് ഐ എത്രയാണ്? 0.05t. ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാം ടി കണ്ടുപിടിക്കാനായിട്ട്. 2000 ഡിവൈഡഡ് ബൈ 1500 മൈനസ് 1 ഡിവൈഡഡ് ബൈ 0.05 കിട്ടും 6.666. ഇവിടെ നമുക്ക് ഡെസിമൽ ആയിട്ടല്ല തന്നിരിക്കുന്നത്, ഫ്രാക്ഷൻ ആയിട്ടാണ്. നമുക്ക് നോക്കാം 1/4 ആണോ 2/3 ആണോ 0.666 വരുന്നത്? 1/4 എത്രയേ വരത്തുള്ളൂ? 0.25 ആണ്. 2/3 എത്രയാണ്? 666 വരും. ദെൻ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും എന്ന് പറയാമോ? ആൻസർ നോർമലി ഒത്തിരി സ്റ്റുഡൻസ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് എക്സാം ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി കുട്ടികൾക്ക് തെറ്റ് പറ്റിയിട്ടുള്ളതാണ്. എന്തായിരിക്കും ആൻസർ? സോ ചോയ്സ് ഡി എന്ന് പറഞ്ഞു. ആക്ച്വലി ഉണ്ടോ ചോയ്സ് ഡി അല്ല, ഇവിടെ നമുക്ക് ചോയ്സ് എ ആണ് വരേണ്ടത്. ബിക്കോസ് നമുക്ക് 1500 2000 ആകുന്ന ടൈം അല്ല നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 1000 rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, അത് 2000 ആകണം. 10 വർഷം കൊണ്ട് 500 കിട്ടി. ആ 500 കൂടി ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ എത്രയിലേക്ക് എത്തിച്ചത്? 2000ലേക്ക് എത്തിച്ചത്. ദെയർഫോർ നമ്മുടെ ആൻസർ എത്രയാണ്? എ ആണ് വരേണ്ടത്. ടോട്ടൽ ദാറ്റ് മീൻസ് 10 പ്ലസ് 6.666 ദാറ്റ് മീൻസ് 16 ആൻഡ് 2/3 ഇയേഴ്സ്. ദാറ്റ് മീൻസ് ചോയ്സ് എ ആണ് ആൻസർ, ചോയ്സ് ഡി അല്ല. ശ്രദ്ധിക്കണം. 6 and 1/2 അത്രയും കറക്റ്റായിട്ട് ചെയ്തിട്ട് ചോയ്സ് ഡി മാർക്ക് ചെയ്യാൻ മീൻസ് നമുക്ക് നെഗറ്റീവ് മാർക്ക് വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് വൺ. A person borrows rupees 5,000 for 2 years at 4% simple interest, and he immediately lend to another person for 6 and 1/4. And 1/4 means 6.25% for 2 years. And 2 വർഷത്തേക്ക് 4% ഇൻട്രസ്റ്റിൽ എടുത്തിട്ട് എന്താണ് 6.25% ഇൻട്രസ്റ്റിൽ വേറെ ആൾക്ക് കൊടുക്കുന്നു, നമ്മൾ ലെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഗെയിൻ പെർ ഇയർ ആണ്. ഗെയിൻ ഫ്രം ദിസ് ട്രാൻസാക്ഷൻ പെർ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് 4% എടുത്തിട്ട് 6.25%
ഇൻട്രസ്റ്റിന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗെയിൻ. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് 5000 ഇൻറ്റു സിമ്പിൾ ഇൻട്രസ്റ്റ് ആണല്ലോ 6.25. ദാറ്റ് മീൻസ് നമുക്ക് അത്രയും പെർസെൻറ്റേജ് മീൻസ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2 മൈനസ് 5000 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2. സോ ദാറ്റ് മീൻസ് നമുക്ക് രണ്ടിടത്തും 5000 ഇൻറ്റു 10,000 കോമൺ ആയിട്ടുണ്ട്. 0.0625 മൈനസ് 0.04 എത്ര കിട്ടും? 0.0625 മൈനസ് 0.04 ഇൻറ്റു 10,000 എത്ര കിട്ടി? 225. ഇതിൻ്റെ ആൻസർ 225 ആണോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഗെയിൻ ഫ്രം ദിസ് ട്രാൻസാക്ഷൻ 225. ബട്ട് നമുക്ക് ഗെയിൻ ആണോ ചോദിച്ചിരിക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ഗെയിൻ ഇൻ ദ ട്രാൻസാക്ഷൻ പെർ ഇയർ. നമ്മുടെ ഈ ടോട്ടൽ ഗെയിൻ, ഈ കിട്ടിയ 225 എന്താണ്? 2 വർഷത്തേക്കുള്ളതാണ്. 2 വർഷത്തേക്കുള്ളതാണ്. നമുക്ക് ഒരു വർഷത്തെ ഗെയിൻ ചോദിച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് 225 ഡിവൈഡഡ് ബൈ 2 112.5. സോ ദാറ്റ് മീൻസ് ആൻസർ എന്ത് വരും? ജസ്റ്റ് ഗെയിൻ മാത്രമാണ് ചോദിച്ചിരുന്നതെങ്കിൽ 225. ബട്ട് ഗെയിൻ ഫ്രം ദിസ് ട്രാൻസാക്ഷൻ പെർ ഇയർ, ഗെയിൻ ഫ്രം ദിസ് ട്രാൻസാക്ഷൻ പെർ ഇയർ ചോദിച്ചിരിക്കുന്നു. ദെർഫോർ നമ്മുടെ ആൻസർ എന്ത് വരും? 112.20, 112.50, 112.50. Clear? Then next question. A person deposited rupees 5,000 in a bank. The deposit was left to accumulate 6% compounded quarterly for the first 5 years and at 8% compounded semi-annually for the next 80 years. The compound amount at the end of 13 years is 13 വർഷം കഴിയുമ്പോഴുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് എമൗണ്ട് ചോദിച്ചിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് എന്താണ് നോക്കുക ക്വസ്റ്റ്യനിൽ? ലെഫ്റ്റ് ടു അക്യൂമുലേറ്റ് 6% കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ഫോർ ദ ഫസ്റ്റ് 5 years. ഫസ്റ്റ് 5 yearsൽ നമുക്ക് കണ്ടുപിടിക്കാം. അക്യൂമുലേറ്റഡ് എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി അല്ലേ, ഐ ബൈ ഇത് പറയാൻ നമുക്ക് എന്താണ് ഐ ബൈ 4 40. സോ 5,000 ഇൻറ്റു 1 പ്ലസ് 0.6/6 ആണ്. 0.06 ഡിവൈഡഡ് ബൈ 4 കിട്ടും 0.015 റേസ് ടു 4 ഇൻറ്റു 5 20. സോ ദാറ്റ് മീൻസ് എന്ത് കിട്ടണം? 5,000 ഇൻറ്റു 1.015 റേസ്ഡ് ടു 20. 1.015 into equal to 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അത് ഇൻറ്റു 5,000 റേറ്റ് നോക്കുക 6,734.27. 6,734.27. 6,734.27 ആണ് നമ്മുടെ 5 വർഷം കഴിയുമ്പോഴുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട്. ദെൻ ഇതെന്ത് ചെയ്യണം? ഫസ്റ്റ് 5 years, then 8% കോമ്പൗണ്ടഡ് സെമി ആനുവലി ഫോർ ദ നെക്സ്റ്റ് 8 years. അടുത്ത 8 വർഷം കഴിയുമ്പോൾ നെക്സ്റ്റ് 8 years കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോഴുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ്. അടുത്ത 8 വർഷത്തേക്ക് നമ്മുടെ 5 വർഷം കഴിയുമ്പോൾ 6ാമത്തെ വർഷത്തെ തുടക്കത്തിലെ നമ്മുടെ പ്രിൻസിപ്പലായിട്ട് വരിക. ദെയർഫോർ നമുക്ക് എങ്ങനെ എടുക്കാം? എഗെയിൻ എ കണ്ടുപിടിക്കാനായിട്ട് 6,734.27. Then compounded 8% compounded semi-annually. So 1 plus 0.08 divided by 2. Thread now 0.04 for the next 80 years. That means raised to 16. There is 1.04 into equal to times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 into 6,734.27. Thread to 12,613.16. സോ നമുക്ക് 12,613.1 ഏറ്റവും അടുത്തുള്ള ആൻസർ എടുക്കുക. ചെറിയ ഡിഫറൻസിൽ നൺ ഓഫ് ദീസിലേക്ക് പോകരുത്. ഓക്കെ അല്ലേ? Then next one. In how much time would the simple interest on a certain sum be? Would the simple interest on a certain sum be 0.125 times of the principal?
സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ എത്രയാണെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പലിൻ്റെ 0.125 ടൈംസ്. ദാറ്റ് മീൻസ് ഐ എത്രയാണ് 0.25 to 125 പി. സോ ഐ ഈസ് ഈക്വൽ ടു പി ഐ ടി ആണ് നമ്മുടെ ഫോമുല. ഐ എത്രയാണെന്ന് തന്നിരിക്കുന്നു പ്രിൻസിപ്പലിൻ്റെ 0.125 ടൈംസ്. ദാറ്റ് മീൻസ് 0.125 പി ഈക്വൽ പി ഇൻറ്റു 0.10 ഇൻറ്റു ടി. So P get cancelled. Therefore T equal 0.125 divided by 0.1 റൈറ്റും 1.25 years. നമുക്ക് ഡെസിമലിലല്ല നമ്മൾക്ക് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്നു. ഇതിനകത്ത് ഏതാണ് 1/4 ആണോ 3/4 ആണോ 0.25 വരുന്നത്? എക്സാക്ട്ലി 1/4 ആണ്. 1 and 1/4 years. 1 and 1/4 years. 1 and 1/4 years. 1 and 1/4 years ഉണ്ടോ? നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇത്ര ടൈംസ് എന്ന് തന്നിരിക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇത്ര ടൈംസ് എന്ന് തന്നിരിക്കുന്നു. therefore ആൻസർ. then next one, a machine. നോക്കാം, a machine worth rupees 4,90,000 is depreciated at 15%. its opening value when its value would be reduced to 2 lakh. എന്താണ് ഡിപ്രീഷിയേറ്റഡ് എമൗണ്ട് എന്ന് തന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് നമുക്ക് WDV ഈക്വൽ ടു സി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റേഷ്യോ ഉണ്ട്. ഫോമുല വരെ നമുക്കറിയാം. നേരെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 lakhs ഈക്വൽ ടു 4,90,740 4,90,740 into 1 minus 0.15 0.15 the whole raised to n. So നമുക്ക് 2 lakh divided by 4,90,740 is equal to, so 2 lakhs divided by 4,90,740 is equal to നമുക്ക് എത്ര കിട്ടും? 0.4075 എന്നെടുക്കാം. ഈക്വൽ ടു 0.85 raised to n. സോ നമുക്ക് ആക്ച്വലി നമുക്ക് എന്താണ് 0.85 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 0.4075 കിട്ടും എന്നാണ് കണ്ടുപിടിക്കുന്നത്. ബട്ട് നമ്മുടെ ചോയ്സ് നോക്കുമ്പോൾ എക്സാക്ട്ലി റൗണ്ട് ഇയർ അല്ല തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് രണ്ട് സൈഡും ലോഗ് എടുക്കേണ്ടി വരും. സോ ലോഗ് 0.4075 ഈക്വൽ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ n ലോഗ് 0.85. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ലോഗ് കണ്ടുപിടിക്കുന്ന ഫോമുല ലോഗ് m ടു ദ ബേസ് 10. നമുക്ക് ലോഗ് കണ്ടുപിടിക്കേണ്ട ആദ്യം m ടൈപ്പ് ചെയ്യുക. ദെൻ റൂട്ട് 15 ടൈംസ് ദെൻ -1 ദെൻ ഡിവൈഡ് ബൈ 0.000070271. ഈ ഒരു കാൽക്കുലേറ്റർ ട്രിക്കാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ലോഗ് ടേബിൾ യൂസ് ചെയ്യാതെ ലോഗ് കണ്ടുപിടിക്കാൻ. സോ നമുക്ക് രണ്ടിടത്തും കണ്ടുപിടിക്കണം. 0.4075 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 then -1 divided by 0.000070271. സോ കിട്ടുന്നത് -0.38985 ഈക്വൽ n ഇൻറ്റു 38985 അല്ലെങ്കിൽ 6 7 അങ്ങനെ പോകുന്നുണ്ട് ഇൻറ്റു n ഇൻറ്റു 586 എന്നെടുത്തു. n ഇൻറ്റു 0.85ൻ്റെ ലോഗ് കണ്ടുപിടിക്കുക. then 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 times root -1 divided by 0.0070271 അടിക്കുക. എത്ര കിട്ടും? -0.0007.85 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 -1 divided by 0.00070271. സോ കിട്ടുന്നത് -0.070579. സോ n ഇസ് ഈക്വൽ ടു ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ട് മൈനസ് ആയതുകൊണ്ട് മൈനസ് പ്ലസ് ആകും. 0.38986 ഡിവൈഡഡ് ബൈ 0.070579 റൈറ്റും 5.5 ഇയേഴ്സ്. നമ്മുടെ ചോയ്സിൽ ഏത് വരും? അപ്പോൾ ഇവിടെ ഇയേഴ്സിലല്ല തന്നിരിക്കുന്നത്, മന്ത്സിലാണ് തന്നിരിക്കുന്നത്. ദെയർഫോർ എന്നുണ്ടോ ഇവിടെ നമുക്ക് നോർമലി ഉണ്ടോ 5.5 എന്ന് ലോഗ് യൂസ് ചെയ്ത് കിട്ടും. ഉടനെ ചാടി കയറി ചോയ്സ് സി കറുപ്പിച്ച് വെക്കരുത് എന്നുണ്ടോ.
ഉണ്ടോ 5.5 വർഷം എന്നാണ്. 5.5 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 years and 6 months. അപ്പോൾ പർപ്പസ്ഫുള്ളിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചോയ്സ് തന്നിരിക്കുന്നത്. നമുക്ക് ലോഗ് യൂസ് ചെയ്തേണ്ട കഷ്ടപ്പെട്ട് ചെയ്ത് നമ്മൾ 5.5 എന്ന് കിട്ടും. 5.5 years മീൻസ് 5.5 വർഷം എന്നാണ്. 5.5 വർഷം എന്ന് പറഞ്ഞാൽ 5 വർഷവും 5 മാസവുമല്ല, 5 വർഷവും 6 മാസവുമാണ്. 5 years and 6 months. 5 years and 6 months. ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഡയറക്റ്റ് കിട്ടില്ല. നോക്കണ്ടോ ഇവിടെ ചോയ്സിൽ 5 years 6 months, then 6 years 6 months, 7 years 6 months ആയിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ആൻസർ ബൈ ചെയ്യുന്ന അനുസരിച്ചിട്ട് അതായത് 0.85 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താൽ എന്നത് വെച്ചിട്ട് ഏകദേശം കിട്ടുമായിരുന്നു. ബട്ട് ഇതേപോലെ ഇൻ ബിറ്റ്വീൻ ചോയ്സ് വന്നാൽ എന്ത് തന്നെ ചെയ്യണം? ലോഗിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ എടുക്കണം. Then next question, the time by which a sum of money is 8 times of itself if it doubles itself in 15 years. So compound interest തന്നിട്ടുണ്ട് 2 times in double ആകുക means 2 times in 15 years. Then 8 times. 8 times എന്ന് പറഞ്ഞാൽ എന്താണ്? 2 raised to 3 times ആണ്. നമുക്ക് ഏത് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാം? n times in 2 years, then n raised to m times in m into t. That means ഇവിടെ 3 into 15, that means എത്ര വരും? 45 years എന്ന ഷോർട്ട് കട്ട് ഫോമുല. Sum of money becomes n times in t years, then n raised to m times in m into t years, m into t years, m into t years. Okay. Okay, no? Did you answer? Then compound interest for a certain sum at 5% for first year. Now, the compound interest on the first year compound interest 25 ആണ് തന്നിരിക്കുന്നു. Then simple interest for the same money at 5% for 2 years. ഇവിടെ നമുക്ക് ഒരു ഫോമുലയും എഴുതി സമയം കളയരുത്. നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ആദ്യത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 25 ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര തന്നെയായിരിക്കും? ഫസ്റ്റ് ഇയറിലെ 25 സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വർഷവും സെയിം എമൗണ്ട്. സോ സെക്കൻഡ് ഇയറിലും സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടും? 25 കിട്ടും. സോ 2 വർഷത്തെ ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടും? 25 പ്ലസ് 25 50. സോ ടോട്ടൽ കോമ്പൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 50 rupees. ഓക്കെ. Then next one. The simple interest on a sum of money for 12% for 2 years is 3,600. Compound interest on the same sum for 2 years. The simple interest തന്നിരിക്കുന്നു. That means simple interest formula എന്താണ്? I is equal to PIT. ഇത്രയാണ് simple interest. 3,600 ആണ്. 3,600 is equal to P into 0.12 into for 2 years too. So that means P എത്ര കിട്ടും? 3,600 divided by 0.24 ഇതാണ് 15,000. P 15,000 കിട്ടി. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തെ സെയിം സം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CI is equal to P into 1 plus I the whole raised to n minus 1. 15,000 into 1.12 the whole raised to 2 minus 1. So 1.12 into equal to minus 1 into 15,000 30. 3,816. 3,816. 3,816. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സിമ്പിൾ ഇൻട്രസ്റ്റിനെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെയും ഫോമുല. വേറെ ഒരു മെത്തേഡ് നമുക്ക് പറ്റില്ല. ദെൻ നെക്സ്റ്റ് വൺ. Mr. X invest P amount at simple interest at 10% and Mr. Y invest Q amount at compound interest rate 5% compounded annually at the end of 2 years. Both get same amount of interest. Now P simple interest ലും Q amount Mr. Y compound interest 2 വർഷം കഴിയുമ്പോൾ 2 പേർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ 2 പേർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ്
എക്സിന് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ് പി ഇൻറ്റു 0.10 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു ക്യൂവിന് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്യൂ ഇൻറ്റു 1.1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ക്യൂ ഇൻറ്റു 1.1 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി 5% ആണല്ലേ 1 അല്ല 10 അല്ല 1.05 സ്ക്വയർ മൈനസ് 1 സോ ദാറ്റ് മീൻസ് എത്ര 0.20 പി ഈക്വൽ ടു 1.05 ഇൻറ്റു ഈക്വൽ ടു മൈനസ് 1 കിട്ടും 0.1025 ക്യൂ എന്ന് കിട്ടി. നമുക്ക് എന്താണ് ചോയ്സിൽ വന്നിരിക്കുന്നത് പി ഈക്വൽ ടു ഫോർമാറ്റിലാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം പി ഈസ് ഈക്വൽ ടു 0.1025 ക്യൂ ഡിവൈഡഡ് ബൈ 0.20. ഡെസിമൽ മാറ്റാനായിട്ട് മുകളിൽ 4 താഴെ 4 നമുക്ക് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ ഡെസിമൽ മാറ്റാനായിട്ട് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും 1025 ക്യൂ ഡിവൈഡഡ് ബൈ 2000. 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 41 ക്യൂ ഡിവൈഡഡ് ബൈ 80. വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഒന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. രണ്ടിൻ്റെയും ഫോർമുല അറിയണം. വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്ലൈ ദാറ്റ് ഫോർമുല. ദെൻ കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Then next question. The difference between simple interest and compound interest is ₹72 at 12% for 2 years. 2 years in a difference formula എന്താണ് PI square equal to 72. P into 0.12 square equal to 72. So that implies P equal 72 divided by 5,000. 5,000. The next question. The simple interest on a sum of money at 6% per annum for 7 years is equal to twice the simple interest on another sum for 9 years at 5% per annum. ഒരു സമ്മിൻ്റെ പുറത്ത് നമ്മളത് പി എന്നെടുക്കാം. പി ഇൻറ്റു 0.06 ഇൻറ്റു 7 അതാണ് 7 വർഷത്തെ ഒരു സമ്മിൻ്റെ പി എന്ന് പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് സമ്മിൻ്റെ പുറത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു ട്വൈസ് ദാറ്റ് മീൻസ് 2 ഇൻറ്റു അനദർ സം ക്യൂ ഇൻറ്റു 0.05 ഇൻറ്റു 9. So that implies 0.42 P equal for 0.90 Q. So that means P is to Q അല്ലെങ്കിൽ P by Q എന്ത് കിട്ടും 0.90 is to 0.42. That means 90 is to 42. 6 വെച്ച് എടുത്തു കഴിഞ്ഞാൽ 15 into 6 ആണ് 90. 6 into 7 ആണ്. Therefore എന്ത് കിട്ടും ആൻസർ 15 is to 7. 15 is to 7 is the right answer. 15 is to 7. Okay. Then next one. By mistake, a clerk calculated the simple interest on a principal for 5 months at 6.5% per annum. Instead, 6 months at 5% per annum. The error in calculation was 25.47. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നതായിരുന്നു, അതിന് പകരം തെറ്റായിട്ട് ഇന്ന എടുത്തു, അതിനകത്താണ് ഡിഫറൻസ് അല്ലെങ്കിൽ എറർ എന്ന് പറയും. സോ കറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് റോങ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എന്ത് എറർ. അത് എത്രയാണ് തന്നിരിക്കുന്നു 25.40. 25.40. ദാറ്റ് മീൻസ് കറക്റ്റ് എന്താണ് 5.5% ഇൻസ്റ്റെഡ് ഓഫ് 5.5% 6 മാസത്തേക്ക് എടുക്കുന്നതിന് പകരം 6.5% 5 മാസത്തേക്ക് എടുത്തപ്പോഴാണ് ഡിഫറൻസ്. ദാറ്റ് മീൻസ് ഏതോ ഒരു എമൗണ്ട് പി ഇൻറ്റു 5.5% 5.5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 6/12 അതായത് 6 മാസത്തേക്ക് എടുക്കേണ്ടത് മൈനസ് പി ഇൻറ്റു 6.5 ഡിവൈഡഡ് ബൈ 100 എത്ര എടുത്തു 5 മാസത്തേക്ക് എടുത്തു ഈക്വൽ ടു എത്രയാണ് ഡിഫറൻസ് 25.40 ഉണ്ടോ. എപ്പോഴും നമുക്ക് ചെയ്യേണ്ട ഇങ്ങനെ ഡിഫറൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക്
ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താണ് ഡെസിമലായിട്ട് എടുക്കാതിരിക്കുക. ഒരുപാട് ഡെസിമലിലേക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ 0.50/100 ഉണ്ട്. ഇവിടെ നമുക്ക് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരും. സോ നമുക്ക് എന്ത് കിട്ടും? 5.5 × 6, ദാറ്റ് മീൻസ് 33p ഡിവൈഡഡ് ബൈ 1200 മൈനസ് 6.5 × 5 കിട്ടും 32.5p divided by 1200 equal to 25.40. That implies 0.5 divided by 1200 equal to 5p equal to 25.40. That implies p equal 25.4 into 1200 divided by 0.5. Right answer 60,960. 60,960. 60,960 ഉണ്ടോ? ഇതാണ് നമുക്ക് പിന്നീട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടോ. മിസ്റ്റേക്ക് പറ്റി ഇങ്ങനെ എടുത്തു ഉണ്ടോ, ഒരു വർഷത്തിൽ കുറവായിട്ട് രീതിയിലാണ് വരുന്നതെങ്കിൽ ബെറ്റർ ഡിവൈഡ് ബൈ 12 എടുക്കുക. അല്ലെങ്കിൽ കണ്ടമാനം ഡെസിമൽ വരും. നമുക്കൊരു കറക്റ്റ് ആൻസർ ഡെസിമൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസം കാണിച്ചിട്ട് ഒരു കൺഫ്യൂഷനിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടോ അങ്ങനെ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തെടുക്കുക, എക്സാക്ട്ലി ഫ്രാക്ഷനായിട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഈസ് 4/9 ഓഫ് പ്രിൻസിപ്പൽ. ദാറ്റ് മീൻസ് ഐ എത്രയാണ്? 4/9p ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. സോ ടി എത്ര കിട്ടും? ഐ. ദെയർഫോർ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. ഐ ഈക്വൽ ടു PIT ആണ്. ഐ എത്രയാണ്? 4/9p. ഇവിടെ നമുക്ക് ടി ഈക്വൽ ടു ഐ പേഴ്സൻ്റ് നല്ല നമ്മൾ 7 ഇപ്പോൾ 10% അല്ലെങ്കിൽ 7% ആണെങ്കിൽ ടി എത്രയാണ്? 0.07 ഇയേഴ്സ് നല്ല എടുക്കുന്നത് 7 ഇയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഐ എപ്പോഴും നമ്മൾ നോർമലി ഡെസിമലിലാണ് എടുക്കുന്നത്. ഇവിടെ പക്ഷേ ഐ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ഫോർമാറ്റിലേക്ക് പി ഇൻറ്റു ഐ ബൈ 100 ഇൻറ്റു ഐ. ബിക്കോസ് ടി എന്താണ്? ഐ ആയിട്ടാണ് എടുക്കുന്നത്. ഉണ്ടോ അവിടെ ഐ ബൈ 100 എടുത്തില്ല എങ്കിൽ എന്ത് മീനിങ് ആണ്? ഇൻട്രസ്റ്റ് റേറ്റും ഡെസിമലിലല്ല എടുത്ത് എന്നുള്ള മീനിങ് വരും. ആക്ച്വലി എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെങ്കിൽ, ജസ്റ്റ് ഒരു ഇത് പറയും, ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെങ്കിൽ ടി എന്ത് വരും? 10 എന്ന് വരും. ഇവിടെ നമ്മൾ ഈ ബൈ 100 എടുത്തില്ലെങ്കിൽ ഈ ഐയും എന്തായിട്ട് തന്നെ എടുക്കും? 10 ആയിട്ട് തന്നെ എടുക്കും. നമുക്ക് റോങ് ആൻസറിലേക്ക് വരും. അതുകൊണ്ടാണ് ഐ ബൈ 100. സോ ദാറ്റ് ഇംപ്ലൈസ് എന്താണ്? പി ഗെറ്റ് ക്യാൻസൽ. 4/9 equal to I square divided by 100. 4/9 is equal to I square. That means cross multiply I square equal 400/9. That implies I equal to root എടുക്കുമ്പോൾ എന്ത് കിട്ടും? 20 divided by 3 അത്രയും percentage. 20 divided by 3%. 20 divided by 3%. 20 divided by 3%. Okay. The next one. Mr. X invest 90,500 in post office 7% per annum simple interest. While calculating the rate was wrongly taken as 7.5 ന് പകരം 5.7 എടുത്തു. Different in amount at maturity is 9,744. ഡിഫറൻസ് മീൻസ് എന്താണ്? ഇൻട്രസ്റ്റിലുണ്ടാകുന്ന ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് 90,500 ഇൻറ്റു 0.075 ഇൻറ്റു ടി. ഇതാണ് ഒറിജിനൽ മൈനസ് ആക്ച്വൽ. റോങ് ആയിട്ട് എടുത്തത് 90,500 ഇൻറ്റു 0.05 ടി ഈക്വൽ 9,774. സോ ദാറ്റ് മീൻസ് 90,500 കോമൺ എടുത്താൽ ഒരുമിച്ചം 0.075 മൈനസ് 0.057 0.018 t equal 9,774. t equal to 9774 divided by 90,500 divided by 0.018. Right?
6 years. 6 years. കിട്ടിയ ആൻസർ. ക്ലിയർ ആണോ? കിട്ടിയ ആൻസർ. Then next question. Partner A and B together lend rupees 3,903 at 4% per annum interest compounded annually. After a span of 7 years, A gets same amount as B gets after 9 years. Now 3,903 ആണ് എയും ബിയും. എ പി ആണ് കൊണ്ടുവന്നെങ്കിൽ ഡിഫറൻസ് ബാക്കിയുള്ള 3,903 മൈനസ് പി ആയിരിക്കും ആര് കൊണ്ടുവന്നത്? ബി കൊണ്ടുവന്നത്. Then after a span of 7 years, A get the same amount as B gets after 9 years. And the same amount, that means accumulated amount. Accumulated amount, that means P into 4% per annum interest compounded A after a span of 7 years. P into 1.04 raised to 7 is equal to 3,903 minus P into 1.04 raised to 9. So രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? 7 ഇവിടെ നമുക്ക് എന്താവും? 2 ആവും. So that means P equal to വരും 3,903 minus P into 1.04 square എത്ര കിട്ടും? 1.0816. So that means P equal into 3,903 ആണ് കിട്ടുന്നത്. 4,221.4848 മൈനസ് 1.0816 P. സോ ദാറ്റ് മീൻസ് ഇത് LHSലേക്ക് പോകുമ്പോൾ പ്ലസ് ആകും. സോ ദാറ്റ് മീൻസ് എത്ര വരും? 2.0816 P ഈക്വൽ 4,221.4848. So divided by 2.0816. Let നമുക്ക് ആൻസർ P equal 2028. P equal 2028. P is equal to 2028. Clear? Then a sum of money invested of compound interest doubles itself in 4 years. That means 2 times in 4 years under compound interest. Then 32 times. 32 times 2 raised to 5 in 4 into 5. That means 20 years. Within seconds ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ n ടൈംസ് ടി ഇയേഴ്സിലാണെങ്കിൽ എന്തായിരിക്കും? n raised to m times in m into t years. m into t years. m into t years. Good answer. Then next one. A certain sum of money was invested at simple rate of interest for 3 years. If the same has been invested at a rate that was 7% higher, or 7% higher, the amount would have been 882 more. So that means ഇപ്പോൾ I ആണെങ്കിൽ അതിൻ്റെ 7% കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 882 മോർ ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇപ്പോൾ അതായത് 7% ഇപ്പോൾ കിട്ടുന്നത് P ഇൻറ്റു I by 100 ഇൻറ്റു 3 ആണെന്ന് വിചാരിക്കുക. ഈ I എത്രയാവും? 7%. ഇപ്പോൾ 10% ആണെങ്കിൽ എത്രയാവണം? 17% ആകണം. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? P ഇൻറ്റു I പ്ലസ് 7 ഡിവൈഡഡ് ബൈ 100. ഉണ്ടോ? ഇവിടെ ഡിവൈഡ് ബൈ 100 എന്നുള്ള ഫോർമാറ്റിൽ എടുക്കുക, അല്ലെങ്കിൽ
ഐ എപ്പോഴും ഡെസിമൽസിലാണ്, 7 എന്നുള്ളതാണ് 0.07 എന്ന് എടുക്കേണ്ടി വരും. സോ ബെറ്റർ I plus 7 divided by 100 into 3 minus P into I into 3 divided by 100 എത്രയാണ്? 882. So that means ഇപ്പോഴുള്ള ഇൻട്രസ്റ്റിനെക്കാട്ടിലും 7% കൂടുതൽ ഇൻട്രസ്റ്റ് വന്നാൽ എനിക്ക് എന്താണ് ഇപ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റിനെക്കാട്ടിലും 882 കൂടുതൽ. ദാറ്റ് മീൻസ് 7% കൂടുതലുള്ള ഇൻട്രസ്റ്റ് മൈനസ് ആക്ച്വൽ ഉണ്ടായിരുന്നത് അതെത്രയാണ്? 882. സോ ദാറ്റ് മീൻസ് ഉണ്ടോ 3P മൾട്ടിപ്ലൈ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3PI minus 21P minus 3PI divided by 100. So ഇവിടെ പ്ലസ് ആണ്, equal to 882 അല്ലേ. So 3PI get cancel. 21P equal to, so 21P cross multiply ചെയ്യുമ്പോൾ 882 into 100. Therefore P equal 882 into 100 divided by 21. Right? 4,200. 4,200. So 44,000 is divided into 3 parts. 44,000 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എക്സ് വൈ ഇസഡ് എന്നെടുക്കുക. കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് ഉണ്ടോ? കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് ആൻഡ് ആഫ്റ്റർ 2 years, 3 years and 6 years may be equal if rate of simple interest ഉണ്ടോ തന്നിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 6%, 8%, 4% respectively. Then smallest part will be, so x into എത്രയാണ്? 0.06 into 2 എന്നതിനോട് ഈക്വൽ ആണ് y into 0.08 into 3 എന്നതിനോട് ഈക്വൽ ആണ് z into 0.06 into 6 ഈക്വൽ. That means 0.12x equal 0.24y equal 0.36z. സോ നോക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.12 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 2y ഈക്വൽ ടു 3z. 3 അൺനോൺ എക്സോ വൈയോ ഇസഡോ അറിയത്തില്ല. 3 അൺനോൺസ് ഈക്വൽ ആയിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റൻറ്റ് കെയോട് ഇക്വേറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു കെ, ദെൻ 2y ഈക്വൽ ടു കെ, ദാറ്റ് ഇംപ്ലൈസ് y ഈക്വൽ കെ ബൈ 2, 3z ഈക്വൽ ടു കെ, ദാറ്റ് ഇംപ്ലൈസ് z ഈക്വൽ k by 3. So x is to y is to z എന്ത് വരും? k is to k by 2 is to k by 3. നമുക്ക് കോൺസ്റ്റൻറ്റ് k ഒഴിവാക്കാം. ദാറ്റ് മീൻസ് എന്ത് വരും? 1 is to 1 by 2 is to 1 by 3. സോ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 3 LCM 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 is to 3 is to 2. 44,000 എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 3 is to 6 is to 3 is to 2 ആണ്. സോ ദാറ്റ് മീൻസ് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട് എന്ത് വരും? 2 അല്ലെങ്കിൽ സോ ടോട്ടൽ നമുക്ക് എങ്ങനെ എടുക്കാം? 44,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എത്ര വരും? 6 പ്ലസ് 3 9 പ്ലസ് 2 12. ദാറ്റ് മീൻസ് ടോട്ടൽ 11 പാർട്സിൽ 2 പാർട്സ് ആണ്. സോ എങ്ങനെ വരും? 4,000 ഇൻറ്റു 2 8,000. 4,000 ഇൻറ്റു 2 ഈക്വൽ ടു 8,000. 8,000. ക്ലിയർ? എവിടെ വേണമെങ്കിൽ എക്സ് 8x 6x 3x 2x എന്നുള്ള രീതിയിൽ എടുത്ത് വേണമെങ്കിലും ആൻസറിലേക്ക് വരാം. നമുക്ക് വരുന്നത് 2,000. ദെൻ next one. Simple interest for a certain sum for 2 years at 10% per annum is ₹90. Then corresponding compound interest. നമുക്ക് ഒരു ഫോമുലയിൽ ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 90 ആണെങ്കിൽ ഓരോ വർഷം എത്രയാണ്? 45 വെച്ചിട്ടാണ് കിട്ടുന്നത്. സെക്കൻഡ് ഇയറിൽ
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് എന്താണ്? ഈ 45-ൻ്റെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 45 ഇൻറ്റു 10% എത്ര വരും? 4.5. ദാറ്റ് മീൻസ് ഓൾറെഡി നമുക്ക് 90 ഉണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടുന്നത് എന്താണ്? ഈ 45-ൻ്റെ ഉണ്ടോ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും എന്ത് തന്നെയായിരിക്കും? സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. രണ്ടാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ കിട്ടുന്നത് എന്തുമാത്രമാണ്? ഈ 90-യുടെ കൂടെ ഈ 45-ൻ്റെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്, ഒരു വർഷത്തേക്കാണെങ്കിൽ PI എടുക്കാം. 90 പ്ലസ് 4.5 എത്ര കിട്ടും? 94.5. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ P കണ്ടുപിടിച്ച് ആ P യൂസ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. കോൺസെപ്റ്റ് 2 വർഷം കൊണ്ട് 90 rupees. ദാറ്റ് മീൻസ് ഓരോ വർഷവും 45 രൂപ വെച്ചിട്ട് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. രണ്ടാമത്തെ വർഷത്തേക്ക് അത് തന്നെ ചോദിക്കും. നമുക്ക് മൂന്നാമത്തെ വർഷമാണെങ്കിൽ ഈ ഒരു കോൺസെപ്ച്വൽ മെത്തേഡ് നടക്കില്ല. രണ്ടാമത്തെ വർഷം എക്സ്ട്രാ കിട്ടുന്ന എന്തുമാത്രമാണ്? ഈ 45 രൂപയുടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 90 പ്ലസ് 45-ൻ്റെ 10%, 4.5 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 94.5. So if an amount, next question, another question ആണ്. If an amount is kept at simple interest, it earns an interest of 600 in 2 years, but kept at compound interest, it earns an interest of 660. That means 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 600, 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 660. ദാറ്റ് മീൻസ് ഡിഫറൻസ് എത്ര എടുക്കാം നമുക്ക്? PI സ്ക്വയർ അല്ലെ. 2 വർഷത്തെ ഡിഫറൻസ് എത്രയാണ്? 660 മൈനസ് 600 ഈക്വൽ ടു 60. നേരെ ഉണ്ടോ, വേറെ ഒരു സ്റ്റെപ്പും ചെയ്യാൻ നിൽക്കരുത്. നേരെ ചോയ്സ് മെത്തേഡിലേക്ക് പോവുക. അതായത് ഇതിനകത്തുനിന്നുണ്ടോ പിയും ഐയും രണ്ടും തന്നേക്കുമല്ലേ. നേരെ എന്ത് ചെയ്യുക? സോ നമുക്ക് 1200 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 എത്രയാണ് കിട്ടുന്നത്? 1200 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 നമുക്ക് 48 കിട്ടുന്നത്. നമുക്ക് 60 വരണം. പിയും ഐയും ഇതിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ് ഉണ്ടോ. ഇതെടുത്താൽ നമുക്ക് 48 കിട്ടുന്നത്. 10 എടുത്താൽ 20 കിട്ടിയില്ലെങ്കിൽ 10-ലും കിട്ടില്ല. ദെൻ 1500 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 എത്ര കിട്ടുന്നുണ്ട് എക്സാക്ട്ലി? ഉണ്ടോ പി 1500-ഉം ഐ 0.02 സ്ക്വയർ 0.2 സോറി 0.2 ഇല്ല 20 അല്ലേ. 0.2 സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സാക്ട്ലി 60 കിട്ടും. ദെയർഫോർ ആൻസർ 1520%. 1500-ഉം പിന്നെ 20%. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 37th question. The sum invested at 4% per annum compounded semi-annually amounts to rupees 7,803 at the end of 1 year. Sum invested 4% per annum compounded semi-annually. ഏതോ ഒരു സമ്മ് പി ഇൻവെസ്റ്റ് ചെയ്തു 1 പ്ലസ് 0.02 അല്ലേ I/2 P ഇൻറ്റു 1 പ്ലസ് I/2 the whole raised to 40. So 1 plus 0.02 the whole raised to 1 year ആയതുകൊണ്ട് 4 into 1 equal to 7,803. That means P into 1.02 raised to 4 equal 7,803. Therefore P is equal to 1.02 into equal to 2 times 3 4 നേരെ m plus അടിക്കുക 7803 divided by MRC. 1.0 സെമി ആനുവലി ആയതുകൊണ്ട് സെമി ആനുവലി അല്ലേ. അടുത്താണ് 2T ആണ് വരേണ്ടത്. 2T 4T അല്ല 2T സ്ക്വയർ വരും. ഓക്കെ. സോ 1.02 ഇൻറ്റു ഈക്വൽ അടിക്കുക m പ്ലസ് 7803 ഡിവൈഡ് ബൈ MRC എത്ര കിട്ടും? 7,500. കിട്ടിയ ആൻസർ 7,500. ഓക്കെ. 2 ആണ്, 4 അല്ല 2 into 2 ആണ് 7,500. ഓക്കെ അല്ലേ. Then next one, a compound interest on a sum for 2 years is 30 more than simple interest at the rate of 5% per annum sum. ഇവർ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ്. ദാറ്റ് മീൻസ്
ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years. എന്താണ് ഫോർമുല? PI² 30 എന്ന് തന്നിരിക്കുന്നു. I 0.05 കൊടുക്കുക, നേരെ P കണ്ടുപിടിക്കുക. P is equal to 30 divided by 0.5. Try to answer 12,000. 12,000. Okay അല്ലേ? 12,000. Did you answer? Clearly? Then. So ഇത്രയാണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലംസ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഏരിയ ആനുവിറ്റി. സോ ഫസ്റ്റ് നമ്മൾ ആനുവിറ്റി എന്താണെന്നുള്ള കോൺസെപ്റ്റ്. ആനുവിറ്റി മീൻസ് എന്താണ്? സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഓർ റെസീറ്റ് ഇസ് കോൾഡ് ആൻ ആനുവിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കണം? സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ടാകണം. അത് ആനുവിറ്റി ആണെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ? എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ പീരീഡ് ആയിരിക്കണം. ടൈം ഇൻട്രോൾ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ് സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് 3 കണ്ടീഷൻ ക്യുമുലേറ്റീവ് ആയിട്ട് സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ടാകണം. ദാറ്റ് മീൻസ് ഒരു പേയ്മെൻറ്റേ ഉള്ളുവെങ്കിൽ അത് എന്തല്ല? ആനുവിറ്റി അല്ല. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് 3, 4, 5 അങ്ങനെ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ടാവണം. ആ പേ ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന എമൗണ്ട് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ടൈം ഇൻട്രോൾ, ഈ പീരീഡിലുള്ള ടൈം ഇൻട്രോൾ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആനുവിറ്റി. ദെൻ നമുക്ക് ആനുവിറ്റി ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആനുവിറ്റി 2 ടൈപ്പ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമുക്ക് 6 ഫോമുലയാണ് മേജർലി വരുന്നത്. അതുകൂടാതെ 2-3 ഫോമുല കോൺസെപ്റ്റ് കൂടാണുള്ളത്. ദെൻ നോക്കാം, ആനുവിറ്റി 2 ടൈപ്പാണ്. നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓർ റെസീറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. ഫസ്റ്റ് പീരീഡിൻ്റെ എൻഡിലാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസീറ്റ് എങ്കിൽ അതിനെ എന്ത് വിളിക്കും? ആനുവിറ്റി റെഗുലർ അല്ലെങ്കിൽ ഓർഡിനറി ആനുവിറ്റി. ദെൻ ഈ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓർ റെസീറ്റ് ഈസ് അറ്റ് ദ ബിഗിനിങ്, ആനുവിറ്റിയുടെ തുടക്കത്തിൽ തന്നെയാണ് ഫസ്റ്റ് പേയ്മെൻ്റ് എങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിനെ ആനുവിറ്റി ഡ്യൂ അല്ലെങ്കിൽ ആനുവിറ്റി ഇമ്മീഡിയറ്റ് ഉണ്ടോ. സോ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ്, എമൗണ്ട് പെയ്ഡ് സെയിം, ടൈം ഇൻട്രവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ് സെയിം ആയിട്ട് വരുന്ന ആനുവിറ്റി ആർ ഓഫ് 2 ടൈപ്സ്. ഈ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓർ റെസീറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ്, അതിനെ ആനുവിറ്റി റെഗുലർ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ആനുവിറ്റി ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആനുവിറ്റി ഡ്യൂ അല്ലെങ്കിൽ ആനുവിറ്റി ഇമ്മീഡിയറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആനുവിറ്റി ഇനി ആനുവിറ്റിയുടെ അല്ലെങ്കിൽ ആനുവിറ്റി അല്ലാത്ത കേസിൽ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന 3 ഫോമുലയാണ് ഉള്ളത്. ഫ്യൂച്ചർ വാല്യൂ ഉണ്ട്. നമ്മൾ 6 ഫോമുല, മേജർലി 6 ഫോമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കൊരു 7 മാർക്സിൻ്റെ വരെ, അതിൽ 2 അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 7 മാർക്സ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കാം, ഫ്യൂച്ചർ വാല്യൂ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ടുമാറോസ് വാല്യൂ ഓഫ് ടുഡേയ്സ് മണി കോമ്പൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് റേറ്റ്, ഇന്നത്തെ വാല്യൂവിനെ ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫ്യൂച്ചർ വാല്യൂ കിട്ടും. സിംഗിൾ ക്യാഷ് ഫ്ലോ, അതായത് ആനുവിറ്റി അല്ലാത്ത ഒരു ക്യാഷ് ഫ്ലോ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? ഫ്യൂച്ചർ വാല്യൂ വിൽ ബി ക്യാഷ് ഫ്ലോ, ആ സിംഗിൾ ക്യാഷ് ഫ്ലോ ഇൻറ്റു 1 + i the whole ratio. ദാറ്റ് മീൻസ് പക്ക എന്ത്? അക്യൂമുലേറ്റഡ് എമൗണ്ട് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ തന്നെ വരും, അല്ലാത്ത കേസില. ഓക്കെ, ദെൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ നമ്മൾ എടുക്കുന്നത് ഉണ്ടോ? ആനുവിറ്റി റെഗുലർ ANI, അക്യൂമുലേറ്റഡ് എമൗണ്ട് ആഫ്റ്റർ n പീരീഡ് i ഇൻട്രസ്റ്റ് റേറ്റ് ഫോമുല A ഇൻറ്റു ഉണ്ടോ ANI ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ A ഇൻറ്റു 1 + i the whole raised to n minus 1 divided by i. അപ്പോൾ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ എക്സാക്ട്ലി അക്യൂമുലേറ്റഡ് എമൗണ്ടിൻ്റെ ഫോമുല തന്നെ. ബട്ട് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ആണെങ്കിൽ ANI is equal to 1 + i the whole raised to n minus 1 divided by i. Then future value of annuity due ആണെങ്കിൽ ANI, that means first payment is at the beginning of the period ആണെങ്കിൽ A into 1 + i the whole raised to n minus 1 divided by i into 1 + i. No, 3 formula. Future value means it is today's value of tomorrow's money compounded at the rate of interest. സിംഗിൾ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ആനുവിറ്റി അല്ല എങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? 1 + i ഫ്യൂച്ചർ വാല്യൂ അക്യൂമുലേറ്റഡ് എമൗണ്ടിൻ്റെ ഫോമുല എടുക്കും. F is equal to CF into 1 + i the whole raised to n. ദെൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ഫോമുല എന്താണ്? A into ഈ ഈക്വൽ എമൗണ്ട് ആണ് A, ആനുവിറ്റി എമൗണ്ട് ആണ് A.
ANI is equal to A into 1 plus I the whole raised to N minus 1 divided by I. Future value of annuity due ആണെങ്കിൽ ANI is equal to A into 1 plus I the whole raised to N minus 1 the whole divided by I into 1 plus I. 1 plus I. Okay. Then. So ഇത്ര 3 ഫോമുലയാണ് ഫ്യൂച്ചർ വാല്യൂവിനുള്ളത്. 3 ഫോമുല ഫ്യൂച്ചർ വാല്യൂ. ദെൻ പ്രസൻറ്റ് വാല്യൂ ആണെങ്കിൽ അപ്പോൾ നമുക്ക് നാളത്തെ അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞത്തെ വാല്യൂ അറിയാം. ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടോ 3 നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ 6 ഫോമുലയിൽ ഏത് ഫോമുലയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്ലൈ ദാറ്റ് ഫോമുല യൂസിങ് കാൽക്കുലേറ്റർ ആൻസറിലേക്ക് വരിക. So present value, it is tomorrow's value, today's value of tomorrow's money discounted at the rate of interest. So present value of single cash flow, that means annuity alla engil നമ്മൾ എന്തെടുക്കും V is equal to F divided by 1 plus I the whole raised to N. Then present value of annuity regular നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല V is equal to V ആണ് present value A into PNI. So present value factor. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റർ ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടെങ്കിലും നമ്മൾ കാൽക്കുലേറ്റർ ട്രിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യും. സോ V is equal to A into PNI. PNI means present value factor. Present value factor. Then present value of annuity due. Present value of annuity due ന് യൂസ് ചെയ്യുന്ന ഫോമുല V is equal to A into PN minus 1I. That means ഒരു പീരീഡ് കുറച്ചെടുക്കുക പ്ലസ് ഇനീഷ്യൽ പേയ്മെൻ്റ് ആയ എ അല്ലെങ്കിൽ ആനുവിറ്റി എമൗണ്ട് ആയ എ ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് എ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ രണ്ടിലും എ ഉണ്ട്. എ ഇൻറ്റു പി എൻ മൈനസ് 1 I പ്ലസ് 1. പി ഇൻറ്റു എൻ മൈനസ് 1 I പ്ലസ് 1. പി ഇൻറ്റു എൻ മൈനസ് 1 I പ്ലസ് 1. സോ ഇത്രയും പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. കേട്ടോ 6 ഫോമുല. ദെൻ ഇതിനകത്ത് വേറെ അഡീഷണൽ ആയിട്ട് 3 ഫോമുല കൂടെ ആണുള്ളത്. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ പഠിച്ചു പ്രസൻറ്റ് വാല്യൂ. ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ വരുമ്പോൾ ഇതിൻ്റെ ആനുവിറ്റിയുടെ ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഇതിനകത്ത് ലീസിങ് വരും. Then investment decision, then borrowing അല്ലെങ്കിൽ ലോൺ. സോ ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും. പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ. ദെൻ നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ദെൻ ഇതിൻ്റെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ നോക്കാം. എ മെഷീൻ cost rupees 5,20,000 with an estimated life of 25 years. A sinking fund created to replace it by a new model at 25% higher cost after 25 years with a scrap value realization of 25,000. What amount should be asset every year if the sinking fund investment accumulate at അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 3.5% ആണെങ്കിൽ? സോ ഇവിടെ നോക്കാം ക്വസ്റ്റ്യൻ. A machine cost rupees 5,20,000 with an estimated life 25 വർഷമാണ്. എ സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ടു റീപ്ലേസ് ഇറ്റ്. അതായത് 25 വർഷം കഴിയുമ്പോൾ ഈ മെഷീൻ മാറേണ്ടി വരും. എനിക്ക് പുതിയൊരു മെഷീൻ മേടിക്കേണ്ടി വരും. സോ അതിൻ്റെ വാല്യൂ എത്രയാണ്? ഈ 5,25,000 25% കൂടുതലാണ്. സോ ദാറ്റ് മീൻസ് 25 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപ വേണം? 5,20,000 പ്ലസ് 5,20,000 plus 25%. So that means നമുക്ക് 5,25,000 plus 25%. 5,20,000 plus 25%. 6,50,000 ആണ് വേണ്ടത്.
ദെൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, 25 വർഷം കഴിയുമ്പോൾ ഇപ്പോഴുള്ള മെഷീനറി വിറ്റാൽ എനിക്ക് എത്ര കിട്ടും? സ്ക്രാപ്പ് ഒരു 25,000 കിട്ടും എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഉണ്ടോ, അന്ന് എൻ്റെ കയ്യിൽ 25,000 രൂപ ഉണ്ടാവും. അതുകൂടാതെ എനിക്ക് 6,50,000 ടോട്ടൽ വേണ്ട. ദാറ്റ് മീൻസ് 25 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര വേണം? 6,25,000 വേണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ്, ഈക്വൽ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് മീൻസ് സിങ്കിങ് ഫണ്ട് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? ഫ്യൂച്ചർ വാല്യൂന്. എനിക്ക് എത്ര വർഷം കഴിയുമ്പോൾ ഫ്യൂച്ചറിലേക്ക് ഉണ്ടോ, 25 വർഷം കഴിയുമ്പോൾ 6,25,000 വേണം. ദാറ്റ് മീൻസ് ANI അക്യൂമുലേറ്റഡ് എമൗണ്ട് ആഫ്റ്റർ 25 ഇയേഴ്സ്. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈക്വൽ എമൗണ്ട് പേ ചെയ്യുന്നു. ദാറ്റ് മീൻസ് എന്താണ്? സിങ്കിങ് ഫണ്ട് മീൻസ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി ഫോമുല എന്താണ്? ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I. ഉണ്ടോ, 25 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപയാണ് വേണ്ടത്? 6,25,000. ബിക്കോസ് 6,50,000 വേണം. 25 വർഷം കഴിയുമ്പോൾ ഇപ്പോഴുള്ള മെഷീനറി ഞാൻ വിൽക്കും. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 25,000 കിട്ടും അല്ലേ? സോ ദാറ്റ് മീൻസ് എനിക്ക് എത്ര മതി? 6,25,000 വേണ്ടത്. 6,25,000 A ഇൻറ്റു A ആണ് കണ്ടുപിടിക്കേണ്ടത്. 1.035 raised to 25 minus 1 divided by 0.035. 0.035. So that means നോക്കാം, നേരെ കണ്ടുപിടിക്കാം. 1.035 into equal to 2 times 3, 4, 5, 6, 7, 8, 9, 10. 1.035 into equal to 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 minus 1 divided by 0.035. So നേരെ M plus E 6,25,000 divided by MRC equal. So try to know answer. $16,000. Say round off him 16,050. 16,046 ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ചെയ്യുമ്പോൾ കറക്റ്റ് എക്സാക്ട്ലി ചെയ്യുമ്പോൾ 16,046.27. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 16,046 ഏറ്റവും അടുത്ത് വരുന്നത് 16,050. നല്ലൊരു ക്വസ്റ്റൻ ആണ്. സിങ്കിങ് ഫണ്ട് ഉണ്ടോ, എമൗണ്ട് തരാതെ 25% കൂടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹയർ കോസ്റ്റ്. ദെൻ ഒരു 25 വർഷം കഴിയുമ്പോൾ ഇപ്പോഴുള്ള മെഷീനറി വിറ്റ് കിട്ടുന്ന ഒരു സ്ക്രാപ്പ് വാല്യൂം കൂടെ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ക്വസ്റ്റൻ ആണ്. പ്രീവിയസ് മോക്ക് ടെസ്റ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ ആൻസർ എന്ത് കിട്ടും? 16,050 രൂപ വെച്ചിട്ട് കറക്റ്റായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 25 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താണ് പുതിയ മെഷീനറി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ മെഷീനറി വാങ്ങിക്കാനായിട്ടുള്ള 6,25,000 നമുക്ക് എക്സാക്ട്ലി കിട്ടും. ദെൻ ക്ലിയർ അല്ലേ? ഈ ഒരു എമൗണ്ട് കണ്ടുപിടിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ 5,25,000 25% ഹൈക്ക് വന്നു. ദെൻ ഒരു സ്ക്രാപ്പ് വാല്യൂ ഇപ്പോഴുള്ള മെഷീനറി വിറ്റ് കിട്ടുന്ന 25,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ അന്ന് വേണ്ട എമൗണ്ട് 6,25,000. 6,25,000 അങ്ങനെയാണ് ആൻസറിലേക്ക് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ആൻസർ ഒബിയസ്ലി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ നമുക്ക്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആകരുന്നേ ഉള്ളൂ. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അല്ല, സയൻറ്റിഫിക് അല്ലാത്ത കാൽക്കുലേറ്ററാണ്. നമുക്ക് ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ടൈം പീരീഡിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ കാൽക്കുലേറ്ററിലാണ് യൂസ് ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ് വൺ, എ മെഷീൻ ഡിപ്രീഷിയേറ്റ്സ് അറ്റ് 10% ഓഫ് ഇറ്റ്സ് ബിഗിനിങ് എവറി ഇയർ. കോസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ 23, 240 ആൻഡ് 9,000. സോ ഇതാണ് 23,000 and 240 cost ഉള്ള അസറ്റിന് സ്ക്രാപ്പ് വാല്യൂ 9,000. സോ ദാറ്റ് മീൻസ് C is equal to സ്ക്രാപ്പ് is equal to C into 1 minus I the whole raised to n. എത്രയാണ്? 9,000 is equal to 23,240 into 1 minus 0.10
റേസ്ഡ് ടു n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് മീൻസ് 9000 ഈക്വൽ ടു 23240 ഇൻറ്റു 0.90 റേസ്ഡ് ടു n. സോ 9000 ഡിവൈഡഡ് ബൈ 23240 കണ്ടുപിടിക്കുക, കിട്ടും 0.38726 എന്ന് കിട്ടും. അതായത് 0.90 എത്ര തവണ മൾട്ടിപ്ലൈ, ഇവിടെ നമുക്ക് റൗണ്ട് ഫിഗർ ആയിട്ട് നമുക്ക് ലോഗിലേക്ക് പോകേണ്ടി വരത്തില്ല. 0.90 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 0.3870 കിട്ടും, 7 കിട്ടും നോക്കുക. 0.9 ഇൻറ്റു ഈക്വൽ 2 ടൈംസ് 3 4 5 6 7, 7ൽ 0.47 ആണ്, 8ൽ 0.43 ആണ്, 9 അടിക്കുമ്പോൾ 0.387 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് ഇംപ്ലൈസ് n ഈക്വൽ ടു എത്ര വരും? 9 years. ഇവിടെ റൗണ്ട് ഫിഗർ തന്നതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ ആ ഒരു എക്സാം ഹോളിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചോയ്സ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ലോഗ് എടുത്താലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, ബട്ട് ലോഗ് എടുത്ത് സമയം കളയേണ്ട കാര്യമില്ല, ബിക്കോസ് ചോയ്സിലാണ്. നേരത്തെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ ലോഗ് എടുക്കാൻ കാര്യം എന്താണ്? 5 years, 5 months, 6 months, 7 months എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ച് എടുത്തത്. ഇവിടെ നമുക്ക് എന്താണ് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. Then next question. Mr. X invests rupees 10,000 every year starting from today. Rupees 10,000 every year. That means എല്ലാ വർഷവും 10,000. That means എന്താണ്? എല്ലാ വർഷവും ഈക്വൽ എമൗണ്ട് എന്തായി? ആനുവിറ്റി ആയി. ആനുവിറ്റി സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ, ഇന്ന് മുതൽ. ദാറ്റ് മീൻസ് ആനുവിറ്റി ഡ്യൂ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് സപ്പോസ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 8% per annum കോമ്പൗണ്ടഡ് ആനുവലി, കാൽക്കുലേറ്റ് ഫ്യൂച്ചർ വാല്യൂ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ഓഫ് ആനുവിറ്റി. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ഫോർമുല എന്താണ്? ANI is equal to A into 1 plus I the whole raised to n minus 1 divided by I into annuity due and into 1 plus I. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയാണ് A, എല്ലാ വർഷമുള്ള 10,000 ഇൻറ്റു 1.08 റേസ്ഡ് ടു 10 അല്ലേ, മൈനസ് 1 ഡിവൈഡഡ് ബൈ 0.08 ഇൻറ്റു 1.08 ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുക. ഇവിടെ നമുക്ക് സേഫ് ആണ്. ഈ വാല്യൂ ഡയറക്റ്റ്ലി ഗീവൺ ആണ്, നേരെ ഒറ്റയടിക്ക് ചെയ്യുക. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2.158925 മൈനസ് 1 ഡിവൈഡ് ബൈ 0.08 ഇൻറ്റു 1.08 ഇൻറ്റു 10,000 എത്ര കിട്ടും? 1,56,454.875 അല്ലെങ്കിൽ 88. 1,56,454.88. കിട്ടിയ ആൻസർ ഒറ്റ സ്ട്രെച്ചിൽ കാൽക്കുലേറ്ററിൽ ചെയ്യാം. കിട്ടിയ ആൻസർ എല്ലാവർക്കും? Then next question. The present value of an annuity of rupees 3,000 for 15 years at 4.5% per annum. So present value of annuity means normal annuity. സോ ഇതിനകത്ത് നോക്കാം, കാൽക്കുലേറ്ററിൽ ചെയ്യുന്നത് ഇതാണ്. നമുക്ക് അതായത് 1.08 റേസ് ടു 10 ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ കാൽക്കുലേറ്ററിലുണ്ടോ ഈ വാല്യൂ തന്നിട്ടുണ്ട്, അത് നമ്മൾ കാൽക്കുലേറ്റ് എടുത്തു നോക്കുക. കാൽക്കുലേറ്ററിൽ 2 പോയിൻറ്റ് തന്നിരിക്കുന്നത് അതേപോലെ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ 1.08 റേസ് ടു 10 എടുത്താൽ എക്സാക്ട്ലി അത് തന്നെ കിട്ടും. 2.158925. ദെൻ നമുക്ക് അടുത്ത എന്താണ്? -1. കാൽക്കുലേറ്ററിൽ -1 അടിക്കുക. ദെൻ അതിനെ ഡിവൈഡഡ് ബൈ 0.08. ദെൻ ഉണ്ടോ ആ കിട്ടുന്നത് എന്താണ്?
ഓക്കെ ഉണ്ടോ, ഈ 0 ആയിട്ട് എടുത്ത് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് ഫുള്ള് കിട്ടിക്കഴിഞ്ഞു. അതിനി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 1.08 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനി എന്തുകൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? 10,000 കൂടെ ഇൻറ്റു 10,000. അപ്പോൾ നമുക്കൊരു ആൻസറിലേക്ക് കിട്ടും. $2.158925 minus 1 divided by 0.08 into 1.08 into 10,000. കിട്ടിയോ? നെക്സ്റ്റ് വൺ, ദ പ്രസൻറ്റ് വാല്യൂ. ഇനി അടുത്തത് ഇനിയാണ് നമ്മൾ ഈ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ കാൽക്കുലേറ്ററിൽ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നത്. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. ദ പ്രസൻറ്റ് വാല്യൂ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുവിറ്റി റെഗുലർ വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു PNI. സോ എ അറിയാൻ നമുക്ക് 3000. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, PNI കണ്ടുപിടിക്കാൻ നമ്മൾ വലിയൊരു ഫോമുല 1 + ഇത് ഓൾ റേസ് ടു -1 / I × 1 + ഇത് ഓൾ റേസ് ടു നമ്മൾ യൂസ് ചെയ്യത്തില്ല. പകരം നമ്മൾ കാൽക്കുലേറ്റർ ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് 1 / PNI കണ്ടുപിടിക്കാനായിട്ട്. PNI ദാറ്റ് മീൻസ് PN എത്രയാണ്? 15 years, I 0.045. സോ 3000 ഇൻറ്റു കാൽക്കുലേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ 1 + I. 1 ഡിവൈഡഡ് ബൈ 1 + I, അതായത് 1 + I എത്രയാണ്? 0.0405. ദാറ്റ് മീൻസ് 1.045 വരും, ഈക്വൽ ടു 15 ടൈംസ് അടിക്കുക GT. സോ 1 ഡിവൈഡഡ് ബൈ 1.045, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15, അതായത് 1 ഡിവൈഡഡ് ബൈ I n എത്രയാണോ അത്രയും ടൈംസ്. ദെൻ GT ഇൻറ്റു 3000 ഇൻറ്റു 3000. 3218.16. 3218.16. 3218.16. കിട്ടിയ ആൻസർ. ക്ലിയർ ആണോ? Then, next question. A machine can be purchased for ₹50,000. Machine will contribute ₹12,000 per year for the next 5 years. Assuming borrowing cost is 10%, determine whether the machine should be purchased or not. No. So machine ഇന്ന് പർച്ചേസ് ചെയ്താൽ എനിക്ക് എത്ര രൂപ ചിലവാകും? 50,000 രൂപ ചിലവാകും. മെഷീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. മെഷീൻ പർച്ചേസ് ചെയ്താൽ 50,000 രൂപ ചിലവാകും. ദെൻ മെഷീൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്രയാണ്? 5 വർഷത്തേക്ക് ഫോർ ദ നെക്സ്റ്റ് 5 years 12,000 വെച്ചിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതെല്ലാം എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ആണ്. അടുത്ത വർഷം നെക്സ്റ്റ് ഇയറിൽ 12,000, ഫസ്റ്റ് ഇയർ എൻഡിൽ 12,000, സെക്കൻഡ് ഇയർ എൻഡിൽ 12,000, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ ഉണ്ടോ? ഇതെല്ലാം എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ആണ്. മെഷീൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇന്നാണ്. ഇത് പ്രസൻറ്റ് വാല്യൂ ആണ് 50,000. സോ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് എന്താണ്? ഫ്യൂച്ചറിലാണ് കിട്ടുന്നത് ഈ 12,000. ദാറ്റ് മീൻസ് ഇതൊരു ആനുവിറ്റി ആണ്. ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടോ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്തിൻ്റെ ആപ്ലിക്കേഷൻ? പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ. സോ ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ V is equal to A into PNI. സോ A എത്രയാണ്? 12,000. PNI കണ്ടുപിടിക്കാനായിട്ട് N എത്രയാണ്? 5 വർഷത്തേക്ക് 10% ഇൻട്രസ്റ്റ് അല്ലെ. 1 ഡിവൈഡഡ് ബൈ 1.10 ഈക്വൽ ടു 5 ടൈംസ് ഈക്വൽ അടിക്കുക GT. 1 ഡിവൈഡഡ് ബൈ 1.1, 1 2 3 4 5 GT.
ഇൻറ്റു 12,000 ഈക്വൽ ടു റേറ്റ് നമുക്ക് 45,489. 45,400 ഉണ്ടോ. 50,000 രൂപ മുടക്കിയാൽ തിരിച്ച് കിട്ടുന്നതിൻ്റെ ഇന്നത്തെ വാല്യൂ എത്രയേ ഉള്ളൂ? 45,000 ഉള്ളൂ. ദെയർഫോർ നമ്മുടെ ആൻസർ എന്തായിരിക്കും? മെഷീനറി ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്. മെഷീനറി ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്. മെഷീനറി ഷുഡ് നോട്ട് ബി പർച്ചേസ്ഡ്. Machinery should not be purchased. Okay. Then, next one. A company is considering a proposal of purchasing a machinery either by full payment of 4,000 or by leasing it for 4 years at 1,250. ഉണ്ടോ. ലീസിങ് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ്. പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ്. സോ ദാറ്റ് മീൻസ് നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇന്ന് 4,000 രൂപ കൊടുത്ത് മേടിക്കണോ, പർച്ചേസ് ചെയ്യണോ, അല്ലെങ്കിൽ 1,250 രൂപ വെച്ചിട്ട് 4 വർഷം റെൻറ്റ് പേ ചെയ്ത് എടുക്കുന്നതാണോ ബെറ്റർ എന്നുള്ളതാണ്. ഇത് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെയാണ്, പ്രസൻറ്റ് വാല്യൂ ആണ്. ഇത് ഫ്യൂച്ചറിലാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നോക്കേണ്ട സെയിം എമൗണ്ട് ആയതുകൊണ്ട് സെയിം എമൗണ്ട് ആയതുകൊണ്ട് ആനുവിറ്റി ആണ് അതിൻ്റെ ഇന്നത്തെ വാല്യൂ. കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. ഇവിടെ എത്രയാണ്? 1,250 ഇൻറ്റു 1 divided by 1.14 equal to എത്ര ടൈംസ്? 4 years അല്ലേ. 4 times GT അടിച്ചു നോക്കിയേ. 1 divided by 1.14 1234 GT into 1250 30. സോ ഇന്ന് 4,000 മുടക്കുന്ന മേടിക്കുന്നതാണോ നല്ലത്? 1,250 രൂപ വെച്ച് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ 4 വർഷത്തെ അതിൻ്റെ ഇന്നത്തെ വാല്യൂ എത്ര കിട്ടും നമുക്ക്? എക്സാക്ട്ലി 3,642. ദാറ്റ് മീൻസ് 4,000 മുടക്കുന്നതാണോ നല്ലത്? 3,642 ഇന്ന് മുടക്കുന്നതാണോ നല്ലത്? സോ ബെറ്റർ 3,642 ഇന്ന് മുടക്കുന്നത്. ദാറ്റ് മീൻസ് ലീസിങ് ഈസ് പ്രിഫറബിൾ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ലീസിങ്, അതിനെല്ലാം തന്നെ നമ്മൾ എന്താണ്? ബോറോയിങ് അല്ലെങ്കിൽ ലോൺ കേസിലെല്ലാം തന്നെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ ചെയ്തത്. ഇന്ന് മുടക്കിയാൽ, ഇന്ന് വാങ്ങിച്ചാൽ ഇത് പ്രസൻറ്റ് വാല്യൂ. ഫ്യൂച്ചറിൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ലീസ് എമൗണ്ടിൻ്റെ ഇന്നത്തെ വാല്യൂ എടുത്തപ്പോൾ 3,642. ദാറ്റ് മീൻസ് മീനിങ് എന്താണ്? പർച്ചേസ് ചെയ്താൽ ഇന്ന് 4,000 രൂപ, ലീസ് ചെയ്താൽ, ലീസിനാണ് എടുക്കുന്നതെങ്കിൽ ഇന്ന് 3,642. സോ ഏതാണ് നല്ലതെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ലീസിങ് ഈസ് പ്രിഫറബിൾ. ലീസിങ് ഈസ് പ്രിഫറബിൾ. ക്ലിയർ ആണോ? Leasing is preferable. Okay. The next one. We purchased a car for rupees 5,50,000. He gets a loan of rupees 5 lakh at 15% per annum from a bank. And the balance 50,000 he pays at the time of purchase. 5,50,000 ആണ്. അതിൽ 50,000 എന്താണ് പർച്ചേസ് ടൈം കൊടുത്തു. ലോൺ എടുക്കുന്ന എത്രയാണ്? 5 lakhs ആണ്. സോ ദാറ്റ് മീൻസ് ഇന്ന് ലോൺ 5 lakhs എടുത്തു. ലോൺ വന്നാൽ എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ്. ലോൺ വന്നാൽ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ്. സോ വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. സോ ലോൺ എമൗണ്ട് നമുക്കറിയാം, പ്രസൻറ്റ് വാല്യൂ ഉണ്ട്. ലോൺ കിട്ടുക മീൻസ് ലോൺ കിട്ടുന്നത് ഇന്നാണ്. ഇന്ന് ലോൺ കിട്ടിയ കണക്കാവും. എൻ്റെ ലോൺ കിട്ടുന്ന എമൗണ്ട് ഇന്ന് കിട്ടും. ഇത് ഇന്ന് കിട്ടിയ എമൗണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ചേർത്ത് ഈക്വൽ എമൗണ്ട്, ആനുവിറ്റി എമൗണ്ട് പേ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് 5 lakh ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 5 lakh ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ആണ് കണ്ടുപിടിക്കേണ്ടത്. പി എൻ ഐ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 15% per annum ആണ്. ഹോൾ എമൗണ്ട് ഓഫ് ലോൺ ഇൻ നോക്കുക 12 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. Monthly installment, that means 0.15 divided by 12. 0.15 divided by 12 നമുക്ക് എത്ര കിട്ടും?
ഒരു മാസത്തെ 0.0125. സോ ദാറ്റ് മീൻസ് പി എൻ 12, ഐ എന്ത് വരും 0.0125. സോ എ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.0125 ഈക്വൽ ടു 12 ടൈംസ് ജി ടി. നമ്മൾ മന്തിലേക്ക് മാറ്റിയെടുത്തു. 12 ടൈംസ് ജി ടി. 1 ഡിവൈഡ് ബൈ 1.0125. 1 2 3 4 5 6 7 8 9 10 11 12 ദെൻ ജി ടി. ആ കിട്ടിയ നേരെ എം പ്ലസ് ചെയ്യുക. 5 lakh ഡിവൈഡഡ് ബൈ എം ആർ സി ഈക്വൽ ടു എ ഈക്വൽ ടു എത്ര കിട്ടും? 45,129.15. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്ന റൗണ്ട് ഓഫ് ഡിഫറൻസ് ആണ് 45,130. 45,130. 45,130. $45,130. ഓക്കെ അല്ലേ? The answer. Then next question. Raja aged 40 wishes his wife Rani to have 40 lakhs at his death. His expectation of life is another 30 years and he starts making equal annual investments commencing now at 3% compound interest per annum. How much should he invest annually? So രാജ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അയാളുടെ ഡെത്തിൽ അയാളുടെ വൈഫിന്, അയാളുടെ അക്കൗണ്ടിൽ അയാളുടെ വൈഫിന് വേണ്ടിയിട്ട് 40 lakhs. അയാളുടെ എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് എത്രയാണ്? അനദർ 30 years. ദാറ്റ് മീൻസ് എന്നാണ് ഈ 40 ലക്ഷം വേണ്ടത്? 30 വർഷം കഴിഞ്ഞ്. 30 വർഷം കഴിഞ്ഞ് 40 ലക്ഷം മീൻസ് എന്താണ്? ഫ്യൂച്ചർ വാല്യൂ അല്ലേ? സോ അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആനുവിറ്റി. ഫ്യൂച്ചർ വാല്യൂ ആനുവിറ്റി എന്നുപോലെയാണ് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. കമൻസിങ് നൗ. ദാറ്റ് മീൻസ് ആനുവിറ്റി ഡ്യൂ. സോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ഫോമുല എന്താണ്? ANI equal A into 1 plus I the whole raised to n minus 1 divided by I into 1 plus I. സോ എനിക്ക് വേണ്ടത് 40 ലക്ഷം വേണം എന്ന് 30 വർഷം കണ്ടോ. ഫ്യൂച്ചർ വാല്യൂ അറിയാം. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1.03 raised to 30 minus 1 divided by 0.03 into 1.03 into 1.03. എ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് മൊത്തത്തിൽ കണ്ടുപിടിച്ചെടുക്കുക. ദെൻ അത് എം പ്ലസ് ചെയ്യുക. 40 lakh ഡിവൈഡഡ് ബൈ എം ആർ സി. സോ കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. 1.03 ഇൻറ്റു ഈക്വൽ 2 times 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 minus 1 divided by 0.03 into 1.03 equal അടിക്കുക. എം പ്ലസ് 40 lakh divided by എം ആർ സി ഈക്വൽ കേട്ടും 81,628 point something. So 81,628. ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 81,628. 81,628. $81,628. നമ്മൾ എപ്പോഴും കാൽക്കുലേറ്ററിൽ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യും. ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ തന്നെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ 30 വർഷം കഴിഞ്ഞായതുകൊണ്ട് ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ എമൗണ്ട് ആനുവിറ്റി, ഫസ്റ്റ് പേയ്മെൻറ്റ് ഇന്ന് തുടങ്ങുന്നുണ്ട്, ആനുവിറ്റി ഡ്യൂ. നേരെ നമുക്കറിയാവുന്ന ഫോമുല എടുത്തു, അതിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുത്തു, കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ആൻസർ കിട്ടിയ ആൻസർ. ക്ലിയർ അല്ലേ? Then next question. A's father wishes to have rupees 75,000 in a bank account when his college expenses begin. How much amount his father should deposit now?
deposit now at 6.5% compound annually if A is to start college after 8 years hence from now. ഇവിടെ ശ്രദ്ധിക്കുക, അതായത് എയുടെ ഫാദർ പ്ലാൻ ചെയ്യുകയാണ് 75,000 രൂപയാണ്. എപ്പോഴാണ് എയുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്നാണ് എയുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്നാണോ? 8 വർഷം കഴിഞ്ഞ. സോ 8 വർഷം കഴിഞ്ഞ് 75,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ. അതിനായിട്ട് അയാൾ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ഒത്തിരി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത്. ഡെപ്പോസിറ്റ് നൗ എന്ന് കണ്ടോടനെ ചാടി കയറി ആനുവിറ്റി ഡ്യൂ എന്ന് എടുക്കാറുണ്ട്. ബട്ട് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എവിടെയും എന്ത് പറഞ്ഞിട്ടില്ല? 8 വർഷവും ഈക്വൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പകരം എന്താണ്? ഇന്ന് ഒരൊറ്റ എമൗണ്ട്, ഇന്നൊരു എമൗണ്ട് ഇട്ട് നിർത്തി. ദാറ്റ് മീൻസ് എന്തല്ല? ആനുവിറ്റി അല്ല, സിംഗിൾ ക്യാഷ് ഫ്ലോ. ഇന്നൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, 8 വർഷം കഴിയുമ്പോൾ 75,000 വേണം. സോ ദാറ്റ് മീൻസ് എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ ഫോർമുല എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു സി എഫ് ഇൻറ്റു 1 + i the whole raised to n. എഫ് ഇസ് ഈക്വൽ ടു സി എഫ് ഇൻറ്റു 1 + i the whole raised to n. സോ 8 വർഷം കഴിയുമ്പോൾ 75,000 വേണം. അതിനുവേണ്ടി ഇന്നൊരു ഫണ്ട് ഇട്ടുന്നു, അതാണ് കണ്ടുപിടിക്കുന്നത്. നൗ കണ്ടിട്ട് ചാടിക്കയറി ആനുവിറ്റി ഡ്യൂ ആണെന്ന് എഴുതരുത്. ആക്ച്വലി എന്താണ്? ഒരേ ഒരു തവണ, ഒന്നിൽ കൂടുതൽ തവണ 8 വർഷവും പേയ്മെൻറ്റ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാവുകൊണ്ട് സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ ഫ്യൂച്ചർ വാല്യൂ. സോ 1 + 1.065 raised to 8. സോ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് എഴുതിയ 1.065 ഇൻറ്റു കളിക്കുമ്പോൾ 2 times 3, 4, 5, 6, 7, 8. നേരെ എം പ്ലസ് ചെയ്യുക 75,000 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ എത്ര കിട്ടും? 45,317. സോ ചോയ്സിൽ ഇത് 317 എന്നാക്കുക. അതായിരുന്നു ചോയ്സ് വരേണ്ടത്. ടൈപ്പ് എററാണ്. 45,317. 45,370. ക്ലിയർ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുന്ന ഒറ്റ പോയിന്റ്, നവ ചാടി കയറി ആനുവിറ്റി ഡ്യൂ ആയിട്ട് എടുക്കുന്നത്. ആനുവിറ്റി ആണെങ്കിൽ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇല്ല എങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കുള്ളൂ? സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് എടുക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, P borrows rupees 20,000 on condition to repay with compound interest 5% per annum in annual installments of 2,000 each. Find the number of years in which debt would be paid off. Now borrow വന്നാൽ എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞത്? പ്രസൻറ്റ് വാല്യൂ. ദെൻ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് 2,000 ഈച്ച്. എത്ര വർഷം കൊണ്ടാണ് റീപേ? സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. സോ ആനുവിറ്റി മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. റെഗുലർ ഫോമുല എന്താണ്? V is equal to A into PNI. സോ വി എത്രയാണ്? 20,000 ആണ് ലോൺ എടുത്തത്, 2,000 വെച്ചിട്ടാണ് തിരിച്ചടയ്ക്കുന്നത്. സോ PNI കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2,000 എങ്ങോട്ട് വരും? ഇവിടോട്ട് വരും. ദാറ്റ് മീൻസ് 10 എന്ന് കിട്ടും. 10 ഈക്വൽ PNI. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ചെയ്യും. അതായത് നമുക്ക് ഐ അറിയാം, ഇൻട്രസ്റ്റ് റേറ്റ് 0.05 ആണ്. ഇതിലേത് വാല്യൂ എടുത്താൽ നമുക്ക് 10 കിട്ടുന്നത്. അതായത് PNI 10 കിട്ടണം. സോ പി ഫസ്റ്റ് നമ്മൾ ചോയ്സിന് നമ്മൾ എന്തെടുത്ത് നോക്കും? പി 10 0.05. ദാറ്റ് മീൻസ് 1 ഡിവൈഡ് ബൈ 1.05 ഈക്വൽ ടു എത്ര ടൈംസ്? 10 ടൈംസ് GT അടിച്ച് നോക്കുമ്പോൾ 10 കിട്ടുന്നുണ്ടോ നോക്കും. അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? 1 ഡിവൈഡ് ബൈ 1.05 12 ടൈംസ് ഈക്വൽ അടിച്ച് GT എടുത്ത് നോക്കുക. 1 ഡിവൈഡ് ബൈ 1.05 ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8, 9, 10. GT അടിച്ചപ്പോൾ എത്ര കിട്ടി? 7.7 ആണ് കിട്ടിയത്. കണ്ടോ? കാൽക്കുലേറ്റർ ട്രിക്കാണ്. അതായത് PNI 10 കിട്ടണം. എന്നും ഐയും ഓൾറെഡി അറിയാം 5% ആണ്. N ഏത് കിട്ടും എന്നാണ് ഇതിനകത്തൊന്ന് കണ്ടുപിട്ടാണ്. 10 അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 7.7 ആണ്. അത് ഈക്വൽ ടു 10 അല്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇനി 12 അടിച്ച് നോക്കാം. 1 ഡിവൈഡ് ബൈ 1.05 എത്ര ടൈംസ് ഈക്വൽ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. GT അടിച്ച് നോക്കിയേ. 8.8 ആണ്. സോ അതുകൊണ്ട് ഇതുമല്ല. ദെൻ 14 അടിച്ച് നോക്കിയേ. 1 ഡിവൈഡ് ബൈ 1.05 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 GT 9.89 കിട്ടും. N 14 ആയപ്പോൾ തൊട്ടടുത്ത 15 ഉള്ളതുകൊണ്ട് അതും കൂടെ നമുക്കൊന്ന് ചെയ്തിട്ട് കൺഫേം ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ 1.05
0, 5, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 GT കിട്ടുന്നുണ്ട് 10.37 കേട്ടോ. സോ 10നോട് ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ ഏതാണ്? 9.89 ആണോ 10.3? 9.89 ആണെങ്കിൽ 0.11ൻ്റെ വ്യത്യാസമുള്ളത്, ഇത് 0.37ൻ്റെ വ്യത്യാസമുണ്ട്. സോ ഒബ്വിയസ്ലി n is equal to 13. n is equal to 13 ആയിരിക്കും. n is equal to 14 years ആയിരിക്കും. n is equal to 14 years. കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്ത് ആൻസർ n is equal to 14. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Then find the present value of an annuity of rupees 1000 payable at the end of each year for 10 years if rate of interest is 6% compounded. Present value of annuity. So V is equal to A into PNI. So എത്രയാണ്? A 1000 ആണ് ഇൻറ്റു PNI. P 10 ഇയേഴ്സിലേക്ക് 0.06. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1000 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1.06 ഈക്വൽ ടു എത്ര ടൈംസ്? 10 ടൈംസ് GT. 1 divided by 1.06, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 GT into 1000. 7,360 point something. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 7,360. 7,360. 7,360. 7,360. Okay. Then next question. Suppose your parent decide to open a PPF account in a bank towards your name with 10,000 every year starting from today. Not 10,000 every year starting from today. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? Annuity due. Annuity due. For the next 15 years, when you receive and get 8.5% per interest per annum compounded annually, what is the present value of this annuity? No, present value of annuity due. Present value of annuity due. നമ്മുടെ ഫോർമുല എന്താണ്? V is equal to A into P n minus 1i. n ഒരു ദിവസം കുറവ് n minus 1i plus A. A എത്രയാണ് നമുക്ക്? ഇവിടെ 10,000. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നൊരു പേയ്മെൻറ്റ് ഉണ്ടോ? സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഇന്നൊരു പേയ്മെൻറ്റ്, ഇന്ന് കൂടാതെ നെക്സ്റ്റ് 15 ഇയേഴ്സ് ഉണ്ടോ? ഫസ്റ്റ് പേയ്മെൻറ്റ് ടുഡേ, അതുകൂടാതെ നെക്സ്റ്റ് 15 ഇയേഴ്സ്, ദാറ്റ് മീൻസ് ഇന്നത്തെ ഇയർ, അതുകൂടാതെ നെക്സ്റ്റ് 15 ഇയേഴ്സ്, ദാറ്റ് മീൻസ് ടോട്ടൽ 16 ഇയേഴ്സ് ഉണ്ടോ? എൻ എത്ര വന്നു? 16 എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കപ്പോൾ എന്ത് വരും? n minus 1 എത്ര വരും? 15 വരും. സോ ദാറ്റ് മീൻസ് 10,000 ഇൻറ്റു P 15. ഐ എത്രയാണ്? 0.085 പ്ലസ് 10,000. ഇവിടെ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി എന്ത് തന്നിരിക്കുക? PNI തന്നിരിക്കുക. ഒന്നും കണ്ടുപിടിക്കണ്ട. സോ 1 ഡിവൈഡ് ബൈ 1.085 ഈക്വൽ ടു 15 ടൈംസ് GT വേണ്ട. നേരെ തന്നിരിക്കുന്നത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആണ്. കേട്ടോ, ഇങ്ങനെയും നമ്മുടെ ക്വസ്റ്റ്യൻ വരും. കണ്ടോ, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ തന്നെ തന്നിട്ടുണ്ട്. PNI തന്നെ തന്നിരിക്കുകയാണ് ക്വസ്റ്റ്യനിൽ. സോ ദെയർഫോർ നമുക്ക് എങ്ങനെ എടുക്കാം? 10,000 ഇൻറ്റു PNI 8.304236,576 പ്ലസ് 10,000 ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും? നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും 83,042 പ്ലസ് 10,000 എത്ര കിട്ടും? 93,042. 93,042. 93,042. ക്ലിയർ ആണോ? 93,042. 93,042. ഓക്കെ ആണോ?
Then next question. X bought an electronic item for rupees 1000. What would be the future value of the same after 2 years if compounding? No, so description semi-annually at 22%. So F is equal to P into single cash flow and P into 1 plus semi-annually and 1 I by 2 the whole raised to 2n. So that means 1000 into 1 plus 22 divided by 2, that means 0.1 plus 0.22 divided by 2 the whole raised to 2n. That means 2 into 2. 1000 into 1.11 raised to 4. 1.11 into even 2 times 3, 4 into 1000. 1518.07. 1508.07. 1508.07. Okay, അല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ക്രിപ്ഷൻ സെമി ആനുവലി 1 time 1000 rupees. Compounded semi-annually, interest rate is 22%. So അത്ര 6 മാസത്തേക്ക് 11%, 2 വർഷത്തിൽ 4 ഹാഫ് ഇയേഴ്സ്. അങ്ങനെ ആൻസറിലേക്ക് വന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Then next one. If the nominal rate growth is 17% and inflation is 9% for 5 years, let P be the GDP amount and present, then the projected GDP after 6 years. So ഇവിടെ നമ്മുടെ growth. So real rate നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ഫോർമുല real rate equal to nominal rate minus inflation. So ഇവിടെ ആണോ real rate is equal to nominal rate minus inflation. Therefore real rate എത്ര കിട്ടും? 17% minus 9% equal to 8%. Then നമ്മളെപ്പോഴും ജി ഡി പി റിയൽ റേറ്റിൽ കോമ്പൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിൽ ജി ഡി പി കിട്ടുന്നത്. സോ ഫ്യൂച്ചർ ജി ഡി പി നമുക്ക് എന്നെടുക്കാം എ ഫ്യൂച്ചർ ജി ഡി പി ഈക്വൽ ടു ഇന്നത്തെ എത്രയാണ്? ഇന്നത്തെ ജി ഡി പി പി ആണെങ്കിൽ ഏതാണ് നമ്മുടെ റിയൽ റേറ്റ്? 8%. അതിൽ കോമ്പൗണ്ട് ചെയ്യുക. ദാറ്റ് മീൻസ് പി ഇൻറ്റു 1 പ്ലസ് 0.08 ദ ഹോൾ റേസ് ടു 6. Sorry. P into 1.08 the whole raised to 6. 1.08 into equal to times 3, 4, 5, 6. So that means എത്ര കിട്ടും? 1.5868. That means 1.587 P. ജി ഡി പിയുടെ ഒരേ ഒരു ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല റിയൽ റേറ്റ് ഇസ് ഈക്വൽ ടു നോമിനൽ റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ. നമുക്ക് റിയൽ റേറ്റ് കിട്ടി. ഇന്നത്തെ ജി ഡി പി തന്നിരിക്കുന്നു. 6 വർഷം കഴിഞ്ഞ ജി ഡി പി എന്താണ്? റിയൽ ഏതാണ് റേറ്റ് ഏതാണോ അതിൽ കോമ്പൗണ്ട് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ചെയ്തത്. ഇന്നത്തെ പി ഇൻറ്റു കോമ്പൗണ്ട് ചെയ്ത് ദാറ്റ് മീൻസ് 6 വർഷം കഴിഞ്ഞുള്ള ഫ്യൂച്ചറിലുള്ള ജി ഡി പി അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞുള്ള ജി ഡി പി. എന്തിൻ്റെ തന്നെ ഫോർമുല? ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യുക മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട് ആഫ്റ്റർ സോ ആൻഡ് സോ പീരീഡിൻ്റെ അതേ ഫോർമുല. ഓക്കെ അല്ലേ? The next question, okay. Stocks pays annually an amount of rupees 10. From 6th year onwards, what is the present value of perpetuity? ഇവിടെ ഇപ്പോൾ നമ്മളൊരു തിയറി 2 തിയറിയും കൂടെയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് നോക്കാം പെർപ്പച്യൂറ്റി. സോ പെർപ്പച്യൂറ്റി മീൻസ് ഒരു ആനുവിറ്റിയാണ് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്നത്. അതായത് ഇന്ന് എത്ര എമൗണ്ട് അടച്ചാൽ ഇപ്പം നമുക്ക് പെർപ്പച്യൂറ്റി അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിലേക്ക് ഒരാൾക്ക് ഒരു ഇത് മൊമെൻ്റ് കൊടുക്കുക. ഓരോ വർഷവും ഇന്ന ആളുടെ പേരിൽ കൊടുക്കാനായിട്ട് ഇന്ന് ഞാൻ എമൗണ്ട് എത്ര അടച്ചാൽ
എല്ലാ വർഷവും എനിക്ക് ഇന്ന എമൗണ്ട് എൻ്റെ കാലശേഷം എൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഇന്ന എമൗണ്ട് കിട്ടാനായിട്ട് ഇന്ന് ഞാൻ എത്ര പേ ചെയ്യണം എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇന്നത്തെ വാല്യൂ. അതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി. സോ PVA ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു R/I. R ഈസ് ദ എമൗണ്ട് പെയ്ഡ് അല്ലെങ്കിൽ റിസീവ്ഡ്, I ഇൻട്രസ്റ്റ് റേറ്റ് പെർ പീരീഡ്. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റിക്ക് യൂസ് ചെയ്യുന്ന ഫോർമുല PVA ഇൻഫിനിറ്റി ഈക്വൽ ടു R/I. ദെൻ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഗ്രോയിങ് പെർപെച്യൂറ്റി ആണെങ്കിൽ R/I മൈനസ് G. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് വരും? പ്രസൻറ്റ് വാല്യൂ പെർപെച്യൂറ്റി ആണെങ്കിൽ R/by. ദാറ്റ് മീൻസ് ഇന്ന് ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ വർഷവും എനിക്ക് ഈക്വൽ എമൗണ്ട് ഉണ്ടോ, ഇത്ര വർഷത്തേക്ക് നല്ല ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂസ് എൻ്റെ കാലശേഷം അല്ലെങ്കിൽ അതിനുശേഷവും എനിക്ക് എന്താണ് അതേ എമൗണ്ട് ആ പീരീഡിൽ കിട്ടണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി. ദെൻ ഗ്രോയിങ് പെർപെച്യൂറ്റി ആണെങ്കിൽ R/I മൈനസ് G. ദെൻ ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക, റിയൽ റേറ്റ്, നോമിനൽ റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ. ദെൻ ഒരേ ഒരു ഫോർമുല കൂടിയാണുള്ളത്, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, CAGRൻ്റെ ഫോർമുല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ stock pays annually an amount of ₹10 from the 6th year onwards and what is the present value of perpetuity. സോ ഇവിടെ നോക്കാം കേട്ടോ, ഏതോ ഒരു എമൗണ്ട് ഇങ്ങനെ വന്നിട്ട് 6th year onwards, 6th year അവിടുന്ന് അങ്ങോട്ട് എന്താണ് 10 അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് കിട്ടുവാണ്. 6th year onwards, 6th year onwards, 6th year onwards. നമുക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് 6th year onwards. സോ ദാറ്റ് മീൻസ് 5th ഇയറിൽ ഞാൻ എന്ത് എമൗണ്ട് ശ്രദ്ധിക്കണം, നല്ലൊരു കോൺസെപ്റ്റാണ്. 5th ഇയറിൽ എന്ത് പ്രസൻറ്റ് വാല്യൂ എനിക്കുണ്ടെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് കിട്ടും. സോ ദാറ്റ് മീൻസ് നമുക്ക് ഏത് ഫോമിൽ എടുക്കാം? പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു എത്രയാണ്? 100. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി എത്രയാണ് നമുക്ക് കിട്ടേണ്ടത്? 10 വെച്ചിട്ടാണ് കിട്ടേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? പ്രസൻറ്റ് വാല്യൂ PV ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു R/I ആണ്. സോ ഇവിടെ R എത്രയാണ്? 10 ആണ്. I എത്രയാണ്? 0.20. സോ 10 ഡിവൈഡ് ബൈ 0.20, ദാറ്റ് മീൻസ് എത്ര വരും? 10 ഡിവൈഡ് ബൈ 0.2 50 കിട്ടും. ഇതാണ് 5th ഇയറിലെ പ്രസൻറ്റ് വാല്യൂ. 5th ഇയറിലെ വാല്യൂ, 5th ഇയറിൽ 50 രൂപ വരണമെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. സെക്കൻഡ് ഇയർ മുതലല്ല പെർപെച്യൂറ്റി വരുന്നത്, 6th ഇയർ ഓൺവേർഡ്സ്. സോ 6th ഇയർ മുതൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് 10 രൂപ വെച്ച് കിട്ടണമെങ്കിൽ 5th ഇയറിൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിച്ചു. അതാണ് എന്ത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി. അന്നത്തെ 5ാമത്തെ വർഷത്തെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു 50 രൂപ. 5ാമത്തെ വർഷം 50 രൂപ വരണമെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം? സോ എനിക്ക് ഉണ്ടോ 5ാമത്തെ വർഷം മീൻസ് ഇന്നത്തെ ബേസിസ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ആണ്. പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 1.2 റേസ് ടു 5 അല്ലേ? പ്രസൻറ്റ് വാല്യൂ സിംഗിൾ ക്യാഷ് ഫ്ലോ, P is equal to F ഡിവൈഡഡ് ബൈ 1 + I the whole raised to n അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ചെയ്യണം. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തു. സോ 50 ഡിവൈഡഡ് ബൈ 1.2, 1, 2, 3, 4, 5. Try to answer 20.09. That means എന്ത് പറയാം? 20.10. ചോയ്സ് A. 20.10 ചോയ്സ് A. 20.10 ചോയ്സ് A. Get the answer? Clear on our concept? Okay, then next question. 1,25,000 is borrowed at compound interest rate
2% for first year, 3% for second year, 4% for third year. Find the amount to be paid after 3 years. 3 വർഷം കഴിയുമ്പോൾ ഉണ്ടോ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ചേർത്ത് പേ ചെയ്യേണ്ട എമൗണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ഇതിനൊരു ഉണ്ടോ, സോ ഇവിടെ ഉണ്ടോ കോമ്പൗണ്ട് ആയതുകൊണ്ട് എന്താണ് 1,25,000 ഇൻറ്റു 1 പ്ലസ് 1.202 റേസ് ടു 1. ആ കിട്ടുന്നതിൻ്റെ പുറത്ത് വീണ്ടും 3%, ആ കിട്ടുന്നതിൻ്റെ പുറത്ത് വീണ്ടും 4%. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഫ്യൂച്ചർ വാല്യൂ ആഫ്റ്റർ, സോ അതായിരിക്കും ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നതാണ് എ ഈസ് ഈക്വൽ ടു 1,25,000 ഇൻറ്റു 1.02 റേസ് ടു 1. ആ കിട്ടുന്നതിനെ എന്ത് ചെയ്യും, വീണ്ടും ആക്കണ്ടോ, അത് അക്യൂമുലേറ്റഡ് എമൗണ്ട്, അതിനെ എന്ത് ചെയ്യും 1.03 ഒരു വർഷത്തേക്ക്, ദെൻ 1.04 ഒരു വർഷത്തേക്കുണ്ടോ. ഇങ്ങനെ ചെയ്ത് സമയം കളയാതെ നമുക്കൊരു കാൽക്കുലേറ്ററിൽ ഒറ്റയടിക്ക് ഒരു ട്രിക്ക് യൂസ് ചെയ്ത് ആൻസറിലേക്ക് വരാം. എന്താണത്, 1,25,000 പ്ലസ് 2% പ്ലസ് 3% പ്ലസ് 4%. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ്, പ്ലസ് 2% മീൻസ് ഇതിൻ്റെ 2% ആഡ് ചെയ്ത് കിട്ടിയ വാല്യൂ കാൽക്കുലേറ്ററിൽ ഉണ്ടാകും. ദെൻ ഇതിൻ്റെ കൂടെ 3% ചുമ്മാ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് 3% അടിച്ചാൽ ആ 2% ആഡ് ചെയ്ത് കിട്ടിയ വാല്യൂൻ്റെ കൂടെ എന്താണ് അതിൻ്റെ 3% കണ്ടുപിടിച്ചിട്ട് കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യും. ദെൻ പ്ലസ് 4% അടിച്ചു നോക്കിയേ. സോ ദാറ്റ് മീൻസ് ഉണ്ടോ ആ 3% കഴിഞ്ഞ് കിട്ടിയ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഉണ്ടോ, ഈ എക്സാക്ട്ലി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. സോ ബെറ്റർ കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യേണ്ട ഷോർട്ട് കട്ട് 1,25,000 പ്ലസ് 2% പ്ലസ് 3% പ്ലസ് 4%, എത്രയായിട്ടും 1,36,578. 1,36,578. വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട്. ഓരോ വർഷവും കോമ്പൗണ്ട് ചെയ്യാൻ മീൻസ് ആഡ് ചെയ്യും, ആ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യും. അതിന് പകരം നമുക്ക് കാൽക്കുലേറ്റർ ഒറ്റയടിക്ക് പ്ലസ് 2% പ്ലസ് 3% പ്ലസ് 4% അടിച്ചാൽ ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താം. 578 ആണ്. 1,36,578. Okay, then next one. A deposit of rupees 5,000 with interest at 38% compounded quarterly is to be discharged by 8 equal quarterly payments. The first payment being due today. Find the size of debt ആണ്, debt അല്ല debt. Okay, debt that means loan of 5,000 is to be paid with interest 8% compounded quarterly to be discharged 8 equal quarterly payments. If the first payment begin today, what is the then first payment being due today, what is find the size of each payment. ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ കണ്ടോ 5,000 ലോൺ മീൻസ് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്, പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഡെപ്റ്റ് അല്ലെങ്കിൽ ബോറോ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്, പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ്. സോ വി ഈസ് ഈക്വൽ ടു ഉണ്ടോ ഫസ്റ്റ് പേയ്മെൻറ്റ് ബീയിങ് ടുഡേ. സോ ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. നമുക്ക് ഫോർമുല എന്തെടുക്കാം, പ്രസൻറ്റ് വാല്യൂ വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ മൈനസ് 1i പ്ലസ് എ. സോ ദാറ്റ് മീൻസ് വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ മൈനസ് 1i പ്ലസ് 1 നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട് ഫോർമുല. സോ വി അറിയാം 5,000 ആണ്, എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഇൻറ്റു പി എൻ ഐ കണ്ടുപിടിക്കാനായിട്ട് 8 ഈക്വൽ ക്വാർട്ടർലി പേയ്മെൻറ്റ്സ്. സോ 0.08 ഡിവൈഡഡ് ബൈ 4 0.02 വരും. സോ 8 ഉണ്ടോ, എൻ 8 ആണ്, ദാറ്റ് മീൻസ് എൻ മൈനസ് 1 എന്ത് വരും 7. സോ ദാറ്റ് മീൻസ് പി 7 0.02 കണ്ടുപിടിക്കുക പ്ലസ് 1. സോ ദാറ്റ് മീൻസ് എ ഇൻറ്റു പി 7 എന്ത് 1 ഡിവൈഡഡ് ബൈ 1.02 ഈക്വൽ ടു എത്ര ടൈംസ് 7 ടൈംസ് ജി ടി കണ്ടുപിടിച്ച് 1 ഡിവൈഡഡ് ബൈ 1.02 1 2 3 4 5 6 7 ജി ടി പ്ലസ് 1 അടിക്കുക, ദെൻ അത് എം പ്ലസ് അടിക്കുക, കണ്ടുപിടിക്കാനായിട്ട് 5,000 ഡിവൈഡഡ് ബൈ എം ആർ സി ഈക്വൽ. സോ എത്രയായിട്ടും എ ഈക്വൽ ഒറ്റയടിക്ക് കാൽക്കുലേറ്ററിൽ ചെയ്തു. പി എൻ ഐ കണ്ടുപിടിച്ചു 1 ഡിവൈഡ് ബൈ 1.02 ഈക്വൽ ടു 7 ടൈംസ് ജി ടി പ്ലസ് 1. ആ കിട്ടിയ നേരെ കാൽക്കുലേറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ 5,000 എം പ്ലസ് ചെയ്യുക, 5,000 ഡിവൈഡഡ് ബൈ എം ആർ സി അടിക്കുമ്പോൾ എത്ര കിട്ടും 669.165. ദാറ്റ് മീൻസ്
669.17. 669.17. 669.17. 669.107. Sorry, 17. 669.17. ക്ലിയർ അല്ലേ? നല്ലൊരു ക്വസ്റ്റൻ ആണ്. പ്രസൻറ്റ് വാല്യൂ ലോണിൽ അല്ലെങ്കിൽ ഡെപ്റ്റിൽ ബോറോയിങ്ങിൽ ആനുവിറ്റി ഡ്യൂ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. നേരെ PNI PN-1 8 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഈക്വൽ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ N8 ആണ്. N-1 7 വന്നു. ദെൻ നെക്സ്റ്റ് വൺ, 1,000 rupees ബോണ്ട്. ബോണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ് ബോണ്ട്. ബോണ്ട് പേയിങ് ആനുവൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ആനുവൽ റേറ്റ് 8.5% വിൽ ബി redeemed at par at the end of 10 years. Find the purchase price of bond if investor wishes to yield 8%. So that means ബോണ്ട് എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റ് എന്താണ്? 1,000 rupees par വാല്യൂ അവർ കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നവർ തരും 8.5% 10 വർഷം. ദാറ്റ് മീൻസ് 85 രൂപ എത്ര വർഷം തരും? 10 years തരും. 10 yearsൻ്റെ എൻഡിൽ എന്തുകൂടെ തരും? നമ്മൾ 10th ഇയറിൽ എന്തുകൂടെ തരും? 1,000 rupees, അതായത് നമ്മൾ കൊടുത്ത എമൗണ്ട് അതിൻ്റെ ഇന്നത്തെ വാല്യൂ. സോ ആ ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ്? 8.5 ഉണ്ടായിരുന്നു, അയാൾക്ക് 8 മതി എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് എനിക്ക് എത്രയാണ്? 85 രൂപ 10 വർഷം. 85 രൂപ 10 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ എമൗണ്ട് കൺസിക്യൂട്ടീവായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെ എന്താ വിളിക്കുന്നത്? ആനുവിറ്റി. സോ അതിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് V is equal to A into PNI. ദെൻ അതുകൂടാതെ 10th ഇയറിൽ മാത്രം 10 വർഷം 85 രൂപ റിപ്പീറ്റ് ആയിട്ട് കിട്ടുന്നു. അത് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ കണ്ടുപിടിച്ചു. ദെൻ 10ാമത്തെ വർഷം കിട്ടുന്ന, അതായത് ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആ 1000 ഡിവൈഡഡ് ബൈ 1 അല്ലേ 8%, 1.08 raised to 10. സോ V is equal to 85 into PNI എത്രയാണ്? P 10 0.08 പ്ലസ് 1000 ഡിവൈഡഡ് ബൈ 1.08 raised to 10. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? 85 രൂപ വെച്ച് 10 വർഷം കിട്ടുന്നതിൻ്റെ ഇന്നത്തെ വാല്യൂ. സോ അതുകൊണ്ട് ആനുവിറ്റി റെഗുലറിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ 10ാമത്തെ വർഷം മാത്രം 1000 രൂപ അതിൻ്റെ ഇന്നത്തെ വാല്യൂ. അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ 1.08 ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10 ടൈംസ് GT ഇൻറ്റു 85. എത്ര കിട്ടും അത്? 570.35 പ്ലസ് 1000 divided by 1.08. 1 2 3 4 5 6 7 8 9 10 30 463.1934. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1033.55. 1033 നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 1033. 1000 രൂപ ബോണ്ട് അവർ പറയുന്നെങ്കിലും ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന അതിനെക്കാട്ടിലും കുറവ്. ദെയർഫോർ നമുക്ക് ആൻസർ എത്ര വന്നു? 1033.55. ദാറ്റ് മീൻസ് ചോയ്സ് ബി. Then next question. ക്ലിയർ അല്ലേ? ബോണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ബോണ്ടിനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ബോണ്ടിൻ്റെ ഒരു കൂപ്പൺ റേറ്റ് പ്രകാരം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവിഡൻഡ് എന്നൊക്കെ എന്തെങ്കിലും വേർഡ് യൂസ് ചെയ്യാം. അതെന്താണ്? ആനുവിറ്റി ആയിരിക്കും. ലാസ്റ്റ് ഇയറിൽ കിട്ടുന്ന സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് എടുക്കുക. ഇതാണ് നമുക്കിതിൽ യൂസ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട്. ക്ലിയർ ആണോ? The next one, assuming that discount rate is 10% per annum, how much would you pay to receive 800 growing at 8% annually forever? So നമുക്ക് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി R ഡിവൈഡഡ് ബൈ I മൈനസ് G ഫോർമുല. സോ എത്ര വരും? R എത്രയാണ്? 800 ഡിവൈഡഡ് ബൈ I 0.10 മൈനസ് 0.08.
So that means 800 divided by 0.20. 800 divided by 0.2 എത്രയിട്ടും 4000. അപ്പോൾ നമ്മുടെ ചോയ്സിൽ 1000, 1050, 950, none of these ആണ്. therefore ആൻസർ എന്ത് വരും? none of these. The growing perpetuity, present value of growing perpetuity r divided, present value of perpetuity ആണെങ്കിൽ r divided by I, present value of growing perpetuity ആണെങ്കിൽ r divided by I minus g. I minus g. Therefore answer 4000. Then next one. Find the purchase price. Find the purchase price. Price of rupees 1000 bond redeemable at paying annual dividend of 4% if the yield rate is to be 5% effective. Now, so 1000 രൂപയുടെ ബോണ്ട് ഒരു വർഷത്തേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇവിടെ പ്രത്യേകിച്ച് ഇയർ പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ഒരു വർഷത്തേക്ക് 4% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തരുന്നതെങ്കിൽ 1000ൻ്റെ 4% 40, അതായത് ഒരു വർഷം കഴിയുമ്പോൾ എത്ര കിട്ടും? 1040 കിട്ടും. ഒരു വർഷം കഴിയുമ്പോൾ 1040 കിട്ടും. ഒരു വർഷം കഴിയുമ്പോൾ 1040 കിട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് മറ്റേ ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ്? 5% ഉണ്ടല്ലോ. ഒരു വർഷത്തേക്കായതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താണ് ആനുവിറ്റിയുടെ ഇമ്പാക്റ്റ് ഇല്ല. ഒരു വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് 40 കിട്ടും, 1000 രൂപയും കിട്ടും. അങ്ങനെയാണ് 1040 എടുത്ത് അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? പി പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ട. അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5% ആണ്. ദാറ്റ് മീൻസ് 1.05 റൈസ് ടു 1 കേട്ടോ. ഒരു വർഷത്തേക്കാണ്ട് n 1 വന്നതുകൊണ്ടാണ് റൈസ് ടു 1 വന്നത്. 1040 ഡിവൈഡ് ബൈ 1.05 റൈറ്റ് 990.476. ഓക്കെ, എന്തെടുക്കാം? 990.47. 990.47. Find the purchase price of rupees 1000 bond redeem at paying annual dividend. ഒരു വർഷത്തേക്കുണ്ട്. ഇത്ര വർഷം നമ്മൾ പറഞ്ഞിട്ടില്ല. നോർമലി ബോണ്ട് ഒന്നിൽ കൂടുതൽ വർഷമാണ്. മോക്ക് ടെസ്റ്റ് പേപ്പറിൽ MTPയിൽ ചോദിച്ചിട്ടുള്ള, പ്രീവിയസ് മോക്ക് ടെസ്റ്റ് പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Then next one, find the present value of annuity. Find the present value of annuity which pays rupees 200 at the end of each year of each 3 months for 10 years. For 10 years, assuming money to be worth 5% compounded quarterly. Find the present value. V is equal to A into PNI. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആനുവിറ്റി 200 ആണ്. എങ്ങനെയാണ്? 3 മാസം കൂടുമ്പോൾ ക്വാർട്ടർലി ആണ്. അങ്ങനെയാണെങ്കിൽ 10 വർഷം എത്ര ക്വാർട്ടേഴ്സ് ഉണ്ടാവും? 40 ക്വാർട്ടേഴ്സ്. സോ ദാറ്റ് മീൻസ് പി എൻ എത്ര വരും? 40 വരും. IO 5% കോമ്പൗണ്ടഡ് 0.05 ഡിവൈഡഡ് ബൈ 4. 0.05 divided by 4 എത്ര കിട്ടും? 0.0125. That means P40 0.0125. That means 200 into 1 divided by 1.0125 equal to എത്ര times 40 times GT. ചെയ്ത് നോക്കാം. 1 divided by 1.0125. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. Then GT into 200, 30, 6,265. 6,265.38 നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 38. ക്വസ്റ്റ്യൻ നോക്കുക. 3 മാസം കൂടുമ്പോൾ 10 വർഷത്തേക്ക്. സോ ദാറ്റ് മീൻസ് 40 ക്വാർട്ടേഴ്സ്. PNI. സോ N40, I 5% പെർ ആനം ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.0125 എന്ന് കിട്ടി. ദെൻ ആൻസർ. ഓക്കെ ആണോ?
കിട്ടിയ ആൻസർ. "10 years ago, the earnings per share (EPS) of ABC Limited was ₹5 per share. Its EPS for this year is 22. Compute what rate the EPS of company grow annually." 10 years ago EPS 5, ഇപ്പോൾ 22 എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ, സോ ദാറ്റ് മീൻസ് 10 years ago അത് പ്രസൻറ്റും 10 വർഷം കഴിയുമ്പോൾ അത് 10 വർഷം കഴിയുമ്പോൾ ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് എടുക്കുക. EPS എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ആ കിട്ടിയത് ഗ്രോത്ത് റേറ്റിൽ എന്ത് ചെയ്യണം, കോമ്പൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഉണ്ടോ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചറും അറിയാമെങ്കിൽ A = P ഇൻറ്റു എങ്ങനെയാണ് ഗ്രോത്ത് റേറ്റിൽ അത് I എന്നുള്ള രീതിയിൽ എടുക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ആ ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യുകയാണ് N പീരീഡിലേക്ക്. A എത്രയാണ് 22, P എത്രയാണ് 5, 10 വർഷം മുമ്പുള്ള 5 അത് പ്രസൻ്റ് ആയിട്ട് എടുത്തു. 10 വർഷത്തിന് ശേഷമുള്ളത് അന്നത്തെ പ്രസൻറ്റ് 5 ആയിട്ട് എടുത്താൽ 10 വർഷത്തിന് ശേഷം ഫ്യൂച്ചർ വാല്യൂ അത് 22 ആയിട്ട് എടുത്തു. എന്ത് ഗ്രോത്ത് റേറ്റിലാണ്, 1 + I the whole raised to N. 1 + I. So 22 divided by 5 equal to 1 + I the whole raised to N. 10 അല്ലേ, N 10 അല്ലേ, 10 വർഷം. So that means 22 divided by 5 എത്ര കിട്ടും, 4.4 equal 1 + I raised to 10. That means 1 + I equal 4.4 raised to 1/10. nth റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല അറിയാം. So 4.4 then root 15 times 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 minus 1 divided by 10th root and 10 then plus 1 into equal to 15 times 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 30. I equal to എത്ര വന്നു, 0.1597. So that means 15.97%. 15.95. $7.15. Okay, then a person decide to create a fund to be invested at 10% compound interest per annum to provide for a price of ₹300 every year. Find the amount to be invested. സോ ഇന്ന് എന്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു പ്രൈസ് ഉണ്ടോ, എല്ലാ വർഷവും എന്താണ് ₹300 പ്രൈസ് ആയിട്ട് കൊടുക്കണം, ₹300 എല്ലാ വർഷവും കിട്ടണം. ഇന്ന് എന്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് എന്ത് കിട്ടണം, അല്ലെങ്കിൽ പെർപ്പച്വലി എനിക്ക് എന്ത് കിട്ടണം, 300 കിട്ടണം. ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപ്പച്വിറ്റി എന്ത് വരും, R/I. ഇന്ന് എനിക്ക് എത്ര കിട്ടണം, ഇന്ന് എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ വർഷവും 300 കിട്ടണം. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, 0.10. ദാറ്റ് മീൻസ് ഇന്ന് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, 3000. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 3000. That ideal answer. Next one. 2 equal sum were lent. 2 equal sum were lent at 7% and 5% simple interest respectively. The interest earned on 2 loans is adds up to 2 equal sum. നല്ലൊരു ക്വസ്റ്റൻ ആണ്, ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ്, എക്സാം മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. 2 equal sums were lent out at 7% and 5% simple interest respectively. The interest earned on 2 loans adds up to 960 for 4 years. Equal sum. അതായത് P ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക. P ഇൻറ്റു 0.07 ഇൻറ്റു 4 അതാണ് 4 വർഷത്തെ ഇൻട്രസ്റ്റ്, പ്ലസ് P ഇൻറ്റു 0.05 ഇൻറ്റു 4 ഉണ്ടോ, 5% ആണെങ്കിൽ 4 വർഷത്തെ ഇൻട്രസ്റ്റ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നതാണ്, 960.
So 0.28p plus 0.20p equal to 960. So that implies 0.48p equal to 960. That implies p equal 960 divided by 0.48. Right, p equal 2000. Now ഇവിടെയാണ് സ്റ്റുഡൻസ് ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്. ചോയ്സിൽ 4000, 3000, 5000, 6000. അപ്പോൾ നമുക്ക് 2000 എന്ന് കിട്ടി. സ്റ്റുഡൻസ് വിചാരിക്കും ആൻസർ തെറ്റാണ് 2000. ബട്ട് ആക്ച്വലി നോക്കി, ഫൈൻഡ് ദ സം ലെൻഡ് ഔട്ട് എന്നാണ്. ഫൈൻഡ് ദ ഈക്വൽ സം എന്നല്ല ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കി, ഈ പി ആണ് കിട്ടിയിരിക്കുന്നത് 2000 അല്ലേ. സോ പി 2 തവണയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 7% ഇൻട്രസ്റ്റ് റേറ്റിലും 5% ഇൻട്രസ്റ്റ് റേറ്റിലും 2 തവണയാണ് നമ്മൾ പി എന്ന് പറയുന്നത് 2000 ഇൻവെസ്റ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് ടോട്ടൽ എമൗണ്ട് ലെൻഡ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 2000 പ്ലസ് 2000 ഈക്വൽ ടു എത്ര വരും? 4000. 2000 പ്ലസ് 2000 ഇസ് ഈക്വൽ ടു എന്ത് വരും? 4000. അപ്പോൾ പി ആണ് നമുക്ക് ഫൈൻഡ് ദ ഈക്വൽ സം എന്ന് ചോദിച്ചാൽ ഓക്കെ 2000 ആണ്. ബട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ സം. ഫൈൻഡ് ദ സം ലെൻഡ്. ദാറ്റ് മീൻസ് 7% ഇൻട്രസ്റ്റ് റേറ്റിൽ 2000-ഉം 5% ഇൻട്രസ്റ്റ് റേറ്റിൽ വേറൊരു 2000-ഉം ഈക്വൽ എമൗണ്ട് ആണെന്നേ ഉള്ളൂ. വേറൊരു 2000-ഉം ലെൻഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നത്? 960 കിട്ടുന്നത്. ദെയർഫോർ എമൗണ്ട് ലെൻഡ് എത്രയാണ്? 2000 പ്ലസ് 2000 ഈക്വൽ ടു 4000. ക്ലിയർ? Then next one, rupees 5000 is paid every year for 10 years to pay off a loan. What is the loan amount if interest rate is 14%? So loan വന്നു കഴിഞ്ഞാൽ എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഈക്വൽ എമൗണ്ട് ആനുവിറ്റി. വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. സോ ദെൻ നമുക്ക് എന്ത് വന്നിരിക്കുന്നു? rupees 5000 is paid every year. 5000 ഇൻറ്റു 10%. നമുക്ക് പി എത്രയാണ്? 10, 0.14. എക്സാക്ട്ലി നമ്മൾ ഒന്നും കണ്ടുപിടിക്കേണ്ട, ഇത് തന്നെയല്ലേ ഈ ക്വസ്റ്റ്യനിൽ ഗീവൺ. നേരെ ഇട്ട് കൊടുക്കുക. 5000 ഇൻറ്റു 5.21611. സോ 5000 ഇൻറ്റു 5.21611 ഈക്വൽ ടു എന്ത് കിട്ടും? 26,080.55. കേട്ടോ, നമ്മൾ ചെയ്ത് സമയം കളയരുത്. അല്ല നമുക്കിവിടെ സ്റ്റുഡൻസ് നോർമലി വരുന്ന മിസ്റ്റേക്ക് അല്ല. 1/1.14 ഈക്വൽ ടു 10 ടൈംസ് GT അടിച്ച് സമയം കളയും വേണ്ട. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് എന്ത്? PNI. എപ്പോഴും ശ്രദ്ധിക്കണം, പ്രസൻറ്റ് വാല്യൂവിൻ്റെ ക്വസ്റ്റ്യനിൽ PNI തന്നാൽ മാത്രം നമുക്ക് അതെടുത്ത് ആൻസറിലേക്ക് വരാം. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് 1/1 + i ഈക്വൽ ടു n ടൈംസ് GT അടിക്കുക. Clear? Then the amount charged for a definite length of time for use of principal generally on yearly basis is known as dash. Parayav answer. Amount charged for a definite length of time for use of principal generally on yearly basis is known as dash. Balance, rate of interest, principal, interest. ഇതായിരിക്കും ആൻസർ എന്ന് പറയാം 64th ക്വസ്റ്റ്യൻ്റെ. Answer. No, amount charged on definite length of time for use of principal generally on yearly basis. എപ്പോഴും ഇയർലി ബേസിസിൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ഇയർലി ഇവിടെ നമുക്ക് നോർമലി സ്റ്റുഡൻസിന് മിസ്റ്റേക്ക് വരുത്താനായിട്ട് വരുന്നത് എമൗണ്ട് ചാർജ്ഡ് എന്ന് കണ്ടിട്ട് ചാടിക്കയറി ഇൻട്രസ്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നുള്ള ആൻസറിലോട്ട് പറയരുത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഇയർലി 200 ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്?
ഞാൻ ഇത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടി എന്നാണ് അതിൻ്റെ മീനിങ്. സോ എപ്പോഴും ജനറലി ഓൺ ഇയർലി ബേസിസ് നോർമലി നമ്മൾ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Mr. X left rupees 1 lakh with the direction that it should be divided in such a way that his minor sons Tom, Dick, Harry aged 9, 12, 15 years should receive equally after achieving 25 years. So ഒരാൾ എന്ത് ചെയ്തു? 1 lakh rupees അയാളുടെ 3 സൺ ടോം, ഡിക്ക്, ഹാരി, അവരുടെ ഒരാൾക്ക് 9 വയസ്സ്, ഡിക്കിന് 12 വയസ്സ്, ഹാരിക്ക് 15 വർഷം 15. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 25 വയസ്സ് എത്തുമ്പോൾ, ദാറ്റ് മീൻസ് 25 വയസ്സ് എത്തുമ്പോൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഷുഡ് റിസീവ് ഈക്വൽ എമൗണ്ട് ആഫ്റ്റർ അച്ചീവിങ് 25. അക്യൂമുലേറ്റഡ് എമൗണ്ട് 25 വയസ്സാകുമ്പോൾ, അവർക്ക് 3 പേർക്കും 25 വയസ്സാകുമ്പോൾ അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മച്ച് ഈച്ച് സൺസ് റിസീവ് ആഫ്റ്റർ ഗെറ്റിംഗ് 25 ഇയേഴ്സ്. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 3.5. സോ 25 വയസ്സാണെങ്കിൽ ടോമിന് ഇനിയും 16 വർഷം, ഡിക്കിന് 13 വർഷം, ഹാരിക്ക് 10 ഇയേഴ്സ്. സോ ദാറ്റ് മീൻസ് ടോമിന് കിട്ടുന്നത് ഇൻറ്റു 1.035 അല്ലേ, 3.5% അല്ലേ, അത് ഇൻറ്റു ടോമിന് കിട്ടിയ എമൗണ്ട് ഇൻറ്റു 16 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്താൽ കിട്ടുന്ന എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡിക്കിന് കിട്ടിയ എമൗണ്ട് ഇൻറ്റു 1.035 റേസ് ടു 13 വർഷം, അതെന്തിനോട് ഈക്വലാണ്? ഹാരിക്ക് കിട്ടിയ എമൗണ്ട് ഇൻറ്റു 1.035 റേസ്ഡ് ടു 10. 10 വർഷം കൊണ്ട് 10 വർഷത്തിന് കഴിഞ്ഞ് കിട്ടിയത് എമൗണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് എല്ലാത്തിലും ഇവിടെ നമുക്ക് 6 ഉണ്ട്, ഇത് വെട്ടി 3 ആക്കാം, ഇത് 3, ഇത് വെട്ടി 1 അല്ലേ. സോ ദാറ്റ് മീൻസ് എന്താണ് മിച്ചം വരുന്നത്? ടോമിന് കിട്ടുന്നത് ഇൻറ്റു 1.035 റേസ്ഡ് ടു 6 ഈക്വൽ ഡിക്കിന് കിട്ടുന്നത് ഇൻറ്റു 1.035 റേസ് ടു 3 ഈക്വൽ ടു ഹാരിക്ക് കിട്ടുന്നത്. സോ നമുക്ക് ടിഒ ഡിഒ എച്ചോ അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3 അൺനോൺ ക്വാണ്ടിറ്റീസ് ഈക്വൽ ആയിട്ട് വന്നാൽ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് കെയോട് ഇക്വേറ്റ് ചെയ്യാം. നമ്മുടെ ഒരു റേഷ്യോ പ്രോബ്ലം പോലെ ആയി. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം? t into 1.035 raised to 6 equal to k. That implies t equal k divided by 1.035 raised to 6. Then d into 1.035 raised to 3 equal to k. That implies d equal k divided by 1.035 raised to 3. Then ഹാരിക്ക് കിട്ടുന്നത് എന്തിനാണ്? k തന്നെയാണ് അല്ലേ. So that means ഹാരിക്ക് k തന്നെ. So t is to d is to h നമുക്ക് എങ്ങനെ എഴുതാം? k divided by 1.035 raised to 6 is to k divided by 1.035 raised to 3 is to k. That implies എന്ത് കിട്ടും? ഈ ഒരു റേഷ്യോ ഫ്രാക്ഷൻ മാറ്റാനായിട്ട് എല്ലാത്തിനെയും എത്രയോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 1.035 റേസ് ടു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് മീൻസ് എന്ത് കിട്ടും? കെ ഉണ്ടോ? ഫസ്റ്റ് വൺ എന്താവും? മൊത്തത്തിൽ ഈ റേഷ്യോനെ മൊത്തത്തിൽ 1.035 റേസ്ഡ് ടു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് കിട്ടും കെ ഈസ് ടു കെ ഇൻറ്റു 1.035 റേസ്ഡ് ടു 3 ഈസ് ടു കെ ഇൻറ്റു 1.035 റേസ്ഡ് ടു 6. സോ നമുക്ക് ഉണ്ടോ ഇതിനെ ഇനിയും മൊത്തത്തിൽ ഉണ്ടോ കോമൺ ആയിട്ടുള്ള കെ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ഈസ് ടു 1.035 റേസ് ടു 3 ഈസ് ടു 1.035 റേസ് ടു 6 ഉണ്ടോ. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. ദാറ്റ് മീൻസ് എല്ലാത്തിനെയും നമുക്ക് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എക്സ്, ഇത് എക്സ് ഇൻറ്റു 1.035 റേസ് ടു 3, ഇത് എക്സ് ഇൻറ്റു 1.035 റേസ് ടു 6. പിന്നെ നമുക്ക് എന്തറിയാം? ടോമിന് കിട്ടുന്നത് പ്ലസ് ഡിക്കിന് പ്ലസ് ഹാരിക്ക് കിട്ടുന്നത് എത്രയാണ്? 1 lakh. അതല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്താൽ ടോമിനും ഡിക്കിനും ഹാരിക്കും കിട്ടിയത് ഇൻ ടേംസ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ
So that implies x plus x into 1.035 raised to 3 plus x into 1.035 raised to 6 equal to എന്താണ് 1 lakhs. X plus 1.035 into equal to times 3. Right, 1.108717 x plus 1.035 into equal to times 3, 4, 5, 6. 1.22925 x equal to 1 lakhs. So x ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എടുക്കാം. എക്സ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1.108717 പ്ലസ് 1.22925 equal to 3.337967 x equal to 1 lakhs. That implies x equal to എന്ത് വരും 1 lakh divided by value x is equal to 29,958.35. 29 x ടോമിന് കിട്ടിയത് 29,958.35 ആണെന്ന് കിട്ടി. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്മുടെ ICA ഓൺലൈനായിട്ട് തന്നിരിക്കുന്ന ഓൺലൈൻ മൊഡ്യൂളിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ലെങ്തി ക്വസ്റ്റ്യനാണ്, ബട്ട് ICAയുടെ സൈറ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോവുക. ടോമിന് കിട്ടുന്ന എമൗണ്ട് ഇതാണ്. പക്ഷേ ഓരോരുത്തരും കിട്ടുന്ന എമൗണ്ട് അല്ല യോജിക്കുന്നത്. 25 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോൾ ടോമിന് ഇപ്പോഴെത്രയാണ്? ടോമിന് ഇപ്പോൾ 9 വയസ്സാണ്. 9 വയസ്സുള്ളപ്പോൾ ഇത്ര എമൗണ്ട് കിട്ടി. 25 വയസ്സാകുമ്പോഴേക്ക് എത്ര കിട്ടുന്നതാണ്? സോ ഇത്രയാണ് 29,958.35. Then interest rate 1.035 raised to 16 equal to 1.035 into equal to times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 into 29,958.35. 51,947.3606. ഇവിടെ ചോയ്സിലേക്ക് ഉണ്ടോ നോക്കാം. 51,947. സോ റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും 51,009 ചോയ്സ് 947 ആക്കുക. 51,947 പോയിന്റ് സംതിങ് എന്നാണ് ആൻസർ കിട്ടുന്നത്. 51,947. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുക്കാതാണ് ഇരിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിലുണ്ട്. അത് യൂസ് ചെയ്ത് ഈ പറയുന്ന സ്പീഡിൽ ചെയ്യാനായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നമ്മൾ എക്സാമിന് എങ്ങനെ ചെയ്യണം, കാൽക്കുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യണം, ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ ആനുവിറ്റിയിൽ പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ദെൻ CAGRൻ്റെ ക്വസ്റ്റ്യൻ വിട്ടുപോയ ഫോമുല ഇതാണ്. CAGRൻ്റെ ക്വസ്റ്റ്യനകത്ത് നിന്ന് വിട്ടുപോയതാണ്. ഫോമുല ഇതാണ്. CAGR കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിൻ്റെ compound annual growth rate. So ഒരു ക്വസ്റ്റ്യൻ CAGRൻ്റെ ഫോമുല ഇതാണ്. CAGR ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വിട്ടുപോയതാണ്. നമുക്ക് ഒന്ന് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ
CAGRൻ്റെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. റവന്യൂ ഓഫ് CAGR നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചു തന്നെ പോകണം. ബിക്കോസ് റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. റവന്യൂ ഓഫ് എ ലിമിറ്റഡ് ഫോർ 5 years given. So year 2015, 2016, 2017, 2018, 2019. Revenue 250, 300, 350, 420, 480. CAGR compute ചെയ്യാം. CAGR compute ചെയ്യുന്ന ഫോർമുല V of Tn divided by V of T0 the whole raised to 1 by Tn minus T0 minus 1 into 100. Rate ആയതാണ് into 100 വരുന്നത്. Now V of Tn, that means value അല്ലെങ്കിൽ revenue for the last year അല്ലെങ്കിൽ end period 480. V of T0 means revenue for the beginning period. So that means നമുക്ക് എങ്ങനെ എഴുതാം? 480 divided by 250 raised to 1 by Tn end period 2019, 215. 2019 minus 2015 minus 1 into 100. So 480 divided by 250, 1.92 the whole raised to 2019 divided by 2015 എന്ന് കിട്ടും 1 by 4 minus 1 into 100. ഫോർത്ത് റൂട്ട് നമുക്ക് ഷോർട്ട് കട്ടിൻ്റെ ആവശ്യമില്ല. ഒരു തവണ റൂട്ട് അടിച്ചാൽ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ റൂട്ടാണ്. 2 തവണ റൂട്ട് അടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഫോർത്ത് റൂട്ടാണ്. സോ ദാറ്റ് മീൻസ് 1.92 ദെൻ റൂട്ട് 2 തവണ 1.92 2 തവണ റൂട്ട് അടിക്കുമ്പോൾ നമുക്ക് ഫോർത്ത് കിട്ടും minus 1 into 100. സോ എത്ര കിട്ടും ആൻസർ? 17.71%. 17.71%. ഇതാണ് കേട്ടോ CAGR കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇതാണ് നമുക്ക് കണ്ടോ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഈ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കുക. എൻഡ് പീരീഡ് വാല്യൂ ഡിവൈഡ് ബൈ ബിഗിനിങ് പീരീഡ് വാല്യൂ ദ ഹോൾ റേസ് ടു 1 ഡിവൈഡഡ് ബൈ എൻഡ് പീരീഡ് മൈനസ് ബിഗിനിങ് പീരീഡ് minus 1 into 100. സോ ഇത്രയാണ് വരുന്നത് CAGR കണ്ടുപിടിക്കാൻ. നമുക്ക് പണ്ടൊക്കെ ആണെന്നെങ്കിൽ CAGR ഒന്നും അധികം ചോദിക്കില്ല. ബട്ട് റീസെൻ്റ്ലി നമ്മുടെ മോക്ക് ടെസ്റ്റുകളിലെല്ലാം തന്നെ CAGRൻ്റെ ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട്. അതുമല്ല നമ്മൾ പുതിയൊരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് CAGR ഒരു മാർക്ക് ഒരു എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നോർമലി പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ ക്വസ്റ്റ്യൻ കിട്ടും. അതിന് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ബോണ്ടിൻ്റെ വാല്യുവേഷൻ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ദെൻ റിയൽ റേറ്റ്, നോമിനൽ റേറ്റ്, ഇൻഫ്ലേഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതാണ് നോർമലി ഇവിടെ കുറേ കാലമായിട്ട് പണ്ടൊന്നും ചോദിക്കാതെ റീസെൻ്റ്ലി മോക്ക് ടെസ്റ്റിലും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. സോ അത് നോക്കണം. നോമിനൽ റേറ്റ്, ഇൻഫ്ലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ റിയൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നോമിനൽ മൈനസ് ഇൻഫ്ലേഷനാണ്. ദെൻ CAGR കണ്ടുപിടിക്കുന്നതാണ് ചോദിക്കാവുന്നത്. ബോണ്ട് വാല്യുവേഷൻ, ദെൻ പെർപെച്യൂറ്റിയുടെ കേസ്, ദെൻ വാല്യുവേഷൻ ഓഫ് ബോണ്ട്, പെർപെച്യൂറ്റി, ഗ്രോയിങ് പെർപെച്യൂറ്റി, ദെൻ CAGR. സോ ഇത്രയാണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിൽ വരുന്നത്. 14 മാർക്സ് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, സോ ഇങ്ങനെ തന്നെ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസിൽ നല്ല പ്രോപ്പർട്ടീസ് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ ഫോർമുല മനസ്സിലാക്കുക. ദെൻ കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് ചെയ്യേണ്ടത്. ഉണ്ടാവും സ്പീഡ് കൂട്ടിയെടുക്കേണ്ട. നമുക്ക് ഇത്രയും ഈ 65 ക്വസ്റ്റ്യൻസ് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് വരുന്ന ഒരുമാതിരി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈവൻ നമുക്ക് നോർമലി എല്ലാ ക്വസ്റ്റ്യനും തന്നെ ചെയ്യാൻ പറ്റും. സോ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി ഫോർമുല അപ്ലൈ ചെയ്ത് ടൈം ലിമിറ്റിലകത്ത് 2-3 മിനിറ്റ് എടുത്ത് പ്രോബ്ലം ചെയ്യുന്നില്ല. എല്ലാ കാര്യം നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം അത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ വന്നതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അത്രയും വലിയ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് നിർബന്ധമില്ല. ബട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പിൽ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ നാളെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ റേഷ്യോ, പ്രപ്പോർഷൻ, ഇൻഡീസസ് ആൻഡ് ലോഗരിതംസ്. നമ്മൾ ആ വെയിറ്റേജ് വെച്ചിട്ടാണ് ഫസ്റ്റ് റീസെൻ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ആ ഒരു വെയിറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. സോ ഫോർത്ത് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. നാളെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ. സോ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ അത് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ എനിക്ക് സ്പീഡിൽ വായിച്ച് ഇതേപോലെ നമുക്ക് പ്രോബ്ലം സ്പീഡിൽ ചെയ്തു പോകാം.
സോ നമുക്ക് നാളെ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.